പോപ്പുലർ ആയ ഒരു ഐഡൽ പെൺകുട്ടി. അവൾക്ക് പക്ഷെ ഒരു പ്രത്യേക കാരണം കൊണ്ട് ഐഡലായി തുടരാൻ സാധിക്കാതെ മറ്റൊരു ഉപജീവന മാർഗം കണ്ടെത്തേണ്ടി വരുന്നു. അങ്ങനെ അതുമായി മുന്നോട്ട് പോകുന്ന സമയം അവൾക്ക് ജോലി ചെയ്യേണ്ടി വരുന്നത് അവൾ ഒരു പോപ്പുലർ ഐഡൽ ആയിരുന്ന സമയം തന്നെ അവളെ കണ്ണെടുത്താ കണ്ടുകൂടാത്ത അവളുടെ ഒരു വലിയ ഹേറ്ററിന്റെ അടുത്താണ്. അങ്ങനെ തന്റെ ഏറ്റവും വലിയ ആന്റി ഫാൻ ആയ ഒരാളുടെ കൂടെ ജോലി ചെയ്യുന്ന സമയം അവർക്കിടയിൽ ഉണ്ടാകുന്ന രസകരമായ സംഭവങ്ങളും ഈ കെ പോപ്പ് ഐഡലിന് തിരിച്ച് അവളുടെ ആ ഒരു പ്രശസ്തിയുടെയും ഗ്ലാമറിന്റെയും ലോകത്തേക്ക് തിരിച്ചെത്താൻ സാധിച്ചോ, എന്താണ് ഒടുക്കം ഇവർക്കൊക്കെ സംഭവിച്ചത് എന്നതെല്ലാം വളരെ രസകരമായി പറഞ്ഞ 2023 റിലീസായ ടേസ്റ്റ് ഓഫ് ലവ് എന്ന കഥയാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. നമുക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ടങ് എന്ന വളരെ പോപ്പുലർ ആയ ഒരു കെ പോപ്പ് ഐഡലിന്റെ അടുത്ത് റിപ്പോർട്ടേഴ്സ് ഒക്കെ അവരെ പറ്റിയുള്ള ഒരു റൂമറിനെ പറ്റി ചോദിക്കുന്നതാണ്. കഴിഞ്ഞ 3 വർഷങ്ങളായി ഈ റൂമറിനെ പറ്റി യാതൊരു വിധത്തിലെയും പ്രതികരണം നടത്താതെ നിങ്ങൾ ഒഴിഞ്ഞു മാറുന്നത് എന്തുകൊണ്ടാണെന്നെല്ലാം ഇങ്ങനെ റിപ്പോർട്ടേഴ്സ് ചോദിക്കുന്ന ആ വോയിസ് ഓവറോടുകൂടി ഒരു ഡെലിവറി ഗേൾ വണ്ടി ഓടിച്ചു പോകുന്നത് നിങ്ങൾ കണ്ടില്ലേ? ആ ഡെലിവറി ഗേൾ മറ്റാരുമല്ല, മുന്നേ നമ്മൾ കണ്ട ആ പോപ്പുലർ ആയ കെ പോപ്പ് താരം തന്നെയാണ്. ഒരു ഐഡലിൽ നിന്ന് എങ്ങനെ ഡെലിവറി ഗേളായി ടങ് മാറി എന്നത് നമുക്ക് വഴിയെ കാണാം. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് നമ്മുടെ കഥാനായകനായ കൈയാണ്. കൈ ഒരു വലിയ കമ്പനിയുടെ CEO ആണ്. അവൻ രാവിലെ തന്നെ ഓഫീസിന്റെ അവിടേക്ക് കാറിൽ വന്ന് ഇറങ്ങുമ്പോഴേ ഒരു പോസ്റ്റർ മുഖത്ത് വന്നടിക്കുന്നു. ഉടനെ അതെടുത്ത് ഇത് എന്ത് പോസ്റ്ററാന്ന് ദേഷ്യപ്പെട്ട് നിൽക്കുമ്പോഴാണ് അതിലുള്ളത് മെങ്ങാണെന്ന് കൂടെ നിന്ന് അസിസ്റ്റന്റ് പറഞ്ഞു കൊടുക്കുന്നത്. മെങ് ഒരു പോപ്പുലർ ആയ സെലിബ്രിറ്റിയാണ്. അവളുടെ പേര് കേട്ടപാടെ അവന് പെട്ടെന്ന് ദേഷ്യമെല്ലാം മാറുന്നുണ്ടെങ്കിലും അത് പുറമെ കാണിക്കാതെ റഫ് ആൻഡ് ടഫായി നിന്ന് അതിനിപ്പോ എന്തോ വേണം, വാ വേഗം പോവാന്നും പറഞ്ഞ് അകത്തേക്ക് കയറി പോകുന്നു. ഇതേസമയം ലൂ എന്ന ഒരു സെലിബ്രിറ്റിയുടെ പേരിൽ ചില ഐറ്റംസ് ഒരു ഷോപ്പില് വിറ്റുകൊണ്ടിരിക്കുകയാണ്. ലിമിറ്റഡ് എഡിഷനിലുള്ള അത് വാങ്ങാനായി ഒരുപാട് പേര് അവിടെ എത്തിയിട്ടുണ്ട്. അവരെല്ലാം ലൂവിന്റെ ഫാൻസ് ആണ്. അങ്ങോട്ടേക്ക് തന്നെ തന്റെ ഡെലിവറി ജോലിയുടെ തിരക്കിന്റെ ഇടയിലും ടങ് എത്തുന്നുണ്ടെങ്കിലും അവൾക്ക് ഒന്നും തന്നെ വാങ്ങാൻ കഴിയുന്നില്ല. അവൾ കൈ കിട്ടിയതൊക്കെ വാരിക്കൂട്ടി അവളുടെ ബാസ്ക്കറ്റിൽ ഇട്ടെങ്കിലും തിരിഞ്ഞു നോക്കുമ്പോൾ അതിന്റെ ഇടയിൽ ആരൊക്കെയോ ബാസ്ക്കറ്റിൽ നിന്ന് കൈയിട്ട് പറക്കി അതെല്ലാം എടുത്തുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. ഞാൻ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ അവസ്ഥയെന്ന് സങ്കടപ്പെട്ട് വന്ന കാര്യം നടക്കാതെ അവൾ തിരിച്ചു പോന്നു. ആ സമയത്താണ് അവിടെ ടിവിയിൽ സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാം കാണുന്നത്. അത് ലൈവാണ്. ഒരു പ്രോഗ്രാമിന് വേണ്ടി 2 സെലിബ്രിറ്റീസ് വന്നിറങ്ങുന്നു. അതിലൊന്ന് നമ്മളിപ്പോൾ കണ്ട ലൂ ആണ്. രണ്ടാമത്തേത് മെങ് എന്ന മറ്റൊരു സെലിബ്രിറ്റി. ഈ മെങ്ങിന്റെ പോസ്റ്ററാണ് മുന്നേ കൈയുടെ മുഖത്ത് വന്ന് വീണതും. എന്തായാലും ഇവര് രണ്ടുപേരെയും കണ്ടപാടെ റിപ്പോർട്ടേഴ്സ് അവരെ പൊതിയുന്നു. മെങ്ങിനോട് മെങ്ങിന്റെ ഗ്യാങ്ങിലെ ടങ്ങിനെ പറ്റിയാണ് അവരെല്ലാം ചോദിക്കുന്നത്. ടങ്ങിനെ പറ്റി ഇപ്പോൾ യാതൊരു വിവരവും ഇല്ലല്ലോ, അതുകൊണ്ട് തന്നെ ടങ്ങിന് തിരിച്ചു വരാൻ സാധ്യതയില്ല എന്നാണോ അതിന്റെ അർത്ഥം? ടങ്ങിനെ മെങ് റീപ്ലേസ് ചെയ്യുമോ എന്നെല്ലാം അവര് ചോദിക്കുമ്പോൾ അതിന് ഇവർ ഉത്തരം കൊടുക്കാതെ അകത്തേക്ക് കയറി പോകുന്നു. ഇത് കാണുന്ന ടങ് എന്റെ അവസ്ഥയെല്ലാം അറിഞ്ഞിട്ടും ഇവൾ എന്നെ പറ്റി ഒരു വാക്ക് അവരോട് പറഞ്ഞില്ലല്ലോ എന്ന് വല്ലാതെ സങ്കടപ്പെടുകയാണ്. ഈ സമയത്താണ് എന്താണ് ടങ്ങിന് പറ്റിയത്, അവൾ എന്തുകൊണ്ടാണ് ഒരു ഐഡലിൽ നിന്ന് ഡെലിവറി ഗേളായി മാറിയത് എന്ന ആ ഒരു ഫ്ലാഷ് ബാക്ക് ആണ് നമ്മളിപ്പോൾ കാണുന്നത്. വളരെ പോപ്പുലർ ആയ ഒരു കെ പോപ്പ് ഗ്രൂപ്പായിരുന്നു ടങ് അടങ്ങുന്ന ഈ 3 ഗേൾസിന്റേത്. അതിന്റെ ലീഡർ ടങ് ആയിരുന്നു. പ്രശസ്തിയുടെ കൊടുമുടിയിൽ നിൽക്കുന്ന സമയത്താണ് അവൾക്കെതിരെ ഒരു റൂമർ എത്തുന്നത്. മുന്നേ നമ്മൾ കണ്ടില്ലല്ലോ, അയാളുടെ കൂടെ ഇവൾ ഡ്രിങ്ക്സ് അടിച്ച് വളരെ ക്ലോസ് ആയിട്ടുള്ളത് പോലെ ചില ചിത്രങ്ങളൊക്കെ പ്രചരിക്കുന്നു. അതിലുള്ളത് ടങ് ആയിരുന്നില്ല. പക്ഷെ ആ പെൺകുട്ടി ഇവളാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇവൾക്ക് നേരെ വിരൽ ചൂണ്ടുന്നു. എന്നാൽ സത്യമറിയാവുന്ന ലൂ പോലും അത് അവളല്ല എന്നൊരു വാക്ക് അവൾക്ക് വേണ്ടി പറയാഞ്ഞതുകൊണ്ട് തന്നെ ആകെ ഡിപ്രഷനിലാവുന്ന അവൾ താൻ ഇതുപോലെ ഒരുത്തന്റെയും കൂടെ പോയിട്ടില്ല, എന്നിട്ട് തന്നെ പറ്റി എന്തിനാളുകൾ ഇങ്ങനെ റൂമർ കെട്ടി പൊക്കുന്നു എന്ന ആ ഒരു അസ്വസ്ഥതയില് സങ്കടം മറക്കാനായിട്ട് ഫുഡ് കഴിക്കാനായി തുടങ്ങുന്നു. സങ്കടങ്ങൾ വരുമ്പോ പല രീതിയിലല്ലേ റിയാക്ട് ചെയ്യുക. ഇവള് ഫുഡ് കൂടുതൽ കഴിച്ചാണ് അതിനോട് പ്രതികരിച്ചിരുന്നത്. അങ്ങനെ ജങ്ക് ഫുഡ് കൂടുതൽ കഴിച്ച് ആളാകെപ്പാടെ ശരീരഭാരം കൂടി മറ്റൊരു രൂപത്തിലേക്ക് മാറി. അറിയാലോ, കെ പോപ്പ് താരങ്ങൾക്ക് അവരുടെ ബോഡി സ്ട്രക്ചർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. വെയിറ്റ് ഒക്കെ എപ്പോഴും അവരുടെ ഏജൻസി ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അങ്ങനെ ശരീരഭാരം കൂടിയ ശേഷം ഒരു കെ പോപ്പ് താരമായി തുടരാൻ സാധിക്കാതെയാണ് ആ ഒരു മേഖല ഉപേക്ഷിച്ച് ഇപ്പോൾ ഇതുപോലെ ഡെലിവറി ജോലിക്ക് അവൾക്ക് വരേണ്ടി വന്നത്. അവളല്ല ആ വീഡിയോയിൽ ഉണ്ടായിരുന്നത് എന്ന കാര്യം മെങ്ങിനും ലൂവിനും ഒക്കെ അറിയാം. എന്നിട്ടും ആ റിപ്പോർട്ടേഴ്സ് എന്നെ പറ്റി വന്ന റൂമറിനെ പറ്റി അവരോട് ചോദിച്ചിട്ടും അവരൊരു വാക്ക് പറഞ്ഞില്ലല്ലോ എന്നാണ് ഇവളിപ്പോ സങ്കടപ്പെടുന്നത്. അങ്ങനെ അത് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പുതിയൊരു ഓർഡർ ഡെലിവറി ചെയ്യാനായി വരുന്നത്. ഇത് ആലോചിച്ച് നിന്നാൽ തന്റെ വിശപ്പ് മാറില്ലല്ലോ, അതിന് ഈ പണി എടുക്കണ്ടേന്ന് ആലോചിച്ച് അവള് അതിനു വേണ്ടി പോകുന്നു. അങ്ങനെ ഫുഡുമായി അവൾ എത്തുന്നത് കൈയുടെ വീട്ടിലാണ്. കോളിംഗ് ബെൽ അടിച്ചിട്ടും ഡോറിൽ തട്ടിയിട്ടും ഒന്നും ആരും ഡോർ തുറക്കുന്നില്ല. ഫോൺ വിളിക്കുമ്പോൾ അകത്ത് നിന്ന് ഫോൺ റിംഗ് അടിക്കുന്നതിൽ നിന്ന് തന്നെ അകത്ത് ആളുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുന്നു. അവള് പതിയെ ഡോറ് തുറന്ന് ഫുഡ് അകത്ത് വെക്കാനായി അകത്തേക്ക് വരുന്ന ഈ
സമയം ഇതൊന്നും അറിയാതെ അകത്തു നിന്ന് കൈ കുളിക്കായിരുന്നു. ഇവളാകട്ടെ ഫുഡ് അവിടെ വെക്കാനായി ഒരുങ്ങുമ്പോഴേക്കും അത് കയ്യിൽ നിന്ന് താഴെ വീണ് ആകെ കുളമാവുന്നു. പതി അത് ഓരോന്നായി പിറക്കി വെച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അറിയാതെ ലാസ്റ്റ് പീസ് വെക്കുന്ന സമയം അത് കഴിക്കാനായി ഇവൾക്ക് വലിയ ടെംപ്റ്റേഷൻ. ഒരു ഭാഗത്ത് കഴിക്കാന്ന് മനസ്സ് പറയുന്നു, മറ്റൊരു ഭാഗത്ത് വേണ്ട വേണ്ട കസ്റ്റമർ ഓർഡർ ചെയ്തത് കഴിക്കരുതെന്ന് പറയുന്നു. എന്തായാലും ഒരേ ഒരു പീസല്ലേ കഴിച്ചേക്കാന്ന് കരുതി അതങ്ങനെ കഴിക്കാനായി ഇവള് തുടങ്ങുന്നു. പക്ഷെ മൊത്തവും കഴിച്ചു തീർക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. കഴിച്ചു കഴിയുമ്പോഴാണ് അയ്യോ കഴിച്ചു പോയല്ലോ, തെറ്റായി പോയല്ലോ, ഇനിയിപ്പോ എന്ത് ചെയ്യുമെന്ന് തോന്നുന്നത്. എന്തായാലും സാർ ഞാനിത് അറിയാതെ കഴിച്ചുപോയി, ഞാൻ ഇതിന്റെ കാശ് പേ ചെയ്തേക്കാം, സാറിന് പുതിയത് വേറെ കൊണ്ടുതരാന്നൊക്കെ ഒരു നോട്ട് എഴുതി അവിടെ നിന്ന് അവൾ എസ്കേപ്പ് ആകാനായി ശ്രമിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് അവിടേക്ക് കൈയെത്തുന്നു. അവനെ തട്ടുമ്പോഴാണ് അവൻ വന്ന കാര്യം ഇവൾ കാണുന്നത്. ഇവൾക്ക് പരിചയമില്ല, അതുകൊണ്ട് തന്നെ ആകെ പേടിക്കുന്നു. ഞാൻ അറിയാതെ സാറിനുള്ള ഫുഡ് കഴിച്ചു പോയെന്ന് അവള് പറയുമ്പോഴേക്കും അവളെ ഇവിടെ നിന്ന് വിടാതെ അതിനുള്ള ശിക്ഷയായിട്ട് ഇവിടെ വെച്ച് തന്നെ തനിക്ക് ഫുഡ് കുക്ക് ചെയ്ത് തരണമെന്ന് പറഞ്ഞ് ഒരു ലിസ്റ്റ് തന്നെ അവളുടെ മുന്നിൽ നിരത്തുന്നു. അവള് വേറെ വഴിയില്ല, കാരണം ഇങ്ങനെ ഫുഡ് കൊണ്ടുവന്ന് അത് കഴിച്ചെന്ന് ഇവളെ ജോലിക്ക് വിട്ടിരിക്കുന്ന ആളുകൾ അറിഞ്ഞാല് ഇവളുടെ ജോലി തന്നെ പോകും. ഈ ഒരു അവസ്ഥയിൽ ജോലി ഇല്ലാതെയും പറ്റില്ല. അതുകൊണ്ട് അവൻ പറയുന്ന ഫുഡ് അവള് കുക്ക് ചെയ്ത് കൊടുക്കുന്നു. ആ ഫുഡ് കഴിക്കുമ്പോൾ കിടുക്കാച്ചി ടേസ്റ്റ്. അവൻ ഇത്രയും പ്രതീക്ഷിച്ചിരുന്നില്ല. ഇവളാകട്ടെ കുക്ക് ചെയ്തത് കൊണ്ട് തന്നെ അവിടെയൊക്കെ കുറച്ച് മെസ്സായിട്ടുണ്ടായിരുന്നു. അതൊക്കെ ക്ലീനും ചെയ്യുന്നു. ഇതൊക്കെ കാണുന്ന ഇവന് ഇവളുടെ കുക്കിങ്ങും കൊള്ളാം, ഇവിടുത്തെ ക്ലീനിങ് ജോലിയും കൊള്ളാം, ഇവളെ ഇവിടെ ജോലിക്കാരിയായിട്ട് കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു എന്ന് തോന്നുവാണ്. കാരണം ഇവൻ ഇവിടെ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. ഇതുവരെ മനസ്സിന് ഇഷ്ടപ്പെട്ട പോലെ നല്ലൊരു സ്റ്റാഫിനെ കിട്ടിയിട്ടുമില്ല. അതുകൊണ്ട് ഇവളുടെ ഫുഡ് വളരെയധികം ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഇവളിവിടെ നിർത്തിയാലോ എന്ന് അവൻ ആലോചിച്ച് നിൽക്കാണ്. ആ സമയത്താണ് ഇവളുടെ സാലറി എത്രയായിരിക്കും എന്ന് അവന് ചോദിക്കാൻ തോന്നുന്നത്. അവള് $5 ഒരു ദിവസം കിട്ടുന്നതെന്ന് പറയുമ്പോഴാണ് അത്രയുള്ളോ, നീ ഇവിടെ ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ ഞാൻ നിനക്ക് $50 വെച്ച് ഒരു ദിവസം തരാമെന്ന് പറയുന്നു. അതായത് നീ 10 ദിവസം ഈ പണി ചെയ്തുണ്ടാക്കുന്ന കാശ് ഇവിടത്തെ ഒറ്റ ദിവസത്തെ ജോലിക്ക് നിനക്ക് ഞാൻ തരുമെന്ന് അവൻ പറയുമ്പോ അത് കേൾക്കേണ്ട താമസം അവൾ അവനോട് ജോലിക്ക് തയ്യാറാണെന്ന് അറിയിക്കുന്നു. അങ്ങനെ ഇപ്പൊ തന്നെ ജോലി തുടങ്ങിക്കുമെന്ന് പറഞ്ഞ് അവള് കുറച്ച് തുണി അലക്കാനും തേക്കാനും ഒക്കെ ഏൽപ്പിച്ച് അവൻ മാറിയിരുന്ന ഒരു പോസ്റ്റർ എടുക്കുന്നു. ഈ പോസ്റ്ററാണ് രാവിലെ അവന്റെ മുഖത്തേക്ക് വന്ന് വീണത്. ആ പോസ്റ്ററിൽ തങ്ങും മെങ്ങും പിന്നെ അവരുടെ ഗ്യാങ്ങിലെ മറ്റൊരു പെൺകുട്ടിയുമാണുള്ളത്. അതിൽ മെങ്ങിനെ ഇവന് ഒരുപാട് ഇഷ്ടമാണെന്നും തോന്നുന്നു. അവളുടെ പിക്ചർ മാത്രമായിട്ട് കട്ട് ചെയ്യുന്നു. പക്ഷെ ആ പേപ്പർ കുറച്ച് ചുളുങ്ങിയിരിക്കുന്നുണ്ടായിരുന്നു. മുന്നേ ഇവള് തുണി കഴുകാനും തേക്കാനും ഒക്കെ എടുത്തപ്പോ അതില് ഇവൻ ഇട്ടിരുന്ന പാന്റിന്റെ പോക്കറ്റ് ഈ പോസ്റ്റർ കിടപ്പുണ്ടായിരുന്നു. അപ്പൊ എന്തോ ഇവള് പിടിച്ച് ചുളുങ്ങിയതാണെന്നുള്ള ദേഷ്യത്തില് അവൻ അവളെ തുറച്ചു നോക്കുന്നു. അവൾ ആ സമയം അതൊന്നും കാണാതെ തുണി തേച്ചുകൊണ്ടിരിക്കുകയാണ്. അവൾ അത് അവിടെ വെച്ചിട്ട് ഒരു ആവശ്യത്തിന് അകത്തേക്ക് പോകുന്ന ഗ്യാപ്പില് ഇവൻ അവിടെ എത്തി തേപ്പൊട്ടി കൊണ്ട് ചുളുങ്ങിയ മെങ്ങിന്റെ പോസ്റ്റർ തേച്ച് നിവർത്താനായി നോക്കുമ്പോൾ അത് മൊത്തത്തിൽ കരിഞ്ഞു പോകുന്നു. അവന് വല്ലാത്ത സങ്കടം വരുന്നു. അത് കാണുന്ന തങ്ങ് മെങ്ങിന്റെ വലിയ ഫാനാണോ നിങ്ങളെന്ന് ചോദിക്കുമ്പോ അത് ഞാൻ നിന്നോട് പറയേണ്ട ആവശ്യം എന്താണെന്ന് കൈ അവളോട് ദേഷ്യപ്പെടുന്നു. ഈ കരച്ചില് കണ്ടപ്പോ ചോദിച്ചെന്നേ ഉള്ളൂന്നും പറഞ്ഞ് അവൾ അകത്തേക്ക് ജോലി ചെയ്യാനായി പോകുന്നു. അങ്ങനെ അവൾ ഒരു റൂമിലേക്ക് ക്ലീനിങ്ങിന് വന്ന് കയറുമ്പോ ആകെ അന്തം വിട്ടു പോവാണ്. കാരണം അവിടെ മെങ്ങിന്റെ ഒരുപാട് ഫോട്ടോസ്, കട്ടൗട്ട്, അങ്ങനെ പല കാര്യങ്ങൾ അവൻ ശേഖരിച്ചു വെച്ചിട്ടുണ്ട്. അവളുടെ കട്ട ഫാൻ അയാളെന്ന് തോന്നല്ലോ എന്ന് ചിന്തിച്ച് അവൾ അവിടെ നിൽക്കുമ്പോഴാണ് അവിടെ മൂലയിൽ ഇവളുടെ ഫോട്ടോസും വെച്ചിരിക്കുന്നത് കാണുന്നത്. പക്ഷെ അത് മെങ്ങിന്റെ ഫോട്ടോസ് വെച്ചതുപോലെ ആയിരുന്നില്ല, മറിച്ച് ഒരു ടാർഗറ്റ് പോലെ ആകെപ്പാടെ കുത്തി നശിപ്പിച്ച് കൊളവാക്കി വെച്ചിരിക്കുകയാണ്. ഇവനെന്താ എന്റെ ഫോട്ടോ എടുത്ത് ഇങ്ങനെ ചെയ്തേക്കുന്നത്? എന്നോട് ഇവൻ അത്രയും കലിപ്പുണ്ടോ എന്ന് അവള് ചിന്തിച്ച് നിൽക്കുമ്പോ റൂമിലേക്ക് എത്തുന്ന കൈ അവളോട് നീ എന്തിനാ ഈ റൂമിൽ കയറിയത്, ഇത് നിനക്ക് കയറാനുള്ള റൂമല്ല എന്ന് പറഞ്ഞ് അവളോട് ദേഷ്യപ്പെടുന്നു. തന്റെ ഫോട്ടോയിൽ തന്നെ ഇങ്ങനെ കാണിച്ചു വെച്ചിരിക്കുന്ന ഇവൻ തന്നെ നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ എന്തായിരിക്കും ചെയ്യാ? താൻ എന്തായാലും ഐഡൽ ആണെന്ന് അവന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു. മനസ്സിലാകുന്നതിന് മുന്നേ ഇവിടെ നിന്ന് ജീവനം കൊണ്ട് ഓടാന്ന് കരുതി അവൾ വേഗം തന്നെ അവനോട് ഒരു വാക്ക് പോലും പറയാതെ അവിടെ നിന്ന് ഓടാനായി തുടങ്ങുന്നു. അത് മനസ്സിലാക്കുന്ന അവൻ നിനക്ക് ഞാൻ കാശ് തന്നില്ലല്ലോ ജോലി ചെയ്തതിന്, പിന്നെ ഇത് എവിടെ പോവാണെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളുടെ ജോലിയും വേണ്ട കാശും വേണ്ട ഒന്നും വേണ്ട എന്ന് പറഞ്ഞ് അവള് വെളിയിലേക്ക് ഓടാൻ നോക്കുന്നു. ഓടുന്നുണ്ടെങ്കിലും അതിന്റെ ഇടയിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഫ്ലവർ വേസ് അവളുടെ കൈ തട്ടി താഴെ വീണ് ചിന്നി ചെതർന്നു. പെട്ടെന്ന് ആ ഒരു ഷോക്കില് അവൾ അവിടെ സ്റ്റക്കായി നിൽക്കാണ്. ആഹാരം എടുത്ത് തിന്ന് ഒരു വിഷയം ഉണ്ടായതേ ഉള്ളൂ. അതിന്റെ ഇടയിൽ ഇവിടുത്തെ ഒരു സാധനം കൂടി നശിപ്പിച്ചിരിക്കുന്നു. ഇനി എങ്ങനെ ഇവിടെ നിന്ന് എസ്കേപ്പ് ആകുമെന്ന പേടിയാണ് അവൾക്ക് ആ സമയത്ത് ഉണ്ടായിരുന്നത്. ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് എത്തുന്ന കൈ അവളോട് ഇതിന്റെ കാശിനിപ്പോ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോ അത് പിന്നെ ഞാൻ എങ്ങനെയും തന്നു തീർക്കാന്ന് അവള് പറയുന്നു. നീ സ്വപ്നത്തിൽ പോലും ആ കാര്യം വിചാരിക്കണ്ട, ഇത് വളരെ എക്സ്പെൻസീവാ. നീ തലകുത്തി മറിഞ്ഞ ഈ അടുത്ത കാലത്തൊന്നും നിനക്ക് ഇത് തന്നു തീർക്കാൻ കഴിയില്ലെന്ന് അവൻ പറയുമ്പോ അവൾക്കും അത് മനസ്സിലാകുന്നുണ്ട്. അങ്ങനെ മറ്റു വഴിയില്ലാതെ അവൾക്ക് അവിടെ ജോലിക്ക് നിൽക്കാൻ സമ്മതിക്കേണ്ടി വരുന്നു. ഇത്തവണ മുന്നേ പറഞ്ഞതുപോലെയല്ല, കുറച്ചുകൂടെ സാലറി അവൻ ഓഫർ ചെയ്യുന്നുണ്ട്. കൂടാതെ ഒരു ജോബ് കോൺട്രാക്റ്റും കുറച്ച് കണ്ടീഷൻസും ഇടുന്നു. കണ്ടീഷൻ
കണ്ടീഷൻ എന്താണെന്ന് വെച്ചാൽ ഈ വീട്ടിൽ തന്നെ വേണം ഇവള് സ്റ്റേ ചെയ്യാൻ. ഇവൻ എപ്പോഴൊക്കെ ജോലിക്ക് വിളിക്കുന്നോ അപ്പോ ഒരു മടിയും അലസതയില്ലാതെ വന്ന സ്പീഡിൽ ജോലി ചെയ്തു കൊടുക്കണം. നല്ല ടേസ്റ്റ് ആയിട്ട് ഫുഡ് ആവശ്യപ്പെടുമ്പോ പറയുന്നതൊക്കെ ഉണ്ടാക്കി കൊടുക്കണം. ഇവൻ ഒട്ടും ഇഷ്ടമില്ലാത്ത ഒരു K-pop ഐഡലുണ്ട്. അവളുടെ ഫോട്ടോയിലേക്ക് ഇവൻ ആവശ്യപ്പെടുമ്പോഴെല്ലാം ആരോ വിട്ട് കളിക്കണം. ഇവൻ ഉറങ്ങാതെ ഉറങ്ങാൻ പാടില്ല. ഏത് സമയം ആക്റ്റീവായി ഇവൻ പറയുന്ന ജോലികൾ ചെയ്തുകൊണ്ടിരിക്കണം എന്നിങ്ങനെ കുറെ കണ്ടീഷൻസ് വെക്കുന്നു. ഇപ്പൊ അതിനൊക്കെ സമ്മതിക്കാതെ അവൾക്ക് മറ്റു വഴികളില്ല. അവള് സമ്മതം അറിയിച്ച് അവൻ നൽകുന്ന കോൺട്രാക്റ്റില് ഒപ്പിടാനായി ഒരുങ്ങുമ്പോ തന്റെ ശരിക്കുള്ള പേരും ശരിക്കുള്ള ഒപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവൻ കണ്ടെത്തിയാലോ, ഒന്നാമത് ഇവൻ തന്റെ ആന്റി ഫാൻ ആണല്ലോ എന്ന കാര്യം ആലോചിക്കുന്ന അവൾ അവളുടെ യഥാർത്ഥ പേരിൽ ഒപ്പിടാതെ ടങ്സു എന്ന അവളുടെ യഥാർത്ഥ പേരിന്റെ ലാസ്റ്റത്തെ ആ ഒരു പാർട്ട് മാത്രം എടുത്ത് അവൾ സു എന്നാണ് തന്റെ പേരെന്ന് അവനോട് പറയുന്നു. അവന് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നും എന്തായാലും അപ്പോൾ തോന്നിയിട്ടില്ല. അതിനുശേഷം കോൺട്രാക്റ്റിൽ അവനും ഒപ്പിടണ്ടേ. അവന്റെ ഒപ്പും പേരും കാണുമ്പോഴാണ് ഇവൾക്ക് ഇവൻ ടൈം എന്റർടൈൻമെന്റിന്റെ CEO ആയ മിസ്റ്റർ കിം ആണെന്ന കാര്യം മനസ്സിലാവുന്നത്. അത്രയും നേരം ഇവന്റെ വീടും ചുറ്റുപാടും ഒക്കെ കണ്ടപ്പോൾ ഇവനേതോ വലിയ പുള്ളിയാണെന്ന് തോന്നിയെങ്കിലും ടൈം എന്റർടൈൻമെന്റ് എന്ന ആ വലിയ മീഡിയ കമ്പനിയുടെ CEO ആണ് ഇവനെന്ന് അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ അവിടെ അവൻ പറയുന്ന ജോലികളെല്ലാം ചെയ്തു കൊടുത്ത് ഉള്ള സമയത്താണ് ടിവിയിലെ മെങ്ങിന്റെ ഇന്റർവ്യൂ വരുന്നത്. പെട്ടെന്ന് ഇവൻ വലിയ ആകാംക്ഷയില് അത് ചെന്ന് നോക്കുന്നു. അപ്പോഴേക്കും അവളുടെ കൂടെ ലൂവും കൂടി ഉണ്ടെന്ന് കാണുമ്പോ അവന്റെ മൂഡ് ആകെ പോകുന്നു. ഇത് കാണുന്ന തങ്ങും വളരെ അപ്സെറ്റ് ആവുകയാണ്. ഇവര് രണ്ടുപേരും കൂടി ഒന്നിച്ചുള്ളത് കണ്ട് ഇവിടെ ഇവർക്ക് നെഞ്ചു പൊട്ടുന്നത്. എന്തായാലും അത് അധികം നേരം കണ്ടിരിക്കാൻ താല്പര്യമില്ലാതെ വേഗം തന്നെ റിമോട്ട് എടുത്ത് തങ്ങ് TV ഓഫ് ചെയ്യുമ്പോ എന്തിനാ TV ഓഫ് ചെയ്ത്, അവരെന്തോ പറയുന്ന ചെയ്യുന്നതെന്നൊക്കെ എനിക്ക് കാണണ്ടേ എന്ന് പറഞ്ഞ് അവൻ റിമോട്ട് എടുത്ത് TV ഓൺ ആക്കാനായി നോക്കുന്നു. അങ്ങനെ റിമോട്ടിന്റെ പേരിൽ രണ്ടുപേരും കൂടി പിടി വല്ല് നടത്താണ്. ഇവക്ക് ഇത് എന്തിന്റെ കേടാന്ന് ആ സമയത്തെല്ലാം കൈ മനസ്സിൽ ആലോചിക്കുന്നുണ്ട്. എന്തായാലും ഒട്ടും വിട്ടുകൊടുക്കാതെ റിമോട്ടിന് വേണ്ടി നടക്കുന്ന പിടിവലിയില് രണ്ടുപേരും കൂടി മറിഞ്ഞടിച്ച് വീഴുന്നു. കൈയുടെ മുകളിലേക്കാണ് തങ്ങ് ചെന്ന് വീഴുന്നത്. അവൾ അയ്യോ സാറേ സോറി അറിയാതെ വീണതെന്നും ക്ഷമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് എഴുന്നേറ്റ് പോകാവോ, ഞാൻ ഇപ്പൊ ശ്വാസം മുട്ടിച്ചാവെന്നും പറഞ്ഞ് അവൻ ഒച്ച വെക്കുമ്പോ അപ്പോഴാണ് അവൾ തന്റെ വെയിറ്റ് അല്ല ഇവൻ സഹിക്കുകയാണല്ലോ എന്ന കാര്യം ആലോചിക്കുന്നത്. പെട്ടെന്ന് അവൾ എഴുന്നേക്കാനായി തുടങ്ങുമ്പോ അവൻ അതിന് സമ്മതിക്കാതെ അവളുടെ മുഖം ക്ലോസപ്പിൽ പിടിച്ചു നോക്കുന്നു. ഈ മോന്ത ഞാൻ എവിടെയോ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് അവൻ എന്തോ ഒന്ന് സ്ട്രൈക്ക് ആവുന്നുണ്ട്. പക്ഷെ നമ്മൾ ആദ്യമായിട്ട് കഴിഞ്ഞ ദിവസമല്ലേ കണ്ടതെന്നും പറഞ്ഞ് അവള് പെട്ടെന്ന് വിഷയം മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. ഒരു കാരണവശാൽ ഇവൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന ആ ഐഡൽ താനാണെന്ന് ഇവൻ അറിയരുതെന്നാണ് അവൾ ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇവൻ ഇത്രയേറെ വെറുപ്പ് ഇവളോടെന്ന് അവൾക്ക് അപ്പോഴും അറിയില്ല. എന്തായാലും അവള് വന്ന് വീണ് ഇവന്റെ നടു ശരിക്കും പോയിട്ടുണ്ടായിരുന്നു. അവൻ വേദന എടുത്ത് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയിലാകുമ്പോ ഇവളാണ് താങ്ങി പിടിച്ച് ഉറങ്ങാനായി കൊണ്ട് കിടത്തുന്നത്. അവൻ ഉറങ്ങാതെ ഇവൾ ഉറങ്ങാൻ പാടില്ല എന്ന കണ്ടീഷൻ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ഉറക്കം വന്നിട്ട് പോലും അവൻ ഉറങ്ങാനായി അവള് വെയിറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങനെ അവൾ ഇടയ്ക്ക് അറിയാതെ ഉറങ്ങി പോകുന്നുണ്ട്. അതിന്റെ ഇടയിൽ ഉണരുമ്പോ ഇവൻ നല്ല ഉറക്കമുള്ളത് കണ്ട് എഴുന്നേറ്റ് പോകാനായി തുടങ്ങുമ്പോ അവൻ ഇവളെ ചബ്ബി ഗേൾ എന്നാണ് പൊതുവെ വിളിക്കാറുള്ളത്. ആ പേരിങ്ങനെ ഉറക്കപ്പിച്ചല് പറയുന്നത് കേട്ട് അവള് പോകാതെ അവിടെ തന്നെ ഇരിക്കുന്നു. അങ്ങനെ രാത്രി മുഴുവൻ ഇവൻ എന്തെങ്കിലും ആവശ്യം വന്നാലോ, വയ്യാതെ കിടന്ന് ഉറങ്ങിയതല്ലേ, അതുകൊണ്ട് ഇവിടെ തന്നെ ഇരുന്നേക്കാന്ന് കരുതി അവിടെ ഇരുന്ന് ഉറങ്ങിയാണ് അവള് നേരം വെളുപ്പിക്കുന്നത്. അടുത്ത ദിവസം രാവിലെ ആദ്യം ഉറക്കം എണ്ണീക്കുന്നത് കൈയാണ്. ഇങ്ങനെ തറയിൽ ഇരുന്ന് ഉറങ്ങുന്ന തങ്ങിനെ കണ്ടപാട് ഇവൾ ഇന്നലെ ഫുൾ അപ്പോ എന്റെ കാര്യം നോക്കി ഇവിടെ ആയിരുന്നു എന്ന് അവൻ ഒരുമാതിരി പാവം പോലെ തോന്നുന്നു. പക്ഷെ അപ്പോഴും അഭിനയം വിടാനായി അവൻ തയ്യാറല്ല. ഇവൾ ഉണരുമ്പോ വീണ്ടും നടുവേദന ഉള്ളതുപോലെ അഭിനയിച്ച് അവളെ കൊണ്ട് തന്റെ എല്ലാ ജോലികളും അവൻ ചെയ്യിച്ചുകൊണ്ടേയിരിക്കുന്നു. കൂടാതെ ഇന്ന് ഓഫീസിലേക്കും അവൻ പോകാൻ താല്പര്യപ്പെട്ടതേയില്ല. അതിന്റെ കാരണം പിന്നീട് അസിസ്റ്റന്റ് വിളിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. മറ്റൊന്നുമല്ല, കൈയുടെ അമ്മ അവന് വേണ്ടി ഒരു ഡേറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന് പോകാതെ മുങ്ങാനായിട്ട് നടുവേദനയാണെന്ന് വരുത്തി തീർക്കാനായിട്ടാണ് അവൻ ഇപ്പോ ഇത്രയും കിണഞ്ഞ് പരിശ്രമിക്കുന്നത്. പക്ഷെ അതറിയാതെ ഇവന് ശരിക്കും നടുവേദനയാണെന്ന് കരുതി നടുവിന് മരുന്നൊക്കെ തേച്ച് ആദ്യം തങ്ങ് കൊടുക്കുന്നുണ്ടെങ്കിലും പിന്നീട് ഇവന്റെ ഉടായ്പ ഇതെന്ന് അവൾക്ക് മനസ്സിലാവുന്നു. അവൾ അതിനെപ്പറ്റി ചോദിക്കുമ്പോ ഡേറ്റിന് പോകുന്നത് ഒഴിവാക്കാനായിട്ട് ഞാനൊരു ഐഡിയ ഉപയോഗിച്ചതാണെന്ന് അവൻ തുറന്ന് സമ്മതിക്കുന്നു. എന്താ ഡേറ്റിന് പോയാൽ ഒരു കുഴപ്പം, നിങ്ങൾക്ക് കല്യാണം പ്രായമൊക്കെ ആയില്ലേന്ന് അവള് ചോദിക്കുമ്പോ എനിക്ക് താല്പര്യമില്ല, ഇതെന്റെ അമ്മ ബിസിനസിന് ഗുണം ചെയ്യുമെന്നും പറഞ്ഞ് എന്നെ കെട്ടിക്കാൻ നോക്കുന്നതാ, എനിക്ക് അതിനോട് താല്പര്യമില്ലെന്ന് പറയുമ്പോ അപ്പൊ നിങ്ങൾക്ക് താല്പര്യം ആ മെങ്ങിനോടാണോ എന്ന് വീട് മുഴുവൻ അവളുടെ പോസ്റ്റർ ഒട്ടിച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് തങ്ങ് ചോദിക്കുമ്പോ അത് എന്ന രീതിയിൽ അവൻ നേരിട്ട് മറുപടി പറയാതെ ഒരു ചിരി അങ്ങ് പാസ്സാക്കുന്നു. എന്തായാലും ഡേറ്റിനെ പോവാതിരിക്കാൻ നിർവാഹമില്ല, പോയേ പറ്റൂ, നീയും എന്റെ കൂടെ ഒന്ന് വാ. എങ്ങനെയെങ്കിലും ഇപ്പൊ ഞാൻ കാണാൻ പോകുന്ന പെണ്ണ് എന്റെ തലയിലാവുന്നതിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടാല് നിന്റെ സഹായം കൂടി അതിലുണ്ടെങ്കിൽ നിനക്ക് ഞാൻ പ്രൊമോഷൻ തരുന്നതായിരിക്കും. ഇപ്പോഴത്തെ ഇവിടുത്തെ മെയ്ഡ് പദവിയിൽ നിന്ന് എന്റെ പേഴ്സണൽ സ്റ്റാഫ് ആകാൻ നിനക്ക് ഞാൻ അവസരം തരാമെന്ന് പറഞ്ഞ് അവളെ കൊണ്ടാണ് ആ പെൺകുട്ടിയെ കാണാനായി പോകുന്നത്. അവിടെ എത്തുമ്പോഴാണ് തങ്ങ് ആകെ ഷോക്കാവുന്നത്. കാരണം ഇവനിപ്പോൾ ഡേറ്റ് ചെയ്യാനായി വന്നിരിക്കുന്ന പെൺകുട്ടി മറ്റാരുമല്ല, ഇവളുടെ ഗേൾ ബാൻഡിലെ മെങ്ങല്ലാത്ത മൂന്നാമതൊരു പെൺകുട്ടിയില്ലേ, അവളായിരുന്നു. അവളുടെ പേര് യു എന്നാണ്. ഇവളെങ്ങാനും തന്നെ കണ്ട അവൾക്ക് എളുപ്പം തന്നെ തിരിച്ചറിയാനായി സാധിക്കും. അതോടെ താനൊരു ഐഡലാണെന്ന് ആരും അറിയാതെ ഇത്രയും വർഷം തന്നെ രഹസ്യം കൊണ്ടു നടന്നതും വെറുതെ ആകും. കൂടാതെ കൈയും തന്നെ റെഡിയാക്കുമെന്ന ആകെപ്പാടെ തങ്ങ് പേടിച്ചിരിക്കുന്ന അതേസമയം അവിടെ ഇരിക്കുന്ന അവളെ
യു ശ്രദ്ധിക്കുന്നു. ആരാ ഇതെന്ന് യു കൈയോട് ചോദിക്കുമ്പോൾ ഇതിന്റെ സ്റ്റാഫാ, വീട്ടിലെ മെയ്ഡാണെന്ന് അവൻ മറുപടി പറയുന്നു. ഞാൻ എന്തെങ്കിലും ആവശ്യം പെട്ടെന്ന് വന്നാലോ എന്നോർത്ത് പണിയെടുപ്പിക്കാനായിട്ട് കൂടെ കൊണ്ട് നടക്കുന്നതാണെന്ന് അവൻ പറയുമ്പോ, പക്ഷെ ഈ പെൺകുട്ടിയെ കണ്ടിട്ട് എനിക്ക് എന്റെ ഫ്രണ്ടായ തങ്ങനെ പോലെ തോന്നുന്നുണ്ടല്ലോ എന്ന് യു പറഞ്ഞു തീരുമ്പോഴേക്കും എന്റെ ഭഗവാനെ, ഇവൾ എന്നെ കണ്ടുപിടിച്ചോ എന്ന വല്ലാത്ത ഒരു പേടിയിലേക്ക് തങ്ങ് പോകുന്നു. തങ്ങ് പേടിച്ചതുപോലെ തന്നെ അവളുടെ ഐഡന്റിറ്റി കൈയുടെ മുന്നിൽ റിവീൽ ആകുമോ? യു ഇവളെ കണ്ടുപിടിക്കുമോ? എന്തുകൊണ്ടാണ് കൈക്ക് തങ്ങിനോട് ഇത്ര കലിപ്പ്? ഇനി അഥവാ ഇവളാണതെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ എന്തായിരിക്കും ഇവന്റെ റെസ്പോൺസ്? പഴയതെന്റെ ആ ഒരു ഐഡൽ ലൈഫിലേക്ക് തങ്ങിന് മടങ്ങി വരാൻ സാധിക്കുമോ? ആരാണ് ആ ഫോട്ടോയിൽ ലൂവിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി? കൈയുടെ കൂടെ അയാളുടെ ഓഫീസിലേക്ക് തങ് എത്തുന്ന സമയം അവിടെ അവളുടെ കൂടെ K-pop ബാൻഡിൽ മെമ്പറായിരുന്ന യു എന്ന പെൺകുട്ടിയെ കാണുന്നു. യുവിന് തങ്ങനെ കണ്ടപാടെ ഒരു പരിചയം തോന്നുന്നുണ്ട്. എന്റെ കൂട്ടുകാരിയുടെ അതേ മുഖച്ഛായ ആണല്ലോ എന്നവൾ പറയുമ്പോ കൈക്ക് താൻ ആരാണെന്ന് മനസ്സിലാവാതിരിക്കാനായി തങ് ഒന്ന് പതുങ്ങുന്നു. ആ സമയത്ത് ഇത് തങ് തന്നെയാണെന്ന് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും യു അത് കൈയുടെ മുന്നിൽ വെച്ച് പറയുന്നില്ല. പിന്നീട് കൈ എന്തോ ആവശ്യത്തിന് ഇവരുടെ അടുത്ത് നിന്ന് മാറിക്കഴിയുമ്പോഴാണ് യു അതിനെ പറ്റി തങ്ങിനോട് സംസാരിക്കുന്നത്. നിനക്ക് എന്താ പറ്റിയത്? നീ ഇപ്പോ എന്തൊക്കെയായി ചെയ്യുന്നത്? എന്തെങ്കിലും സഹായം വേണമെങ്കിൽ എന്നോടൊന്ന് പറഞ്ഞൂടെ എന്നെല്ലാം യു പറയുമ്പോ, എനിക്കിപ്പോ നീ ചോദിച്ച ഈ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം പറയാൻ കഴിയില്ല. ഞാനിപ്പോ ജീവിച്ചു പോകാൻ വേണ്ടിയാ ഇങ്ങനെ ഒരു ചെറിയ ജോലി ചെയ്യുന്നത്. നമുക്ക് പിന്നെ വിശദമായി പറയാമെന്നെല്ലാം അവള് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൈ തിരിച്ചെത്തുന്നത്. കൈ വന്ന പാടെ യു കൈയോട്, നിങ്ങളുടെ ഈ ഒരു സ്റ്റാഫിനെ എനിക്ക് തരാവോ? എനിക്കൊരു മെയ്ഡ് ഇല്ലാതെ ഞാൻ അന്വേഷിച്ച് നടക്കുമായിരുന്നു. പുള്ളിക്കാരി എനിക്ക് സെറ്റ് ആവും തോന്നുന്നെല്ലാം, പുള്ളിക്കാരി എനിക്ക് സെറ്റ് ആവും എന്ന് തോന്നുന്നു എന്നെല്ലാം യു പറയുന്നുണ്ടെങ്കിലും കൈ അതിനെ സമ്മതിക്കുന്നില്ല. തങ് ആ സമയം യുവിന്റെ കൂടെ പോവാൻ ഒരു ഇൻട്രസ്റ്റ് കാണിക്കുന്നത് മനസ്സിലാക്കുന്ന കൈ കോൺട്രാക്ടിന്റെ കാര്യം പറഞ്ഞ് അവളെ പേടിപ്പിക്കുന്നു. അങ്ങനെ പിന്നീട് അവിടെ വെച്ച് കൈയുടെ PA കാണുന്ന യുവിന് അവനോട് വല്ലാത്തൊരു ഇഷ്ടം തോന്നുന്നു. അസിസ്റ്റന്റിന്റെ പേര് ചായ് എന്നാണ്. അവൾ ഇവിടേക്ക് വന്നത് കൈയുടെ അമ്മ പറഞ്ഞത് പ്രകാരം കൈയുമായി ഡേറ്റ് ചെയ്യാനായിട്ടാണെങ്കിലും അവിടെ ചായയെ കണ്ടപാടെ അവൾ ആകെ മലക്കം മറിഞ്ഞു. കൈയോട് സംസാരിക്കാൻ ഇരിക്കുമ്പോ പോലും അവിടെ നിൽക്കുന്ന ചായയിലാണ് അവളുടെ ശ്രദ്ധ മുഴുവൻ. അത് കൈയും ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഡേറ്റിംഗ് അധിക നേരം മുന്നോട്ട് കൊണ്ടുപോകാതെ കോൺവെർസേഷൻ അവസാനിപ്പിച്ച് ഇവരങ്ങ് പിരിയുന്നു. അമ്മയുടെ നിർബന്ധത്തിന് മാത്രമാണ് കൈ ഇവിടേക്ക് ഇവളെ കാണാനായി എത്തിയത്. യുവനാകട്ടെ അവൾ കാണാനെത്തിയ കൈയേക്കാളും കൂടുതൽ ഇഷ്ടമായത് അവന്റെ PA ആയ ചായയോടാണ്. അങ്ങനെ അവിടെ നിന്ന് കൈയും ചായയും ഒന്ന് ചെന്തോ സംസാരിച്ചു പോകുന്ന സമയം യുവിന്റെ അടുത്ത് തങ്ങിന്റെ സംസാരിക്കാൻ അവസരം കിട്ടുന്നു. യഥാർത്ഥത്തില് നിനക്കന്ന് എന്താ സംഭവിച്ചത്? ആരാ നിനക്കിട്ട് പണി തന്നത് എന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എന്നിട്ട് നിനക്ക് തിരിച്ചൊരു എൻട്രി നടത്തണ്ടേ എന്നെല്ലാം യു പറയുമ്പോ, വേണ്ട, ഞാനിപ്പോ ഇങ്ങനെ തന്നെ അങ്ങ് ജീവിച്ചോളാം. ഇതാവുമ്പോ എനിക്ക് മനസ്സമാധാനം ഉണ്ട്. മറ്റേതാവുമ്പോ എന്തൊക്കെ ടെൻഷനാണ്. ആളുകൾ എന്നെ പറ്റി ഓരോന്ന് പറയുന്നത്, അതും മനസ്സറിയാത്ത കാര്യം പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കണ്ടേ? വേണ്ട, തൽക്കാലം ഇങ്ങനെ തന്നെ പോകട്ടെ എന്ന് തങ് പറയുന്നു. അങ്ങനെ ഒരു സംസാരിച്ചു നിൽക്കുന്ന സമയത്താണ് കൈക്ക് ഫേസ് ബ്ലൈൻഡ്നെസ് ഉള്ള കാര്യം മുന്നേ അവൻ അമ്മയെ വീഡിയോ കോൾ ചെയ്തപ്പോ തനിക്ക് മനസ്സിലായെന്ന് അവള് പറയുന്നത്. അതായത് കൈക്ക് ആരുടെയും മുഖം അങ്ങനെ പെട്ടെന്ന് തിരിച്ചറിയാനാകില്ല. ഈവൻ അവന്റെ അമ്മയുടെ മുഖം പോലും വീഡിയോ കോൾ ഒക്കെ ചെയ്യുന്ന സമയത്ത് തിരിച്ചറിയാനാകാത്ത ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അവൻ ഒട്ടും ഇഷ്ടപ്പെടാത്ത തങ് തന്റെ അടുത്ത് ജോലിക്കായി വന്നിട്ട് പോലും ഇവൻ അത് തിരിച്ചറിയാത്തത്. അങ്ങനെ അതൊക്കെ സംസാരിച്ചു കഴിഞ്ഞ് ടോയ്ലറ്റിലേക്ക് കയറുന്ന സമയം പുറത്തേക്ക് ഇറങ്ങുന്ന യു അവിടെ ചായയെ കാണുന്നു. അങ്ങനെ അവര് രണ്ടുപേരും ഒന്നും രണ്ടും സംസാരിച്ച് നടന്നു പോയി കഴിയുമ്പോഴാണ് പുറത്തേക്ക് തങ് എത്തുന്നത്. അവൾക്ക് ഓൾറെഡി ഈ ഒരു ബിൽഡിംഗ് ഒക്കെ നന്നായിട്ട് അറിയാം. കാരണം അവൾക്ക് ഓൾറെഡി ഈ ഒരു ബിൽഡിംഗ് അറിയാം. അവൾ മുന്നേ തന്നെ K-pop താരമായിരുന്ന സമയത്ത് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. തങ്ങിന്റെ ബാൻഡും ഒപ്പം മുന്നേ നമ്മൾ കണ്ട ലൂവും ഒക്കെ ഇതുമായി അസോസിയേറ്റ് ചെയ്ത് പ്രവർത്തിച്ചവരാണ്. ഇവൾ അതിലൂടെ നടക്കുന്ന സമയം ഇവിടെ വെച്ച് ലൂവിനെ കണ്ടതൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നു. യഥാർത്ഥത്തിൽ തങ്ങിന് ലൂവിനോട് അന്നേ ഒരു ക്രഷ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ടിവിയിൽ മെങ്ങും ലൂവും ഒന്നിച്ച് ഇന്റർവ്യൂ കൊടുക്കുന്നതൊക്കെ കണ്ടപ്പോ ഇവൾക്ക് വല്ലാത്ത സങ്കടം തോന്നിയത്. അങ്ങനെ അതൊക്കെ ആലോചിച്ച് അവൾ നടന്നു വരുന്നത് അവിടുത്തെ ഒരു സ്റ്റുഡിയോ റൂമിനകത്തേക്കാണ്. അവിടെ ലൂ ഇരിപ്പുണ്ടായിരുന്നു. ഇവൾ അറിയാതെ ഇങ്ങോട്ടേക്ക് കയറി വന്നതാണ്. ലൂവിനെ കണ്ടപാടെ അവൾ അവിടെ നിന്ന് പോകാനായി നോക്കുന്നുണ്ടെങ്കിലും അവൻ അവളെ കൈയോടെ പിടികൂടുന്നു. ആരാന്ന് ചോദിക്കുമ്പോ, ഞാൻ സാറിന്റെ ഒരു ഫാൻ ഗേളാ, കാണാനായിട്ട് വന്നതാണെന്ന് അവൾ വെറുതെ ഒരു കള്ളം പറയുന്നുണ്ടെങ്കിലും ഇവളുടെ കയ്യിൽ കിടക്കുന്ന ബ്രേസ്ലെറ്റ് അപ്പോഴേക്കും ലൂ കണ്ടിട്ടുണ്ടായിരുന്നു. ആ ബ്രേസ്ലെറ്റ് തങ് ധരിക്കാറുണ്ടായിരുന്നതാണ്. അത് കണ്ടിട്ട് ലൂ പെട്ടെന്ന് തന്നെ ഇവൾക്കും ടങ്ങിനും തമ്മിൽ എന്തോ ബന്ധമുണ്ടെന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ ഇവളാണ് ടങ്ങുന്നത് അപ്പോഴും ലൂവിന് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. നിനക്ക് ടങ് എവിടെയാണെന്ന് അറിയാമെങ്കിൽ എനിക്ക് അവളെ ഒന്ന് കോൺടാക്ട് ചെയ്യണം. എനിക്ക് അവളോട് ചില കാര്യങ്ങൾ വളരെ സീരിയസ് ആയി സംസാരിക്കാനുണ്ടെന്നെല്ലാം ലൂ അവളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് സ്റ്റുഡിയോ റൂമിന്റെ പുറത്തൂടെ പോകുന്ന കൈ കേൾക്കുന്നു. ഇവിടെ ലൂ ഇവളുടെ മുഖത്തു നിന്ന് മാസ്ക് മാറ്റാനായി തുടങ്ങുന്ന ആ സമയത്താണ് അകത്തേക്ക് കൈ കയറി എത്തുന്നത്. അവൻ വേഗം തന്നെ ടങ്ങിനെ കവർ ചെയ്ത് നിന്നിട്ട് എന്തേ കാണിക്കുന്നതെന്ന് ലൂവിനോട് ദേഷ്യപ്പെടുന്നു. സാർ, ഞാൻ അവളോട് സംസാരിക്കായിരുന്നു, എനിക്ക് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടെന്ന് പറഞ്ഞ് അവൻ വീണ്ടും സംസാരിക്കാൻ ശ്രമിക്കുമ്പോ ബലമായി തന്നെ ടങ്ങിനെ അവിടെ നിന്ന് കൈ കൂട്ടിക്കൊണ്ടു പോകുന്നു. ലൂ തടയാൻ നോക്കിയെങ്കിലും നടന്നില്ല. അങ്ങനെ പുറത്തേക്ക് എത്തി കാറിൽ അവളെ കൂട്ടിക്കൊണ്ടു പോകുന്ന സമയം, നിങ്ങൾ അകത്ത് സംസാരിച്ചത് ഞാൻ കേട്ടു. ശരിക്കും നിനക്ക് ടങ്ങിനും എന്താ ബന്ധമെന്ന് ചോദിക്കുമ്പോ, ഞാൻ അവരുടെ വലിയ ഫാനാണ് എന്നിവള് മറുപടി പറയുന്നു.
ഫാനോ? അപ്പൊ ഇത് നിനക്ക് അവള് തന്നതാണോ എന്ന് കൈ ചോദിക്കുമ്പോഴാണ് ആ ബ്രേസ്ലെറ്റിന്റെ ഫ്ലാഷ് ബാക്ക് ടങ് ആലോചിച്ച് നോക്കുന്നത്. യഥാർത്ഥത്തിൽ ടങ് ഒരു പോപ്പുലർ K-pop താരമായിരുന്ന സമയത്ത് ലൂ ആണ് അവളുടെ ബർത്ത്ഡേക്ക് അവൾക്ക് ഈ ഒരു ബ്രേസ്ലെറ്റ് ഗിഫ്റ്റ് ചെയ്തത്. അതിൽ അവളുടെ ഇനീഷ്യൽസ് ആയ TS എന്ന് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഒരുപക്ഷെ അവനോടുള്ള ഇഷ്ടം കൊണ്ടായിരിക്കാം അവൾ ഇപ്പോഴും അത് കളയാതെ കയ്യിൽ കരുതിയിരിക്കുന്നത്. ലൂവിനെ പറ്റി വളരെ മോശമായി തന്നെ അവിടെ ഇരുന്ന് കൈ ഓരോന്നും സംസാരിക്കുന്നു. അത് ടങ്ങിന് ഇഷ്ടപ്പെടുന്നില്ല. ഇങ്ങനെയൊക്കെ പറയാനായിട്ട് ലൂ എന്ത് ചെയ്തു? ലൂവിന്റെ ഫ്രണ്ടായ ടങ്ങിനോട് ലൂവിന് എന്തോ സംസാരിക്കാനുണ്ട്, അതിനെപ്പറ്റി എന്നോട് പറഞ്ഞു, അത്രയല്ലേ ഉള്ളൂ, അതിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് അവള് ചോദിക്കുമ്പോ അവൻ ആദ്യം ടങ്ങിന്റെ പുറകെയായിരുന്നു. പിന്നീട് അവള് കാണാതായപ്പോ അവൻ മെങ്ങിന്റെ പുറകെ പോയി. ഇപ്പൊ വീണ്ടും അവൻ എന്തിനാ ടങ്ങിനെ അന്വേഷിക്കുന്നത്? അവൻ ആള് ശരിയല്ല, പാവം മെങ്, അവന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെട്ടാ മതിയായിരുന്നു എന്ന് കൈക്ക് മെങ്ങിനോട് ഒരു താല്പര്യമുള്ളതുകൊണ്ട് തന്നെ അവളും ലൂവും തമ്മിൽ എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അവരെ പറ്റി ഇന്റർവ്യൂസും ഒന്നിച്ച് ഷോസും ഒക്കെ വരുന്നതിൽ നിന്ന് കുശുമ്പ് തോന്നുന്നത് കൊണ്ടാണ് കൈ ഇങ്ങനെയൊക്കെ പറയുന്നത്. കൈ അവനെ കുറ്റപ്പെടുത്തുന്നത് ടങ്ങിനും ടങ് അവനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നത് കൈക്കും ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ അവർക്കിടയിൽ വാക്കുതർക്കം ആകുമ്പോ അവളുടെ കയ്യിൽ കിടന്ന ടങ്ങിന്റെ ആ ഒരു ബ്രേസ്ലെറ്റ് ഇവൻ എടുത്ത് വെളിയിലേക്ക് വലിച്ചെറിയുന്നു. അത് കണ്ട് ഇവളാകെ ഷോക്കാവുന്നു. പെട്ടെന്ന് തന്നെ വണ്ടി നിർത്താൻ ആവശ്യപ്പെടുന്ന അവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ ശേഷം നിങ്ങളുടെ കാശ് തന്ന് തീർക്കുന്നത് വരെ മാത്രമേ ഞാൻ നിങ്ങളുടെ ജോലിക്കാരിയായി ജോലി ചെയ്യത്തുള്ളൂ, അതുകൊണ്ട് എന്നെ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ വരണ്ടെന്ന് പറഞ്ഞ് അവൾ അവിടെ ആ ബ്രേസ്ലെറ്റ് തപ്പുവാണ്. അത് കണ്ട് ദേഷ്യം പിടിച്ച് ഇവൻ പോകുന്നുണ്ട്. അവളിങ്ങനെ തപ്പി തപ്പി ബ്രേസ്ലെറ്റ് കിട്ടുന്നില്ല. ഒരുപാട് നേരം തപ്പിക്കഴിഞ്ഞ് വലിയ സങ്കടം വന്നിരുന്ന് കരയാണ്. അത് കിട്ടാതെ ഒരു സമാധാനവും തോന്നാത്ത അവൾ വീണ്ടും അത് തപ്പിക്കൊണ്ടിരിക്കുന്നു. അത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് കൈ എത്താണ്. അവൻ ആദ്യം ദേഷിച്ചു പോയിരുന്നെങ്കിലും പിന്നീട് അവളെ തിരക്കി വന്നിരുന്നു. അങ്ങനെ അവനും ചേർന്ന് തപ്പുന്നുണ്ടെങ്കിലും അത് കിട്ടിയതേ ഇല്ല. അവൾക്ക് വലിയ ദേഷ്യവും സങ്കടവും ഒക്കെ വരുന്നു. ആ സമയത്താണ് കൈയും ബ്രേസ്ലെറ്റ് തപ്പുന്ന കാര്യം അവള് ശ്രദ്ധിക്കുന്നത്. ബ്രേസ്ലെറ്റ് കളഞ്ഞതിനുള്ള ദേഷ്യം അവൾക്കുണ്ടെങ്കിലും സാരയില്ല, ഇനി തപ്പിയാലും കിട്ടുമെന്ന് തോന്നുന്നില്ല, പോകാന്ന് പറയുന്ന അവൾ കൈയുടെ ഫേസ് ബ്ലൈൻഡ്നെസ് കാര്യം പറഞ്ഞ് അവനെ കളിയാക്കുന്നു. താൻ രഹസ്യമായിട്ട് കൊണ്ടു നടക്കുന്ന ഈ കാര്യം ഇവൾ എങ്ങനെ അറിഞ്ഞു എന്നോർത്ത് അവനും ആകെ ഷോക്കാവുന്നുണ്ട്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം കൈയുടെ അസിസ്റ്റന്റ് കൈയെ കാണാനായി എത്തുന്നു. ആ ടീം അവിടെ ഉണ്ടായിരുന്ന ടങ്ങിനെ തന്നെ അസിസ്റ്റന്റ് ഇങ്ങനെ തുറച്ചു നോക്കാണ്. എന്തിങ്ങനെ നോക്കുന്നതെന്ന് കൈ ചോദിക്കുമ്പോ അല്ല, സാധാരണ ഒരു ജോലിക്കാരിയെ പോലെയല്ല ഇവരെ കാണുമ്പോ തോന്നുന്നത്, എന്തോ ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട്, എവിടോ കണ്ടു മറന്ന് നല്ലൊരു മുഖച്ഛായ തോന്നുന്നുണ്ടെന്നെല്ലാം ചായ് പറയുന്ന സമയത്ത് അങ്ങനൊന്നുമില്ല, ഞാൻ സാധാരണ ഒരു ജോലിക്കാരിയാണെന്ന് തന്നെ ടങ് മറുപടി പറയുന്നു. ആ സമയം ലൂ ഒന്നുകൂടെ സാറിന്റെ ഈ സ്റ്റാഫിനെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു. ഓൾറെഡി അവന്റെ കാര്യം പറഞ്ഞ് ഇവര് രണ്ടുപേരും വഴക്കിട്ട് ബ്രേസ്ലെറ്റും കൊണ്ട് കളഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ രണ്ടുപേരും അതങ്ങനെ കാര്യമായി എടുക്കുന്നില്ല. ഇതേ ടീം ഷൂട്ടിംഗ് ലൊക്കേഷനിലായിരുന്നു ലൂ ഉണ്ടായിരുന്നത്. അവിടേക്ക് മെങ് എത്തുന്ന സമയം അത്രയും നേരം നന്നായി ഡാൻസ് ചെയ്തുകൊണ്ടിരുന്ന ലൂവിന്റെ എല്ലാ സ്റ്റെപ്പും തെറ്റുന്നു. ആ ടീം എനിക്ക് കുറച്ചു നേരം ലൂവിനോട് സംസാരിക്കണമെന്ന് ഡയറക്ടറിനോട് പറഞ്ഞ് ഒരു ബ്രേക്ക് മേടിക്കുകയാണ് മെങ്. അങ്ങനെ അവൾ അവന് കോഫിയൊക്കെ കൊണ്ടുകൊടുത്ത് അവനോട് സംസാരിക്കാനായി വരുമ്പോഴേക്കും അവൻ പെട്ടെന്ന് തന്നെ ബ്രേക്ക് ആയതുകൊണ്ട് ഫോൺ എടുത്ത് ഒരു കോൾ ചെയ്യുന്നു. വിളിച്ചിരിക്കുന്നത് ചായ ആണെന്ന് തോന്നുന്നു. കാരണം അവനോട് കൈയുടെ മെയ്ഡിനെ ഒന്ന് കാണണമെന്നല്ല ഞാൻ പറഞ്ഞോളൂ, അവരോട് സോറി ചോദിക്കാനാ. അതൊന്ന് സമ്മതിച്ചാലും നിങ്ങൾക്ക് എന്ത് പറ്റൂന്നെല്ലാം അവൻ ദേഷ്യപ്പെടുകയാണ്. കൂടാതെ കോള് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് മെങ്ങിനോട് കാര്യമായി ഒന്നും മിണ്ടാതെ എന്തോ ഒരു ആലോചനയിൽ അവിടെ നിന്ന് പോകുന്നു. മെങ്ങിന് ഇതൊക്കെ വലിയ അത്ഭുതം. കാരണം ഇവളെ അവൻ മൈൻഡ് ചെയ്യാതെ ഇങ്ങനെ മുന്നേ പെരുമാറിയിട്ടേ ഇല്ല. കൂടാതെ ഏതോ ഒരു പെൺകുട്ടിയെ പറ്റി ഇപ്പൊ ഫോണിലൂടെയും പറഞ്ഞല്ലോ, അത് ആരാണ്, എന്തിനാണ് ഇവൻ അവളെ കാണാൻ ഉദ്ദേശിക്കുന്നത് എന്നൊക്കെ അറിയാനായിട്ട് മെങ്ങിന് വല്ലാത്ത ആൻസൈറ്റി. അവൾ വേഗം തന്നെ ആരോ ഫോൺ വിളിച്ച് കൈയുടെ സ്റ്റാഫിനെ പറ്റി എല്ലാം അന്വേഷിക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഓഫീസിലേക്ക് പോകാൻ റെഡിയാകുന്ന കൈ ടങ്ങിനെ കൂടെ വിളിക്കുന്നു. അവളെ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി അവൻ അവൾക്ക് ഒരു സർപ്രൈസ് നൽകാണ്. അതൊരു ചെയിൻ ആയിരുന്നു. അവളുടെ ബ്രേസ്ലെറ്റ് അറിഞ്ഞുകൊണ്ടാണെങ്കിൽ തന്നെ ഇവൻ കളഞ്ഞെങ്കിലും പിന്നീട് അതിനുവേണ്ടി ഒരുപാട് തിരക്കിയെങ്കിലും അത് കിട്ടിയില്ലല്ലോ. അതിന് പകരമായിട്ട് അത് തന്നെ കൊടുക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു ചെയിനാണ് അവൻ ഒരു അപ്പോളജി പോലെ അവൾക്ക് കൊടുക്കുന്നത്. ആ ചെയിനിൽ ഇവളെ അവൻ ചബ്ബി ഗേൾ എന്ന് വിളിക്കുന്നത് കൊണ്ട് അതിന്റെ ഒരു ചെറിയ ഇനീഷ്യലും അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അത് കിട്ടി വളരെ ഹാപ്പി ആകുന്ന ടങ്ങന്ന് കൈയുടെ കൂടെ അവന്റെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിൽ എത്തുമ്പോൾ തന്നെ അവിടെ വലിയൊരു ആൾക്കൂട്ടം കാണുന്നുണ്ട്. അത് കാണുന്ന അവൾ ഒരു K-pop താരമായിരുന്ന സമയത്ത് അവളെ പൊതിഞ്ഞിരുന്ന ആരാധകരെയും അവൾ ഇട്ടുകൊടുത്തിരുന്ന ഓട്ടോഗ്രാഫുകളും ഒക്കെ വല്ലാതെ മിസ് ചെയ്യുന്നു. വണ്ടിയിൽ നിന്ന് ഇവൾ ഇറങ്ങുന്നത് കാണുമ്പോൾ കാറിന് നേരെ ഓടിയെടുത്ത ആരാധകരൊക്കെ റിവേഴ്സ് ഗിയർ ഇട്ട് പോവാണ്. കാരണം അവർ പ്രതീക്ഷിച്ചത് മറ്റൊരാളെ ആയിരുന്നു. അങ്ങനെ ഇവൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി കൈയുടെ കൂടെ മുന്നോട്ട് പോകുമ്പോഴാണ് മറ്റൊരു കാർ അങ്ങോട്ടേക്ക് എത്തുന്നത്. നോക്കുമ്പോൾ അതിന് നേരെ ആരാധകരെല്ലാം ഓടിയെടുക്കുന്നു. കാരണം ആ കാറിൽ വന്നിറങ്ങിയത് മെങ്ങായിരുന്നു. ഇവിടെ മെങ്ങിനെ കണ്ടപാടെ ടങ്ങനെ ആകെ ടെൻഷൻ ആവുന്നു. അവള് വേഗം തന്നെ കയ്യെ പോലും മൈൻഡ് ചെയ്യാതെ ടോയ്ലറ്റിൽ പോണോന്നും പറഞ്ഞ് അവിടെ ഓടി ഒളിക്കാനായി നോക്കാണ്. മെങ്ങ് തന്നെ കണ്ടാൽ തിരിച്ചറിയുമോ എന്ന് ഇവൾ വല്ലാതെ ഭയപ്പെടുന്നു. അങ്ങനെ നേരെ ടോയ്ലറ്റിലേക്ക് ഓടിപ്പോകുന്ന ടങ് അവിടെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് മെങ്ങും ഇവളും ഒന്നിച്ചൊരു ഗ്രൂപ്പിൽ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് കാര്യങ്ങൾ ആലോചിക്കുന്നു. ടങ്ങിന് അവൾ യാതൊരു രീതിയിലും ഇൻവോൾവ് അല്ലാത്ത റൂമറിൽ പെട്ട് ആകെപ്പാടെ സങ്കടപ്പെടേണ്ടി വന്ന സമയത്ത് അവളുടെ ഏജൻസിയിൽ നിന്നും അതിനെപ്പറ്റി ക്വസ്റ്റ്യനിങ് ഉണ്ടായിരുന്നു. ആ ടീം ഞാൻ ഇതിലൊന്നും ഇൻവോൾവ് അല്ല എന്നെല്ലാം
എന്നെല്ലാം അവൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ കൂടുതൽ എക്സ്പ്ലനേഷൻ നൽകാൻ സമ്മതിക്കാതെ മെങ് അവളെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോയി. ഇപ്പൊ ഇതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്താൽ ശരിയാവില്ല, ഇതൊക്കെ ഒന്ന് കെട്ടടങ്ങിയ ശേഷം എക്സ്പ്ലെയിൻ ചെയ്യാന്നൊക്കെ പറഞ്ഞാണ് മെങ് അവളെ കൂട്ടിക്കൊണ്ടുപോയത്. ഇന്നത് ആലോചിക്കുമ്പോ ടങ്ങിന് ഒരുപക്ഷെ ഇവള് തന്നോട് സഹായം ചെയ്തതാണോ അതോ അതുവഴി തനിക്ക് വല്ല പണി തരാൻ നോക്കിയതാണോ എന്ന ഡൗട്ട് തോന്നുന്നു. ആയിരിക്കില്ല, അവളും ഞാനും തമ്മിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ, അവള് തീർച്ചയായിട്ടും എന്നെ സഹായിച്ചതായിരിക്കുമെന്ന് തന്നെ സ്വയം പറഞ്ഞു വിശ്വസിപ്പിക്കുകയാണ് ടങ്. അതിനുശേഷം അവൾ അവിടെ നിന്ന് പുറത്തേക്ക് പോകാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മെങ് വരുന്നത്. മെങ് പക്ഷെ ടങ്ങിനെ ഓപ്പോസിറ്റ് കണ്ടെങ്കിലും തിരിച്ചറിയാതെ അവിടെ നിന്ന് പോകുന്നു. ഭാഗ്യം, ഇവളെന്നെ കണ്ടിട്ടും തിരിച്ചറിഞ്ഞില്ലല്ലോ എന്ന സന്തോഷത്തിൽ ടങ് കയ്യെ അന്വേഷിച്ചു പോകുമ്പോ അവൻ നിൽക്കുന്ന സ്ഥലത്തേക്ക് പോകാനായി സെക്യൂരിറ്റി ഇവളെ വിടുന്നില്ല. ആ സമയം അങ്ങോട്ടേക്ക് എത്തുന്ന മെങ് ഇവൾ സെക്യൂരിറ്റിയോട് ഞാൻ കൈയുടെ മെയ്ഡാണെന്ന് പറയുന്നത് കേട്ടുകൊണ്ട് അവളെ കൂട്ടിക്കൊണ്ടു പോവാണ്. മാറ്റി നിർത്തി അവളോട്, അപ്പൊ നീയാണല്ലേ കൈയുടെ മെയ്ഡ്, നീയും ലൂവും തമ്മില് എന്താ ബന്ധമെന്നൊക്കെ ഇവള് ചോദിക്കാനായി വരുമ്പോഴേക്കും ഇവളോട് സംസാരിക്കാൻ നിൽക്കാതെ ടങ് അവിടെ നിന്ന് കൈയുടെ അടുത്തേക്ക് പോകുന്നു. അങ്ങനെ അവിടെ കൈയെ കണ്ടുകൊണ്ട് മെങ് അവന്റെ അടുത്തെത്തി നിൽക്കുന്നുണ്ടെങ്കിലും ഫേസ് ബ്ലൈൻഡ്നെസ് കാരണം ഇവൾ അടുത്ത് നിൽക്കുന്നത് അവന് മനസ്സിലായില്ല. പക്ഷെ ഇവൾ അവനോട് സംസാരിക്കുമ്പോഴാണ് ഇവളുടെ ശബ്ദം കേട്ട് അവൻ അവളെ തിരിച്ചറിയുന്നത്. ഇന്ന് ഇവിടുത്തെ ഒരു ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ടാണ് മെങ് വന്നിരിക്കുന്നത്, ഒരു കുക്കറി ഷോ. മെങ്ങും മെങ്ങിന്റെ അസിസ്റ്റന്റും കൂടി ചേർന്നാണ് കുക്ക് ചെയ്യേണ്ടത്. അങ്ങനെ അതിന്റെ തയ്യാറെടുപ്പുകൾ നടക്കുന്ന സമയം നന്നായി കുക്ക് ചെയ്യാനേ സാധിക്കുന്നില്ല. മെങ്ങിന് ഒട്ടും തന്നെ കുക്കിംഗ് അറിയില്ല. അസിസ്റ്റന്റ് ആണെങ്കിൽ കുക്ക് ചെയ്യുന്നതിന്റെ ഇടയിൽ സാരമായി പൊള്ളലേറ്റ് അവിടെ നിന്ന് പോകുന്നു. ഒറ്റയ്ക്ക് ഇനി കുക്ക് ചെയ്യാൻ കഴിയില്ല, ഇത് ലൈവ് പ്രോഗ്രാം ആയതുകൊണ്ട് ഇടയ്ക്ക് വെച്ച് നിർത്താനും കഴിയില്ലല്ലോ എന്ന് മെങ് ആകെ ടെൻഷനിലാകുമ്പോ കൈ നന്നായി കുക്ക് ചെയ്യുമെന്ന് അവന് നല്ല ഉറപ്പുള്ള ടെങ്ങിനോട് സഹായിക്കാനായി പറയുന്നു. ടെങ് ഞാൻ തയ്യാറല്ല എന്ന് പറയുമ്പോൾ അവൾക്ക് ഒരുപാട് ക്യാഷ് അവന് ഓഫർ ചെയ്യുന്നുണ്ട്. അവളുടെ ശമ്പളത്തിന്റെ 2 ഇരട്ടി ഈ ഒരു കുക്കിങ്ങിന് വേണ്ടി കൊടുക്കാന്ന് അവൻ പറയുമ്പോൾ അവൾ സമ്മതിക്കാണ്. പക്ഷെ ഒരു കണ്ടീഷൻ മുന്നോട്ട് വെക്കുന്നു. അത് അവൾക്ക് ഫേസ് കവർ ചെയ്യുന്ന രീതിയിൽ ഒരു മാസ്ക് വേണമെന്നതായിരുന്നു. കാരണം ഇവിടെ ഇതിന്റെ ടെലികാസ്റ്റ് നടക്കുന്ന സമയത്ത് കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവരുത് എന്ന പർപ്പസോടുകൂടി. അങ്ങനെ കുക്കിംഗ് സ്റ്റാർട്ട് ആവുന്നു. എല്ലാ ജോലിയും ചെയ്യുന്നത് ടങ് തന്നെയാണ്. മെങ് ചുമ്മാ പേരിന് അവിടെ കുക്കിംഗ് ചെയ്യുന്നു എന്ന് ഷോ കാണിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അങ്ങനെ അവൾ ഒരു ഡിഷ് കുക്ക് ചെയ്ത് അത് മെങ് ടേസ്റ്റ് ചെയ്യുന്ന സമയം ആദ്യം അത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് അവൾ പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് അത് കഴിച്ചെന്തോ വയ്യാഴിക വന്നതുപോലെ തറയിലേക്ക് വീഴുന്നു. ഇത് കണ്ട് വെപ്രാളമാകുന്ന ടങ് അവളുടെ മുഖത്തെ മാസ്ക് ഒക്കെ മാറ്റി മെങ്ങിനെ നോക്കുന്ന സമയത്ത് പ്രശ്നം നടക്കുന്നത് കണ്ട് കൈയെത്തി അവളെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് ഇത് വലിയ വാർത്തയാവുകയാണ്. മുഴുവൻ പാചകം ചെയ്ത് കഷ്ടപ്പെട്ട ടങ്ങിന്റെ കയ്യിൽ പൊള്ളലേറ്റിട്ടുണ്ടായിരുന്നെങ്കിലും ആരും അതല്ല കണക്കിലെടുക്കുന്നത്. മെങ്ങിന്റെ ആരോഗ്യത്തെ പറ്റിയാണ് എല്ലാവരും കൺസേൺ ആവുന്നത്. കൂടാതെ ഇവള് കുക്ക് ചെയ്ത് കൊടുത്ത ഫുഡിന്റെ കുഴപ്പമാണെന്ന രീതിയിലൊക്കെ ന്യൂസ് വരുന്നുണ്ട്. അപ്പോഴേക്കും ചായ് ടെങ്ങിന്റെ യഥാർത്ഥ ഐഡന്റിറ്റി മനസ്സിലാവുന്നു. തന്റെ ബോസ് ചബ്ബി സു എന്ന് വിളിച്ചുകൊണ്ട് നടക്കുന്നവൾ യഥാർത്ഥത്തിലെ ടങ് സു ആണെന്ന കാര്യം അവൻ മനസ്സിലാക്കിയത് വേഗം തന്നെ കൈയോട് പറയാനായി പോകാൻ ഒരുങ്ങുമ്പോ ഇത് കണ്ടെത്തുന്ന യു അവനെ തടുക്കാണ്. എനിക്ക് ഓൾറെഡി ഈ കാര്യം അറിയായിരുന്നു, പക്ഷെ നീ ഇത് ആരോടും പറയരുതെന്ന് അവള് പറയുമ്പോ അവൻ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കൈ ടങ്ങിനോട് സംസാരിക്കുന്നതാണ്. കുക്കിങ്ങിന്റെ ഇടയിൽ പീനട്ട് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നോ? പീനട്ട് മെങ്ങിന് വളരെ അലർജിയാണ്, അത് അറിഞ്ഞുകൊണ്ട് നീ അത് ചെയ്തിരുന്നു എന്നെല്ലാം കൈ ചോദിക്കുമ്പോ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തിട്ടേ ഇല്ല, അവിടെ ഉണ്ടായിരുന്ന ഇൻഗ്രീഡിയൻസ് മാത്രമാണ് ഞാൻ കുക്കിങ്ങിന് ഉപയോഗിച്ചത്, എക്സ്ട്രാ ആയിട്ട് അവർക്ക് എന്തെങ്കിലും ആപത്ത് വരണമെന്ന് കരുതി ഞാൻ ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല എന്ന് ടങ് പറയുമ്പോ അവനത് വിശ്വസിച്ചോ ഇല്ലയോ എന്ന് ഇവൾക്ക് വലിയ കൺഫ്യൂഷൻ. താൻ ഇത്രയും സത്യം പറഞ്ഞിട്ട് പോലും ഇവൻ തന്നെ വിശ്വസിക്കുന്നില്ലയോ എന്ന ആ ഒരു തോന്നലില് അവൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി അകത്തിരുന്ന് കരയുന്നു. ആ സമയത്താണ് അവളുടെ കയ്യിലും പൊള്ളലിന്റെ ഒക്കെ പാടുണ്ടായിരുന്നത് ഇവൻ ശ്രദ്ധിക്കുന്നത്. എന്തായാലും അടുത്ത ദിവസം രാവിലെ തന്നെ കൈ ഓഫീസിലേക്ക് ചെല്ലുന്നു. അവിടെ ഷൂട്ടിങ്ങിന് വന്ന മെങ് അന്ന് റെഡിയായ ആ ഒരു ഗ്രീൻ റൂമിലേക്ക് ചെന്നവൻ അവിടെ ഫുള്ള് സെർച്ച് ചെയ്യാണ് എന്തെങ്കിലും കിട്ടുമോ എന്നറിയാനായി. അപ്പോഴാണ് വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഒരു പീനട്ട് ചോക്ലേറ്റിന്റെ കുറച്ച് കിടക്കുന്നത് കാണുന്നത്. അവൻ വേഗം തന്നെ അവിടെ ഉണ്ടായിരുന്ന വെൻഡിംഗ് മെഷീന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ഈ മെഷീനിൽ നിന്നാണ് ഈ ചോക്ലേറ്റ് എടുത്തതെന്ന് മനസ്സിലാവുന്നു. കൂടാതെ അവിടെ CCTV ക്യാമറയും ഉണ്ട്. അതിന്റെ വിഷ്വൽസ് പരിശോധിക്കുമ്പോൾ മെങ്ങിന്റെ അസിസ്റ്റന്റ് ആണ് പീനട്ട് ചോക്ലേറ്റ് ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയതെന്ന് അവൻ കണ്ടെത്താണ്. അപ്പോൾ മെങ്ങും അറിഞ്ഞുകൊണ്ടാണ് എന്തോ ഗുലുമാൽ ഒപ്പിക്കാനായിട്ട് ഈ ഒരു പീനട്ട് കഴിച്ചതെന്ന് അവൻ കൺഫേം ചെയ്യുന്നു. ഇതേ സമയം താമസ സ്ഥലത്തുള്ള ടങ്ങിന് ഒരു ലെറ്റർ വരുന്നു. അവൾ ആ ലെറ്റർ വായിച്ച പാടെ പുറത്തേക്ക് പുറപ്പെടുന്നു. അവൾ ചെന്നിരിക്കുന്നത് ഒരു പാർക്കിലാണ്. അവിടെ അവൾ ആരോ വെയിറ്റ് ചെയ്തിരിക്കുമ്പോ അവള് പ്രതീക്ഷിച്ച ആളല്ല അങ്ങോട്ട് വരുന്നത്, മറിച്ച് മെങ്ങാണ്. മെങ്ങിനെ കണ്ടപാടെ ഇവൾ അവിടെ നിന്ന് പോകാനായി ഒരുങ്ങുമ്പോ നീ പോകണ്ട, നീ വിചാരിച്ചിരിക്കുന്ന ആള് വരാൻ പോകുന്നില്ല, നിന്നെ ആ ലെറ്റർ എഴുതി ഇവിടെ വരുത്തിയത് ഞാനാണെന്ന് അവള് പറയുന്നു. ആക്ച്വലി ആ ലെറ്ററിൽ ലൂ ഇവളെ കാണണം, പാർക്കിലേക്ക് വരണം എന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത് പോലെയാണ് മെങ് എഴുതി വിട്ടിരുന്നത്. ലൂ എന്തോ സംസാരിക്കാൻ വിളിക്കുന്നതാണെന്ന് കരുതി ടങ് ഇങ്ങോട്ടേക്ക് വന്നതും എന്തായാലും തന്റെ കയ്യിൽ പെട്ട ടങ്ങിനോട് മെങ് നീ ആരാണെന്നത് ഞാൻ കണ്ടുപിടിച്ചു, നിന്നെ അന്ന് കുരുക്കാൻ വേണ്ടി തന്നെ ഞാൻ മനഃപൂർവ്വം പീനട്ട് എടുത്ത് കഴിച്ചതാണെന്നൊക്കെ അവളോട് വെളിപ്പെടുത്തുന്നു. നീ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നത്, നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലായിരുന്നു എന്നെല്ലാം ടങ് പറയുമ്പോ നിന്നെ ഞാൻ ഒരിക്കലും ഒരു ഫ്രണ്ട് ആയിട്ട് കണ്ടിട്ടേ ഇല്ല,
നമ്മൾ ഒന്നിച്ചൊരു ബാൻഡിൽ പ്രവർത്തിച്ചിരുന്ന സമയത്ത് പോലും നീ എനിക്കൊരു കോമ്പറ്റീറ്റർ ആയിരുന്നു. കിട്ടുന്ന എല്ലാ പ്രശസ്തിയും അംഗീകാരങ്ങളും നിന്നെ ഫോക്കസ് ചെയ്തായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേ ഞാൻ നിന്നെ ഒഴിവാക്കാനായി പണി നോക്കി നടന്ന് ഒടുക്കം നീ പോലും അറിയാതെ നിന്റെ കൂടെ നടന്ന് നിന്നെ റൂമറിലേക്ക് കൊണ്ട് ചാടിച്ചത് ഞാനാ. എനിക്ക് നിന്നെ ഏത് കോലത്തിൽ കണ്ടാലും തിരിച്ചറിയാനാകുമെന്നെല്ലാം മെങ്ങ് സംസാരിക്കുമ്പോൾ ദേഷ്യം വന്ന ടങ് അവളെ അടിക്കുന്നു. ഈ സമയം നിന്റെ മുഖമൂടി ഞാൻ വലിച്ചു കീറും. ഇത്ര വലിയ പോപ്പുലർ ആയ നീ ഇപ്പൊ ഈ ഗതികെട്ട ജീവിതം ജീവിക്കുന്നെന്ന് ഞാൻ എല്ലാവരെയും അറിയിക്കുമെന്നൊക്കെ പറഞ്ഞ് ടങ്ങിനെ മെങ്ങ് കയ്യേറ്റം ചെയ്യാനായി നോക്കുമ്പോ അങ്ങോട്ടേക്ക് കൈയെത്തുന്നു. കയ്യെ കണ്ടപാടെ മെങ്ങ് അഭിനയിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റാഫ് എന്നെ അടിച്ചു സാറെന്നും പറഞ്ഞ് അവൾ അഭിനയിക്കുമ്പോ സോറി ചോദിക്കാനായി കൈ പറയുന്നു. ഞാൻ എന്തിനാ സോറി ചോദിക്കുന്നത്? ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്ന് ടങ് പറയുമ്പോ നിന്റെ സാറ് പറഞ്ഞിട്ടില്ലേ മര്യാദയ്ക്ക് സോറി ചോദിക്കടി എന്ന് മെങ്ങ് ഒരു വില്ലത്തരമായി പറയുമ്പോ അവളല്ല നിന്നോടെ ഞാൻ പറഞ്ഞത് സോറി ചോദിക്കാൻ. നീ ഇവളെ ചെയ്തു കൂട്ടിയതൊക്കെ ഞാൻ കണ്ടു. കൂടാതെ നീ മനഃപൂർവ്വം ഇവളെ കൊടുക്കാനായിട്ട് പീനട്ട് കഴിച്ചത് നിനക്ക് അലർജി ഉണ്ടാക്കിയതും എനിക്ക് മനസ്സിലായി. എന്തിന്റെ പേരിലാണെങ്കിൽ പോലും ഇനി ഇവളെ ഉപദ്രവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇവൾ എന്റെ സ്റ്റാഫാ. അവളെ ചുമ്മാ പ്രശ്നത്തിലാക്കാനായിട്ട് ഞാൻ നിനക്കൊരു അധികാരവും തന്നിട്ടില്ല എന്ന് പറഞ്ഞ് ടങ്ങിനെ അവിടെ നിന്ന് കൈ ചേർത്ത് പിടിച്ചു കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇത് കണ്ട് മെങ് ആകെ ഷോക്കായി നിൽക്കാണ്. ഈ സമയം തന്നെ രക്ഷിച്ച് അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുവരുന്ന കൈയെ വളരെ സ്നേഹത്തോടെ ടങ് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഇവിടം കൊണ്ട് ഇന്നത്തെ ഈ ഒരു പാർട്ട് അവസാനിക്കുന്നു. പക്ഷെ കഥ ഇനിയാണ് കിടക്കുന്നത്. K-pop താരമായിരുന്ന ടങ് വീണ്ടും ആ ഒരു ഇൻഡസ്ട്രിയിലേക്ക് തിരിച്ചെത്തുമോ? എന്തൊക്കെയായിരിക്കും ഇനി ഇവർക്കിടയിൽ സംഭവിക്കുക? ഇപ്പോൾ ടങ്ങിനോട് ഒരു അനുഭാവം കാണിക്കുന്ന കൈ ഇവളാണ് പണ്ടത്തെ ആ ടങ്സ് എന്നറിയുമ്പോ ഏതു രീതിയിലായിരിക്കും പ്രതികരിക്കുക? കൈയും ടങ്ങും ഒന്നിച്ചിരുന്ന് സംസാരിക്കുന്നതാണ്. മുന്നേ മെങ് ടങ്ങിനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചിരുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് കൈ ഇവളെ കൂട്ടിക്കൊണ്ട് വന്നിങ്ങനെ സംസാരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പറയുന്നത് മെങ്ങിനെ പറ്റിയാണ്. എന്നാലും അവൾ ഇത്രയും മനസാക്ഷിയില്ലാത്ത ഒരുത്തിയാന്ന് ഞാൻ കരുതിയിരുന്നില്ല. നിന്നോട് എന്തിനും അവൾക്ക് ഇത്രയും ദേഷ്യം? നീ തമ്മിൽ എന്താ അതിന് മാത്രം പ്രശ്നമുള്ളത്? ഇനിയൊരു പക്ഷെ നീ കുക്കിംഗ് ഷോയില് നന്നായി കുക്ക് ചെയ്ത് ഒരു സ്റ്റാർ ആകുമെന്ന് തോന്നിയത് കൊണ്ടായിരിക്കോ അവൾ ആ പീനട്ട് എടുത്ത് കഴിച്ച് അറിഞ്ഞുകൊണ്ട് പ്രശ്നം ഉണ്ടാക്കിയത്? എന്തിനായിരിക്കും? എന്നാലും അവൾ ആളത്ര ശരിയല്ല. എത്ര ദുഷ്ടയാണ്. അവളുടെ മുഖസൗന്ദര്യമൊന്നും അവളുടെ മനസ്സിനില്ല എന്നല്ല അവൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ടങ് അവനെ സമാധാനിപ്പിക്കുന്നു. സാരമില്ല പോട്ടെ, ഓരോരുത്തരെ അടുത്തറിയുമ്പോഴല്ലേ അവരുടെ ഉള്ളിൽ നമുക്ക് അറിയാൻ സാധിക്കൂ. സാരമില്ല, അവളെ ഇഷ്ടപ്പെട്ടതോർത്ത് സാറ് സങ്കടപ്പെടുകയൊന്നും വേണ്ട. അതൊന്നും സാറിന്റെ തെറ്റല്ലല്ലോ എന്നെല്ലാം അവളെ താൻ ഇത്രയും നാള് ഇഷ്ടപ്പെട്ട് മനസ്സിൽ കൊണ്ടു നടന്നല്ലോ എന്ന ആ ഒരു കാര്യം ആലോചിച്ച് സങ്കടപ്പെടുന്ന കൈ അവൾ ആശ്വസിപ്പിക്കുന്നു. ആ സമയം കൈ അവളോട് എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണെന്നും പറഞ്ഞ് അവളുടെ കൈ പിടിച്ച് അവളെ കിസ് ചെയ്യാനായി വരുമ്പോഴേക്കും പെട്ടെന്ന് അവള് വിഷയം മാറ്റുന്നുണ്ട്. അതിനുശേഷം അല്പം സീരിയസ് ആയി സംസാരിക്കാനുണ്ടെന്നും പറഞ്ഞ് കൈ അവിടെ പിടിച്ചിരുത്തിയിട്ട് കൈയുടെ മുഖത്ത് നോക്കി പറയാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അവൾ തിരിഞ്ഞു നിന്ന് ചില നഗ്ന സത്യങ്ങൾ പറയാനായി തുടങ്ങുന്നു. ആക്ച്വലി ഇത് മറച്ചു വെക്കണമെന്ന ഒരു ദുരുദ്ദേശവും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ തുറന്നു പറയാൻ ആ സമയത്ത് ഒട്ടും പറ്റുമായിരുന്നില്ല. അങ്ങനെ വല്ലാത്തൊരു അവസ്ഥയിൽ പെട്ടുപോയതുകൊണ്ടാ ഇപ്പൊ ഈ വൈകിയ വേളയിൽ ഇത് തുറന്നു പറയേണ്ടി വരുന്നത്. സാറ് കരുതുന്നത് പോലെ ഞാൻ വെറും ഒരു മെയ്ഡായ സൂ അല്ല. സാറ് വെറുക്കുന്ന, സാർ ആരോ വിട്ട് ഉള്ളിലെ ദേഷ്യം എല്ലാം തീർക്കുന്ന ടങ്സു ഇല്ലേ, പഴയ പോപ്പ് സ്റ്റാർ. അതാണ് ഞാൻ. ആ ഒരു ലൈഫിൽ നിന്ന് ഞാനിപ്പോ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നതെന്നെല്ലാം അവള് പറയുമ്പോഴേക്കും എന്താണ് ഇവൻ മറുപടി പറയാത്തത് എന്ന് ചിന്തിച്ചവള് തിരിഞ്ഞു നോക്കുമ്പോൾ അവൻ നല്ല ഉറക്കമായിരുന്നു. എന്തായാലും മുന്നേ മെങ്ങും താനും താൻ ടങ്ങാണെന്ന കാര്യം സംസാരിക്കുന്നതും ഇവൻ കേട്ടില്ല. ഇപ്പൊ ഈ കാര്യങ്ങൾ പറഞ്ഞതും ഇവൻ കേട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന അവള് കാര്യങ്ങൾ തുറന്ന് പറഞ്ഞെങ്കിലും ഇവൻ കേൾക്കാത്തതിൽ യാതൊരു നിരാശയില്ല. കുറച്ച് ആശ്വാസം പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവനോട് പറഞ്ഞല്ലോ, അതവൻ കേട്ടില്ലേലും താൻ പറയാൻ ഒരു അറ്റംപ്റ്റ് നടത്തിയല്ലോ എന്ന സമാധാനമായിരുന്നു അവൾക്ക്. ഇവനിത് അറിഞ്ഞു കഴിയുമ്പോൾ ഏത് രീതിയിൽ റിയാക്ട് ചെയ്യുമെന്നത് അവനിത് കേൾക്കാത്തടത്തോളം കുഴപ്പമില്ലാത്ത കാര്യമാണല്ലോ എന്നും അവൾ ആശ്വസിക്കുന്നു. അങ്ങനെ സന്തോഷത്തിന്റെ പുറത്ത് ടങ്ങും ഡ്രിങ്ക്സ് അടിച്ച് അവിടെ കിടന്ന് ചെറുതായിട്ട് മയങ്ങുന്നു. പിന്നീട് ഉണരുന്ന കൈയാണ് അവളെയും പൊക്കി എടുത്തുകൊണ്ട് താമസ സ്ഥലത്തേക്ക് ചെല്ലുന്നത്. അവളെ അവൻ കിടത്താനായി നോക്കുന്ന ടൈം അറിയാതെ ഒരു കിസ് അടിക്കുന്നുണ്ട്. അത് പിന്നെ ഇങ്ങനത്തെ അറിയാത്ത ഒരു കിസ് എല്ലാ ഡ്രാമകളിലും കമ്പൽസറി ആണല്ലോ അല്ലെ. അങ്ങനെ അറിയാതടിച്ച ഒരു കിസ്സിന്റെ പുറത്ത് തന്നെ ഒന്നും കൂടി ഒന്ന് കിസ് അടിച്ചേക്കാ എന്ന് കൈക്കൊരു തോന്നലുണ്ടാവുകയും അവൻ അവൾക്കിട്ട് അറിഞ്ഞുകൊണ്ട് ഒരു കിസ് കൊടുക്കുകയും ചെയ്യുന്നു. അതിനുശേഷം അവനും പതിയെ ഉറങ്ങി പോവാണ്. അടുത്ത ദിവസം രാവിലെ ആദ്യം ഉറക്കം ഉണരുന്നത് കൈയല്ല. അവൻ കുറെ ലേറ്റ് ആയിട്ടാണ് ഉറക്കം എണ്ണിക്കുന്നത്. എണ്ണിക്കുമ്പോ അവിടെ ടങ്ങില്ല. അവൾ ഇത് എവിടെ പോയിന്ന് അവൻ വീട് ഫുൾ അരിച്ചു പറക്കുന്നു. കാണുന്നില്ല. വേഗം തന്നെ അസിസ്റ്റന്റിനെ വിളിക്കുന്നു. അവൾ എവിടെ പോയെന്നൊന്നും അറിയാതെ ഇവനാകെ ടെൻഷൻ ആകുമ്പോ അസിസ്റ്റന്റും അവന്റെ കൂടെ ചേർന്ന് തിരക്കുന്നുണ്ടെങ്കിലും അവളെ കണ്ടെത്തിയില്ല. മറിച്ച് അവൾ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോവുകയാണ് എന്ന് കുറിപ്പ് എഴുതി വെച്ചിരിക്കുന്നത് കാണുന്നു. എവിടേക്കാ പോയ, എന്തിനാ പോയതെന്ന് ഒന്നും തന്നെ അവന് മനസ്സിലാവുന്നില്ല. അവൻ ആകെ സങ്കടത്തിലാണ്. അത് മാത്രം അസിസ്റ്റന്റിന് മനസ്സിലായി. പിന്നീട് അവൻ മെങ്ങിന്റെ ഫോട്ടോയും കട്ടൗട്ടും ഒക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നൊക്കെ എടുത്ത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതെല്ലാം മാറ്റിയ ശേഷം അവിടെ അവൻ ആരോ വിട്ടിരുന്ന ടങ്ങിന്റെ ഫോട്ടോയിൽ നിന്ന് ആരോ എടുത്ത് മാറ്റാണ്. ആ സമയത്തെല്ലാം നിന്നെ കൊണ്ട് ഞാൻ ഇഷ്ടമില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചിരുന്നു, ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ മനസ്സിൽ ഇങ്ങനെ അവളോട് മാപ്പ് പറയുന്നത് പോലെ പറഞ്ഞുകൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത്. ആ ടൈമാണ് എന്തോ ശബ്ദം കേട്ട് അവന്റെ ശ്രദ്ധ തിരിഞ്ഞ് അവൻ അങ്ങോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ
ഉണ്ടായിരുന്ന മെങ്ങിന്റെ ഫോട്ടോ എല്ലാം കളയാനായിട്ട് വേസ്റ്റിലേക്ക് ഇട്ടു. ടങ്ങിന്റെ ഫോട്ടോ എടുത്ത് മാറ്റിക്കൊണ്ടിരുന്നത് പൂർണ്ണമായും മാറ്റാനും കഴിഞ്ഞില്ല. അവൻ ചെന്ന് നോക്കുമ്പോ ടങ്ങിനെ പോലെയുള്ള ഒരാൾ അവിടെ നിൽക്കുന്നു. ഇത് തന്റെ ചബ്ബീസു തന്നെ. അവള് തിരിച്ചെത്തിയെന്നുള്ള സന്തോഷത്തില് അവൻ ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഇത് ആള് വേറെയാണ്. അവളെ പോലെ ഇരിക്കുന്ന ഒരു ജോലിക്കാരിയെ തനിക്ക് വേണ്ടി അസിസ്റ്റന്റ് തപ്പിപ്പിടിച്ചോണ്ട് വന്നതാണെന്ന്. കലി ഇളകുന്നവൻ അസിസ്റ്റന്റിനെ വിളിച്ചു നിർത്തി, നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വല്ലവരെ എന്തിനാ എന്റെ താമസ സ്ഥലത്തേക്ക് എന്നോട് പറയാതെ കൊണ്ടുവിടുന്നത് എന്നെല്ലാം ചോദിക്കുമ്പോ കാണാതായ ചബ്ബീസു സാറിന്റെ മെയ്ഡായിരുന്നു. അവളൊരു മെയ്ഡ് ആയതുകൊണ്ട്, ഇനി അവള് കാണാതായതുകൊണ്ട് ജോലി ചെയ്യാൻ ആരെയും കിട്ടില്ല എന്നുള്ള സങ്കടം അല്ലേ സാറിന്? അത് മാറ്റാനായിട്ടാ ഞാൻ അവളെ പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്റ്റാഫിനെ കൊണ്ടുവന്നാക്കിയത്. അതില് സാറിന് എന്താ ഇത്ര പ്രശ്നം? എന്താ അവള് മെയ്ഡ് എന്നതിനപ്പുറം അവളോട് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടായിരുന്നോ? അതുകൊണ്ടാണോ അവള് കാണാതായതില് ഇത്ര സങ്കടപ്പെടുന്നത് എന്നെല്ലാം അസിസ്റ്റന്റ് ചോദിക്കുമ്പോ അങ്ങനൊന്നുമില്ല, എനിക്കെങ്ങനെ അവളോട് ഇഷ്ടം തോന്നാന്? പ്രത്യേകിച്ച് ഒരു ഇഷ്ടവും എനിക്ക് അവളോടില്ല. അവള് ജോലിക്കാരി ആയതുകൊണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ എന്ന്, അവള് വെറും ജോലിക്കാരി ആയതുകൊണ്ടാണ് കാണാതായപ്പോ എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ട് തോന്നിയതെന്ന് അവൻ പറയുന്നു. ഇത് പച്ചക്കള്ളാണെന്ന് അസിസ്റ്റന്റിന് മനസ്സിലാകുന്നുണ്ടെങ്കിലും കൂടുതൽ അതിനെപ്പറ്റി ഒന്നും ചോദിക്കുന്നില്ല. അങ്ങനെ പിന്നീട് ഓഫീസിലേക്ക് ചെല്ലുന്ന കൈക്കും അവിടെ ലൂവിനും ഇടയിൽ വീണ്ടും വാക്കുതർക്കമാകുന്നു. കൈയുടെ മെയ്ഡിനെ കാണണമെന്ന് ലൂ ആവശ്യപ്പെടുമ്പോ അത് കൈക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. പിന്നീട് അസിസ്റ്റന്റ് അതിൽ ഇടപെട്ട് എന്തിനാ ഇപ്പോ അവരെ കാണുന്നത് എന്ന് ചോദിക്കുമ്പോ ടങ്സുവിന്റെ ബ്രേസ്ലെറ്റ് എങ്ങനെയാണ് അവളുടെ കയ്യിൽ വന്നത്? എനിക്ക് അത് മാത്രം അറിഞ്ഞാൽ മതി, അതിനുവേണ്ടി ഞാൻ അവളെ കാണാൻ ശ്രമിക്കുന്നതെന്ന് ലൂവും പറയുന്നു. അങ്ങനെ ലൂ എത്ര ശ്രമിച്ചിട്ടും അവളെ കാണാൻ കഴിഞ്ഞില്ല. ഇതിന്റെ ഇടയിൽ കൈ അവൾ മിസ്സിംഗ് ആയതുകൊണ്ട് തന്നെ അവളെ അന്വേഷിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. പക്ഷെ അവനും കണ്ടെത്താൻ ആദ്യം ഒന്നും കഴിഞ്ഞില്ല. അവൻ വളരെ സങ്കടത്തിലാണ്. എങ്കിലും അന്വേഷണം നിർത്തിയില്ല. അങ്ങനെ ഒരു ദിവസം അവൻ അവളെ കണ്ടെത്തുന്നു. അവൾ ഇവിടെ നിന്ന് കുറച്ച് ദൂരെയായുള്ള ഒരു ഫിറ്റ്നസ് സെന്ററിലാണുള്ളതെന്ന് അറിഞ്ഞു അവിടെ എത്തുന്ന അവൻ അവൾ അറിയാതെ അവളെ ഒബ്സർവ് ചെയ്യുമ്പോൾ അവൾ അവിടെ ഫിറ്റ്നസിന് വേണ്ടിയാണ് വന്നിരിക്കുന്നത്, വണ്ണമൊക്കെ കുറയ്ക്കാനാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു. അതൊരു നല്ല കാര്യം ആയതുകൊണ്ട് തന്നെ അവളുടെ ഹെൽത്തിന് വേണ്ടി അവൻ അവളെ ഇവിടെ നിന്ന് കൂട്ടിക്കൊണ്ട് പോവാതെ ഇവിടെ തന്നെ നിർത്താൻ തീരുമാനിച്ച് അവൻ അങ്ങ് മടങ്ങിപ്പോകുന്നു. 3 മാസത്തേക്കാണ് അവൾ ഇവിടേക്ക് ചേർന്നിരിക്കുന്നതെന്ന് മനസ്സിലാവുന്നു. അങ്ങനെ അതിനുശേഷം അവൾ മടങ്ങി വരുമെന്ന വിശ്വാസത്തിൽ അവൻ തിരിച്ചു പോവാണ്. അവൾ ഇല്ലാത്ത ഗ്യാപ്പില് ഒരു മെയ്ഡിനെ വെക്കാനായി അവൻ തയ്യാറല്ല. തന്റെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാനായി അവൻ അപ്പോഴേക്കും പഠിച്ചു വരുന്നു. അങ്ങനെ കലണ്ടറിൽ 3 മാസം തികയാനായി ഓരോ ദിവസവും ഇങ്ങനെ വെട്ടി അവൻ നീക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒടുക്കം 3 മാസം തികയുന്ന ആ ഒരു ദിവസം വളരെ ഹാപ്പിയായി വീട് മുഴുവൻ അലങ്കരിച്ച് ഇവളുടെ വരവും കാത്തവൻ ഇരിക്കുകയാണ്. ഏറെ നേരം വെയിറ്റ് ചെയ്തിട്ടും അവൾ വരുന്നില്ല. കുറെ കഴിയുമ്പോൾ കോളിംഗ് ബെല്ലടിക്കുന്നു. പ്രതീക്ഷയോടെ ചെന്ന് നോക്കുമ്പോൾ അവൾ ആയിരുന്നില്ല, മറിച്ച് ഒരു കൊറിയർ മാൻ ആയിരുന്നു. ആകെപ്പാടെ ദേഷ്യം വരുന്നവൻ ആ ഫിറ്റ്നസ് സെന്ററിലേക്ക് പുറപ്പെടുന്നു. പക്ഷെ അവിടെ കൈക്ക് അവന്റെ മെയ്ഡായ സുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല. അവൻ പിന്നീട് അവിടെ നിന്ന് കമ്പനിയുടെ ഒരു പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകുന്നു. കമ്പനിയുടെ ആനിവേഴ്സറി ആണ്, അതിന്റെ സെലിബ്രേഷൻ ആണ് നടക്കുന്നത്. റിപ്പോർട്ടേഴ്സ് എല്ലാം അവിടെ കാത്തു നിൽപ്പുണ്ട്. അസിസ്റ്റന്റ് കാറിൽ നിന്ന് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ കൈയോട് മെങ്ങിന്റെ വിഷയത്തെ പറ്റി അവരെന്തായാലും എടുത്തിടും, സാർ വിവാദമാകുന്ന രീതിയിൽ മറുപടി ഒന്നും പറയരുതെന്ന് പറയുന്നു. അങ്ങനെ അവൻ ഇറങ്ങി ചെല്ലുമ്പോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ മെയ്ഡ് ചെയ്ത തെറ്റ് മെങ്ങിനെതിരെ ആരോപിച്ച് മെങ് സ്വയം അവർക്ക് അലർജി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ അത് കഴിച്ചു എന്നൊക്കെ പറഞ്ഞതെന്നെല്ലാം ചോദിക്കുമ്പോ അതിന് ഉത്തരം പറയാതെ അവൻ അകത്തേക്ക് പോകുന്നു. മെങ് ഇപ്പോ വളരെ ഡിപ്രഷൻ അടിച്ച് അവളുടെ കരിയറിൽ വളരെ ഡൗൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതൊക്കെ റിപ്പോർട്ടേഴ്സ് ഇവരോടൊക്കെ ചോദിക്കാൻ നോക്കുന്നുണ്ട്. കൈ ഉത്തരം പറയാതെ പോയപ്പോ അങ്ങോട്ടേക്ക് യു എത്തുന്നു. യുവിന് മെങ്ങിനെ തീരെ ഇഷ്ടമല്ല. അവൾ എത്രത്തോളം ദുഷ്ടയാണെന്ന് യുവിന് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ അവൾ ജീവിതത്തിലും കരിയറിലും നന്നായി അഭിനയിക്കായിരുന്നു. ഇനി കുറച്ചു നാൾ റെസ്റ്റ് എടുത്ത് വീട്ടിലിരിക്കട്ടെ എന്ന മട്ടിൽ യു മറുപടി പറഞ്ഞ് അകത്തേക്ക് പോകുന്നു. അകത്ത് പാർട്ടിക്ക് എത്തിയിരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ആ നിൽക്കുന്നത് ആരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റാരുമല്ല, നമ്മുടെ ടങ്സു. അവൾ ഫിറ്റ്നസ് സെന്ററിൽ പോയി വണ്ണമൊക്കെ കുറച്ച് അവളുടെ പഴയ രൂപത്തിലേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എത്ര ബോഡി വെയിറ്റ് വേണം, വണ്ണം വെക്കണോ വേണ്ടയോ, വണ്ണം കുറയ്ക്കണോ വേണ്ടയോ എന്നതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ തീരുമാനമാണ്. നമ്മൾ ആരെയും ബോഡി ഷേമിങ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. ഇവിടെ കുറെ നാള് തന്റെ ലൈഫുമായി മുന്നോട്ട് പോകാൻ ഇഷ്ടപ്പെട്ടിരുന്ന ടങ്സു ഇടയ്ക്ക് വെച്ച് അവൾക്കൊന്ന് ചേഞ്ച് ആകണം, പഴയ രൂപത്തിലേക്ക് പോകണമെന്ന് തീരുമാനിച്ചപ്പോൾ അവൾ അതിനുവേണ്ടിയാണ് ഒരു ബ്രേക്ക് എടുത്തു പോയത്. ഇപ്പോൾ ഇങ്ങനെ മടങ്ങിയെത്തിയിരിക്കുന്നു. അവൾ അവിടെ മാസ്ക് ധരിച്ചു നിൽക്കാണ്. അവൾ മാത്രമല്ല, പാർട്ടിയിൽ പങ്കെടുക്കുന്ന എല്ലാവരും അത്തരം മാസ്ക് ധരിച്ചാണ് നിൽക്കുന്നത്. അവൾ അവിടെ നിൽക്കുമ്പോൾ അവളെ കണ്ട് ലൂ എത്തി സംസാരിക്കുന്നു. നിങ്ങൾ ഈ കമ്പനിയിലെ പുതിയ സ്റ്റാഫല്ലാണോ എന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ അവൾ അതേന്ന് മട്ടിൽ തലയാട്ടുന്നു. അവൻ കൂടുതൽ സംസാരിക്കാനായി എത്തുമ്പോഴേക്കും അത് കണ്ട് അങ്ങോട്ടേക്ക് കൈ എത്തുന്നു. കൈക്ക് ഒന്നാമത് ലൂവിനെ ഇഷ്ടമേ അല്ല. നീ എന്തിനാ ആരെന്ന് പോലും അറിയാത്ത ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നെല്ലാം ചോദിച്ച് കൈ വേണമെന്ന് വെച്ച് അവിടെ വഴക്കുണ്ടാക്കാനായി നിൽക്കുമ്പോൾ അവിടെ നിന്ന് നൈസായി തങ്ങ് എസ്കേപ്പ് ആയി പോകുന്നു. അവൾ നേരെ റൂഫ് ടോപ്പിലേക്ക് ചെന്ന് നിന്ന് അവിടെ ഫയർ വർക്ക്സ് ആസ്വദിച്ച് നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൈ എത്താൻ
സുഹൃത്താണ്. കൈക്ക് ഇവളെ മനസ്സിലായില്ല എന്നാണ് ഇവൾ ആദ്യം കരുതുന്നത്. പക്ഷെ അവൻ അവളെ ചേർത്ത് നിർത്തി ഒടുക്കം നീ എന്റെ അടുത്തേക്ക് തിരിച്ചെത്തിയല്ലോ എന്ന് ഒരുപാട് സന്തോഷിക്കുന്നു. ഫേസ് ബ്ലൈൻഡ്നെസ് ഉള്ള നിങ്ങൾ എങ്ങനെ എന്നെ മനസ്സിലാക്കി, അതും ഞാൻ ഇത്രയേറെ മാറിപ്പോയിട്ടും എങ്ങനെ മനസ്സിലാക്കിയെന്ന് അവൾ വളരെ അതിശയത്തോടെ ചോദിക്കുന്നു. കാരണം ഇവന്റെ അമ്മയുടെ മുഖം പോലും പലപ്പോഴും ഇവനെ തിരിച്ചറിയാൻ സാധിക്കാറില്ല. ആ ടൈം നീ എത്ര ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ ഏത് രൂപത്തിൽ നിന്നാലും ഞാൻ നിന്നെ കണ്ടെത്തും. കാരണം നീ അത്രത്തോളം എന്റെ ഹൃദയത്തിൽ സ്പെഷ്യലാണ്. നിന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയ ആ നിമിഷം മുതൽ നീ എനിക്ക് വളരെ സ്പെഷ്യൽ ആണെന്ന് അവൻ അവളോട് പറയുന്നു. അതിനുശേഷം അവളെ താഴെ ഡാൻസ് നടക്കുന്ന ഫ്ലോറിലേക്ക് കൊണ്ടുപോയി അവളുടെ കൂടെ ഡാൻസ് ചെയ്യുന്നു. അവളോട് അവൻ ആ സമയം നിന്റെ ഈ മാസ്ക് മാറ്റി നിന്റെ മുഖം എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹം പറയാണ്. തന്റെ മുഖം ഇപ്പോൾ കണ്ടാൽ താനാണ് ടങ്സു എന്ന കാര്യം ഇവന് മനസ്സിലാകുമോ എന്ന പേടികൊണ്ടാണോ അതോ മറ്റുള്ളവർ തന്റെ മുഖം കാണുമോ എന്ന പേടികൊണ്ടാണോ എന്നറിയില്ല. അവൾ പെട്ടെന്ന് തന്നെ അവൻ മുഖം കാണണം എന്ന ആവശ്യം പറഞ്ഞപ്പോഴേ അവന്റെ അടുത്ത് നിന്ന് മാറുന്നു. ആ ടീം അവളെ കാണുന്ന കൈയുടെ അസിസ്റ്റന്റ് ആയ ചായ് അവളോട് സംസാരിക്കുമ്പോ ഇവന് തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി അറിയാമെന്ന് ടങ്സുവിന് മനസ്സിലാവുന്നു. അവളൊന്ന് പേടിക്കുന്നുണ്ട് ഇവൻ ആരുടെയും പറയുമോ എന്ന്. അത് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അവൻ ഞാൻ ആരോടും പറയാൻ പോകുന്നില്ല എന്ന് അവക്ക് ഉറപ്പ് നൽകുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ടങ്സു പോകാനായി നിൽക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് മെങ്ങും അവളുടെ അസിസ്റ്റന്റും വരുന്നത്. മെങ് ടങ്ങിനെ കണ്ടപ്പോഴെ പിടികിട്ടി. ഇവള് വട്ടം വെച്ചിരുന്നപ്പോഴേ മെങ്ങിന് ഇവളെ കണ്ടപ്പോ മനസ്സിലായിരുന്നല്ലോ, പിന്നെയാണോ ഇപ്പൊ മനസ്സിലാവാതിരിക്കാൻ? നീ ഇപ്പൊ എന്തിനാ ഈ ഒരു മേക്ക് ഓവർ നടത്തി വന്നിരിക്കുന്നത്? ഓ, ആ പണക്കാരനെ ചാക്കിട്ട് പിടിച്ച് അവൻ വഴി വീണ്ടും പഴയ താരമാകാന്നാണോ നിന്റെ കണക്കൂട്ടൽ എന്നെല്ലാം ഒരുപാട് മോശമായി ടങ്സുവിനെ പറ്റി മെങ്ങ് പറയുമ്പോ അങ്ങോട്ടേക്ക് കൈ എത്തുന്നു. പക്ഷെ അത് കാണാതെ അവൾ അതെ അങ്ങനെ തന്നെ നീ കരുതിക്കോ, ആ പണക്കാരനെ ചാക്കിട്ട് പിടിച്ച് പഴയ താരമാകാനായി തന്നെയാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് അവള് പറയുന്നത് കേൾക്കുന്ന ഇവൻ എന്തുകൊണ്ടോ അവളുടെ അടുത്തേക്ക് പോവാതെ അവിടെ നിന്ന് തിരിച്ചു നടക്കുന്നു. മെങ്ങിന് ഈ ഉത്തരം വളരെ തൃപ്തിയായി. അവൾ നേരെ കൈയുടെ അടുത്തേക്ക് ചെല്ലുന്നു. എല്ലാവരും കേൾക്കെ തന്നെ കൈയോട് ആർഗ്യൂ ചെയ്യാണ്. എന്തിനു വേണ്ടിയാണ് നിങ്ങൾ നിങ്ങളുടെ മെയ്ഡ് പറഞ്ഞ കള്ളം വിശ്വസിച്ച് എന്നെ ഇത്രയേറെ ഇൻഡസ്ട്രിയിൽ താഴ്ത്തി കെട്ടിയതെന്ന്? അത് കള്ളമല്ല, സത്യമാണ് എന്ന് കൈ പറയുമ്പോ നിങ്ങളുടെ മെയ്ഡ് ഇവിടെയുണ്ട്, മീഡിയക്കാരുണ്ട്, ഇതുമായി അസോസിയേറ്റ് ആയ മറ്റു പലരും ഇവിടെയുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ അവളെയും വിളിച്ചു നിർത്തി സത്യം പ്രൂവ് ചെയ്യണമെന്ന് മെങ് ചലഞ്ച് ചെയ്യുമ്പോ ഈ നടക്കുന്ന പ്രശ്നം കണ്ട് ടങ്സു അവിടേക്ക് എത്തുന്നു. ഞാനാണ് ആ വിവാദങ്ങളിൽ പെട്ട മെയ്ഡ്. ഞാനിപ്പോ കുറച്ച് മേക്ക് ഓവർ നടത്തി ഇങ്ങനെ ആയിരിക്കുന്നു എന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയുന്നത് സത്യമാണ്. അന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് അവൾ ആവർത്തിക്കുമ്പോ തെളിവ് എവിടെ എന്നാണ് മെങ് ചോദിക്കുന്നത്. അസിസ്റ്റന്റ് ആ സമയം ചില തെളിവുകൾ കൈക്ക് കൊണ്ട് കൊടുക്കുന്നു. അതിൽ ഒരു CCTV ഫുട്ടേജ് ഉണ്ട്. അത് പ്രകാരം മെങ്ങിന്റെ അസിസ്റ്റന്റിനോട് നിന്റെ ബോസിന് പീനട്ട് അലർജി ആണെന്ന് നിനക്ക് അറിയാമോ എന്ന് ചോദിക്കുന്നു. തീർച്ചയായും അറിയാമെന്ന് അസിസ്റ്റന്റ് പറയുമ്പോൾ പിന്നെ നീ എന്തിന് പീനട്ട് ചോക്ലേറ്റ് എടുത്തു എന്നതായിരുന്നു ചോദ്യം. ഞാനൊരു ചോക്ലേറ്റും എടുത്തിട്ടില്ല എന്ന് അവൾ പറയുമ്പോൾ അവൾ അത് എടുക്കുന്ന CCTV ഫുട്ടേജ് അവര് തെളിവായി കാണിക്കുന്നു. ഞാനത് എടുത്തെന്നത് ശരിയാ എന്നും പറഞ്ഞ് ഞാനത് കൊടുത്തു എന്ന അർത്ഥമില്ലല്ലോ എന്ന് പറയുമ്പോൾ മെങ്ങിന്റെ ക്യാബിനിൽ നിന്ന് കിട്ടിയ ആ ഒരു പകുതി കഴിച്ച പീനട്ട് ചോക്ലേറ്റ് DNA ടെസ്റ്റിന് വിധേയമാക്കിയപ്പോൾ അതിൽ മെങ്ങിന്റെ DNA കണ്ടെത്തിയതിന്റെ റിപ്പോർട്ട് കാണിക്കുന്നു. ഇനി എന്ത് പറയാനാകുമെന്ന് ചോദിക്കുമ്പോൾ മെങ് ആകെ പ്ലേറ്റ് ഇരിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങളായിരിക്കും എന്റെ അസിസ്റ്റന്റിനെ പറഞ്ഞു മയക്കി ഈ കാര്യങ്ങൾ ചെയ്യിച്ചത്. എനിക്കിതിൽ യാതൊരു പങ്കുമില്ല. പിന്നെ നിങ്ങൾ ഈ ചെയ്യുന്നതെല്ലാം നിങ്ങളുടെ മെയ്ഡിന് വേണ്ടിയല്ലേ? അവളെ ഒരു കള്ളിയാ, അത് നിങ്ങൾക്കറിയാവോ? അവളുടെ ഐഡന്റിറ്റി എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ച് ബലമായി ടങ്ങിന്റെ മുഖത്തുണ്ടായിരുന്ന മാസ്ക് മാറ്റുന്നു. ആ സമയം ടങ് വിവാദങ്ങളിൽപ്പെട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒളിച്ചോടിപ്പോയ ടങ്സു എന്ന പഴയ പ്രശസ്തയായ K-pop താരമാണെന്ന കാര്യം എല്ലാവരും മനസ്സിലാക്കുന്നു. ഇതേ കണ്ടില്ലേ, ഇവളൊന്നും ഒരു വാക്ക് പോലും പറയാതെ ഇവളുടെ വിവാദങ്ങൾക്ക് യാതൊരു എക്സ്പ്ലനേഷനും തരാതെ എവിടെയൊക്കെ മറിഞ്ഞവളാണ്. അവൾ ഇപ്പോ തിരിച്ചെത്തി ഇൻഡസ്ട്രിയിൽ വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി നോക്കുക. അവളുടെ കൂടെ ഉണ്ടായിരുന്ന ഞാൻ നല്ല രീതിയിൽ ഇപ്പോൾ ജീവിക്കുന്നത് കണ്ട് എന്നെ തകർക്കാനായി എത്തിയിരിക്കുകയാണെന്നെല്ലാം മെങ് ആരോപിക്കുന്നു. എല്ലാവരും ടങ്സുവിനെ അപ്പോ തിരിച്ചറിഞ്ഞിരുന്നു. അവൾ ആകെ ഞെട്ടി നിൽക്കുന്നു. കയ്യും വളരെ ഞെട്ടലാണ്. തനിക്ക് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഇവൾ തന്റെ മെയ്ഡായി വന്നു. ഒടുക്കം തന്റെ ഹൃദയത്തിലേക്ക് ചേക്കേറി. ഇവൾക്ക് വേണ്ടി താൻ എത്ര നാൾ ഇപ്പോ കാത്തിരുന്നു, എത്രത്തോളം താൻ ഇവളെ സ്നേഹിച്ചു, ഇവളെ ആണല്ലോ താൻ സ്നേഹിച്ചത് എന്ന ഞെട്ടലിൽ അവൻ നിൽക്കാണ്. അവിടെ ഉണ്ടായിരുന്ന ലോവും ടങ്ങിനെ കാണുന്നു. അവന്റെ ഉള്ളിലെ സംശയം ശരിയാണ്. ആ ബ്രേസ്ലെറ്റ് അണിഞ്ഞിരുന്ന മെയ്ഡ് ടങ് തന്നെയാണെന്ന് അവൻ ഇപ്പോൾ കൺഫേം ആക്കുന്നു. ഇവിടെ നിന്ന് ടങ്ങിനെ കൂട്ടിക്കൊണ്ട് കൈ അവന്റെ കാറിൽ പോയിരിക്കുന്നു. അവളോട് വളരെയധികം ദേഷ്യപ്പെടാണ്. എന്തിനാണ് എന്നോട് സത്യമെല്ലാം മറച്ചു വെച്ചതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഞാൻ മനഃപൂർവ്വം മറച്ചു വെച്ചതല്ല, എനിക്കത് പറയാനായി ഒരു അവസരം കിട്ടിയില്ല, നല്ലൊരു അവസരത്തിനായി ഞാൻ കാത്തിരിക്കുകയായിരുന്നു എന്ന് അവള് പറയുമ്പോ അവസരത്തിന് കാത്തിരിക്കുകയായിരുന്നു. എത്ര നാൾ നീ കാത്തിരിക്കും? ഓ, കാത്തിരിക്കുകയാണെന്ന പേര് പറഞ്ഞ് നിനക്ക് എന്നെ ഫൂളാക്കാൻ എളുപ്പമാണല്ലോ അല്ലേ എന്നെല്ലാം അവൻ ദേഷ്യപ്പെടാണ്. കൂടാതെ നീ എന്റെ കാശ് ദുരുപയോഗം ചെയ്ത് വീണ്ടും ഫേമസ് ആകാനായി ശ്രമിക്കുകയാണെന്ന് ഞാൻ കേട്ടിരുന്നല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇനി നിന്നെ ഉപയോഗിക്കട്ടെ എന്ന് ചോദിച്ച് അവളെ കിസ് ചെയ്യാനായി ശ്രമിക്കുന്നു. അവൾ അവനെ അടിച്ച് അവിടെ നിന്ന് വളരെ സങ്കടപ്പെട്ട് ഓടാണ്. ഇത് അവിടേക്ക് എത്തുന്ന ലൂ കാണുന്നു. ഇതേ സമയം അവളോട് താനിപ്പോ
പെരുമാറിയത് തെറ്റാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു കൈ. ഒരു പെൺകുട്ടിയോട് അപമര്യാദയായി തന്നെയാണ് അവനിപ്പോ പെരുമാറിയത്. പക്ഷെ അവൾ തന്നെ പറ്റിക്കുന്നു, തന്നെ യൂസ് ചെയ്യുന്നു എന്ന ആ ഒരു തോന്നലിന്റെ പുറത്ത് പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവന്റെ തെറ്റ് മനസ്സിലാക്കി അവനും അവിടെ ഇരുന്ന് വളരെ സങ്കടപ്പെട്ട് കരയാണ്. ഒപ്പം തന്നെ താൻ ഒരുപാട് വെറുത്തവളെയാണോ താൻ ഇത്രയും സ്നേഹിച്ചത് എന്ന ദേഷ്യവും അവന്റെ ഉള്ളിലുണ്ട്. അങ്ങനെ ആകെ തകർന്നിരിക്കുന്ന കൈയെ കാണിച്ചുകൊണ്ടിരുന്നത് തന്നോട് കള്ളം പറഞ്ഞു എന്ന പേരിൽ ആകെപ്പാടെ കൈ ദേഷ്യപ്പെട്ട് ഇൻസൾട്ട് ചെയ്ത് പെരുമാറിയ സമയം അവന്റെ അടുത്ത് നിന്ന് അവനെ അടിച്ച് കരഞ്ഞോണ്ട് ഇറങ്ങി ഓടിയ ടങ്സു മഴയത്ത് നനഞ്ഞു കുളിച്ചിരുന്ന് കരയാണ്. ആ ടീം അവളുടെ അടുത്തേക്ക് കുടയുമായി ഒരാളെത്തുന്നു. ഇതേ ടീം നടന്ന കാര്യങ്ങളുടെ പേരിൽ കൈയോട് യുവും പി എയും സംസാരിക്കാണ്. കൈ അങ്ങനെ ഹാർഷായി ടങ്സുവിനോട് പെരുമാറണ്ടായിരുന്നു എന്ന് പി എ ആയ ചായ് പറയുമ്പോ ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്, അവളെന്തിനാ എന്നോട് കള്ളം പറഞ്ഞതെന്ന് കൈ ചോദിക്കുന്നു. ആ ടീം ടങ്സുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യു പറയുന്നത് അവൾ അറിഞ്ഞുകൊണ്ട് കള്ളം പറഞ്ഞതല്ല, അതിനൊരു അവസരത്തിനായി ആ പാവം കാത്തിരിക്കായിരുന്നു. കൂടാതെ നിങ്ങൾ കാരണമല്ലേ ഇപ്പൊ അവൾക്ക് വീണ്ടും ആളുകളുടെ മുന്നിൽ വെച്ച് മെങ്ങ് മൂലം അപമാനപ്പെടേണ്ടി വന്നത്. അവളൊരു പാവ, അവളെ എല്ലാരും കൂടി വട്ടുകളിപ്പിക്കുകയാണെന്നെല്ലാം യു വളരെ ഇമോഷണൽ ആവുന്നു. ഇവര് രണ്ടുപേരും കൂടി ഇങ്ങനെ പറയുന്നത് കേട്ട് കൈയുടെ മനസ്സ് മറന്നു. അവൻ ടങ്സുവിനെ തിരക്കിറങ്ങുന്നു. ഇതേ സമയം ടങ്സുവിന്റെ അടുത്തുണ്ടായിരുന്നത് ലൂ ആയിരുന്നു. അവനാണ് അവളെ കൂടയിൽ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. അപ്പോ അന്ന് ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് കണ്ടത് നിന്നെ തന്നെ ആയിരുന്നു അല്ലേ, എനിക്ക് അന്നേ ഒരു ഡൗട്ട് തോന്നിയിരുന്നു എന്ന് അവൻ പറയുന്നു. ഇവൾ അവനെ മൈൻഡ് ആക്കുന്നില്ല, ഒരു പിണക്കം പോലെ നിൽക്കാണ്. ആ ടീം നിന്നെ കാണാതായ സമയത്ത് ഞാൻ എപ്പോഴും നിന്നെ പറ്റി ഓർക്കുമായിരുന്നു, കാരണം നിന്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല നിമിഷങ്ങൾ ഞാൻ മറന്നിട്ടേ ഇല്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ റൂമറിൽ ഞാൻ നിന്നെ വിശ്വസിക്കാതെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരവില്ല. ആക്ച്വലി അന്ന് ആ റൂമർ വന്നത് ഇവർക്കിടയിലായിരുന്നില്ല, ടങ്സുവിനും മറ്റൊരാൾക്കും ഇടയിലായിരുന്നു. ആ റൂമർ ഉണ്ടാക്കിയത് മെങ്ങുമാണ്. പക്ഷെ ആ സമയത്ത് പോലും താൻ ആ റൂമറിൽ ഇൻവോൾവ് അല്ല, അത് കള്ളമാണ് എന്ന കാര്യങ്ങളെല്ലാം ടങ്സു എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കിയപ്പോ ലൂ ഇവളെ വിശ്വസിക്കുകയോ ഇവൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയോ ഒന്നും തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതിന്റെ പിണക്കവും ദേഷ്യവും ഇവൾക്കുണ്ട്. അത് മനസ്സിലാക്കുന്നവൻ അവളോട് അന്ന് തെറ്റിദ്ധരിച്ചതിന് മാപ്പെന്നൊക്കെ പറഞ്ഞ് അവന്റെ കോട്ട് അവൾക്ക് ഇട്ടുകൊടുത്ത് അവളെ അവിടെ നിന്ന് കൊണ്ടുപോകാനായി കയ്യിൽ പിടിക്കുന്ന സമയത്താണ് ടങ്സുവിനെ അന്വേഷിച്ച് അങ്ങോട്ടേക്ക് കൈ എത്തുന്നത്. ഇത് കണ്ട് കൈക്ക് വല്ലാത്ത ദേഷ്യം വരുന്നു. അവൻ ഓടി വന്ന് അവളെ വിടാനായി ആവശ്യപ്പെട്ട് ലൂവിനെ അടിക്കുന്നു. അങ്ങോട്ടേക്ക് പുറകെ എത്തുന്ന യുവും ചായയും അവരെ പിടിച്ചു മാറ്റാണ്. കൈ ആ സമയം ടങ്സുവിന്റെ കൈ പിടിച്ച് അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി നോക്കുമ്പോൾ അവൾ അവനോട് ദേഷ്യപ്പെട്ട് കൈ തട്ടുന്നു. അവൻ ചായയുടെ കൂടെ അവിടെ നിന്ന് വളരെ സങ്കടത്തിൽ പോകുന്നു. ഈ സമയം ലൂവും മെങ്ങും നല്ല കൂട്ടാണെന്നറിയാവുന്ന യു അവനോട് മേലാൽ മെങ്ങിനെ ടങ്സുവിന്റെ പരിസരത്ത് പോലും കണ്ടുപോരുത്, അവളോട് കൊനിഷ്ടും കുന്നായ്മയൊക്കെ മാറ്റി വെച്ചിരിക്കാൻ പറയുന്നു പറഞ്ഞ് ടങ്സുവിനെ അവിടെ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. അങ്ങനെ എല്ലാവരും പോയി കഴിയുമ്പോൾ കോട്ടും പോയി മഴയും നനഞ്ഞു വെറുതെ അടിയും കിട്ടിയെന്നുള്ള അവസ്ഥയിലായിരുന്നു അവിടെ ലൂ. അപ്പോഴേക്കും ടങ്സുവിനെ താമസ സ്ഥലത്തേക്ക് യു കൂട്ടിക്കൊണ്ടുവരുന്നു. അവളെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ കൈ തന്നെ വിശ്വസിക്കുന്നില്ല എന്ന കാര്യം പറഞ്ഞ് ടങ്സു ഒരുപാട് സങ്കടപ്പെടുകയാണ്. കൈക്ക് നിന്നെ വിശ്വാസമുണ്ട്, പുള്ളിക്കാരൻ വെളിയിൽ കാണിക്കുന്ന പോലെ നിന്നോട് അത്രയും ദേഷ്യത്തിലോ ഇഷ്ടമില്ലായ്മയിലോ ഒന്നുമല്ല. മെങ്ങിനെ ഇന്ന് എല്ലാവരുടെ മുന്നിൽ തീച്ചൊട്ടിച്ചത് നിനക്ക് വേണ്ടിയല്ലേ, കൂടാതെ ലൂവിനെ അടിച്ചതും നിനക്ക് വേണ്ടിയല്ലേ എന്നെല്ലാം യു എണ്ണി എണ്ണി പറയുമ്പോ എന്നിട്ടെന്താ ഞാൻ പറയുന്നത് വിശ്വസിക്കാത്തതെന്ന് ടങ്സു ചോദിക്കുന്നു. നീ ഇപ്പൊ ഒരുപാട് സ്ട്രെസ്ഡ് ആയിരിക്കുക, അതുകൊണ്ട് നീ ഇപ്പൊ കൂടുതലൊന്നും ആലോചിക്കണ്ട, നമുക്ക് ബാക്കിയെല്ലാം നാളെ സംസാരിക്കാം. പിന്നെ ആരൊക്കെ നിന്നെ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിന്നെ വിശ്വസിക്കും. അന്നും ഇന്നും എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, നീ എന്റെ നല്ലൊരു ഫ്രണ്ട് ആണെന്ന് യു അവളെ ചേർത്ത് നിർത്തി സമാധാനിപ്പിക്കുന്നു. ടങ്സു ആകെ സങ്കടപ്പെട്ട് കരയാണ്. ഇതേ സമയം ലൂവിനെ അടിച്ചപ്പോ കൈയുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ടായിരുന്നു. ആ മുറിവിന് മരുന്ന് വെച്ചു കൊടുക്കുന്ന ചായ് അടിച്ച ആളുടെ കൈ ഇങ്ങനെ. അപ്പൊ അടി കൊണ്ടവന്റെ പരു എന്തായി കാണുമെന്ന് ആലോചിച്ചിരിക്കുകയാണ്. കൂടാതെ കൈയോടവൻ ലൂ ആയതുകൊണ്ടാണോ അടിച്ചത്, അതോ ആ സ്ഥാനത്ത് ഞാനായിരുന്നു ടങ്സുവിന് കോട്ടിട്ട് കൊടുക്കുന്നതെങ്കിൽ എന്നെ അടിക്കുമായിരുന്നു എന്നൊന്ന് ചോദിക്കുമ്പോഴേക്കും കൈക്ക് ദേഷ്യം വരുന്നുണ്ട്. അത് മനസ്സിലാക്കുന്ന അവൻ ദേഷ്യപ്പെടണ്ട, ഞാൻ ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ചോദിച്ചെന്നേ ഉള്ളൂ എന്ന് മുൻകൂർ ജാമ്യം എടുക്കുന്നു. ഇതേ ടീം ലൂവിന് ഒരു മെസ്സേജ് വരുന്നു. അയച്ചിരിക്കുന്നത് മെങ്ങാണ്. ആ മെസ്സേജ് കണ്ട ഉടനെ അവൻ വെപ്രാളത്തിൽ അവളുടെ അടുത്തേക്ക് പുറപ്പെടുന്നു. അവള് ചുമ്മാ ഡ്രിങ്ക്സ് അടിച്ച് ഏതാണ്ട് ചാവാൻ പോകുന്ന പോലെയൊക്കെ അവന് മെസ്സേജ് അയച്ചെങ്കിലും അവൾ ഇവിടെ ഒരു കോസിലും ഇല്ലാതിരിക്കുകയാണ്. കൂടാതെ ടങ്സുവിന്റെ ഫോട്ടോസ് അവൾ ആർക്കോ സെൻഡ് ചെയ്തുകൊണ്ടും ഇരിക്കുന്നു. അങ്ങോട്ടേക്ക് ലൂ വരുന്നത് മനസ്സിലാക്കുന്ന അവൾ ഉറക്ക ഗുളികകൾ കഴിച്ച് ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചതുപോലെ അവിടെ ഇങ്ങനെ കിടക്കാണ്. അത് കണ്ടവൻ പേടിച്ച് അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ അടുത്ത ദിവസം നമ്മൾ കാണുമ്പോൾ രാവിലെ തന്നെ കൈ റെഡിയായി ടങ്സുവിനെ കാണാനായി പുറപ്പെടുന്നു. പോകും വഴി അവളുടെ ഫോണിലൊക്കെ വിളിക്കുന്നുണ്ടെങ്കിലും അവൾ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല, മറിച്ച് അത് എടുക്കുന്നത് യു ആണ്. ടങ്സുവിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് യു വെപ്രാളം പിടിക്കുമ്പോൾ അവൾക്ക് എന്ത് പറ്റിയെന്ന് കൈക്കും വെപ്രാളാവുന്നു. ടങ്സു ആകട്ടെ പുറത്തു പോയിരിക്കുകയായിരുന്നു, ചുമ്മാ ഒന്ന് റിഫ്രഷ് ആവാൻ വേണ്ടി പുറത്തേക്ക് നടക്കാൻ പോയതാണ്. അവിടെ വെച്ച് ഒരു ലേഡിയുടെ ബാഗ് തട്ടിപ്പറിക്കുന്ന ഒരാളെ കണ്ട് അവൾ അയാളെ പിന്തുടരുന്നു. അവൾ അയാളെ പിടിക്കാനായി നോക്കുമ്പോൾ അയാൾ ഇവളെ സ്പ്രേ അടിച്ച് തിരിച്ച് ആക്രമിക്കുന്നു. ഭാഗ്യവശാൽ അങ്ങോട്ടേക്ക് കൈ എത്തിയത് കൊണ്ട് കൈയും മറ്റുള്ളവരും ചേർന്ന് അവനെ പിടികൂടുന്നു. കൈ വേഗം തന്നെ അവിടെ സ്പ്രേ
അടിച്ച് വയ്യാതെ കിടക്കുന്ന ടങ്സുവിനെ എടുക്കുമ്പോ ഇവനാണ് എന്ന് അവൻ തൊട്ടതിൽ നിന്ന് മനസ്സിലാക്കുന്ന അവൾ സോറി ഞാൻ അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല എന്ന് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ആ ഒരു അവസരത്തിൽ ശ്രമിക്കുകയാണ്. ഇപ്പൊ അതല്ല പ്രധാനമെന്നും പറഞ്ഞ് അവൻ നേരെ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു. സംഭവം അറിഞ്ഞ് അങ്ങോട്ടേക്ക് അയ്യോവും ചായയും ഒക്കെ എത്തുന്നുണ്ട്. ഇവനാകെപ്പാടെ ടെൻഷനിലാണ്. ഡോക്ടർ അവളുടെ കണ്ണിലാണ് സ്പ്രേ അടിച്ചിരിക്കുന്നത്, അതുകൊണ്ട് കംപ്ലീറ്റ് റെസ്റ്റ് വേണം, ഐസൈറ്റിനെ അത് ബാധിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോ നിങ്ങൾ കാരണം ഇതല്ല, നിങ്ങൾ അവളെ മനസ്സിലാക്കാതെ അവളുമായിട്ട് പ്രശ്നം ഉണ്ടാക്കിയതുകൊണ്ടല്ലേ അവൾ ഇങ്ങനെ വീട് വിട്ടു പോയതെന്നൊക്കെ കൈയോട് ദേഷ്യപ്പെടുന്നു. കൈക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല, അവന് വല്ലാത്ത സങ്കടമാവുന്നു. ഇതേ ടീം ഇതേ ഹോസ്പിറ്റലിൽ തന്നെയാണ് ആത്മഹത്യക്ക് ശ്രമിച്ചതെന്ന് പറഞ്ഞ് ലൂ മെങ്ങിനെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അവിടെ വെച്ച് ലൂവിന് തന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ അത് മാറ്റാനായിട്ട് മെങ് നാടകം കളിക്കുകയാണ്. എന്റെ അസിസ്റ്റന്റാ അങ്ങനെയൊക്കെ ചെയ്തത്, എനിക്ക് അതിൽ യാതൊരു പങ്കുമില്ല എന്നൊക്കെ ടങ്സുവിന്റെ വിഷയത്തിൽ മെങ് അവനോട് എക്സ്പ്ലനേഷൻ നൽകുന്നു. ഇവനത് വിശ്വസിച്ച മട്ടില്ല. പക്ഷെ ഇവളിപ്പോ ഈ ഒരു അവസ്ഥയിൽ ഇരിക്കല്ല, കൂടുതൽ സ്ട്രെസ് കൊടുക്കണ്ടെന്ന് കരുതി അവളോടൊന്ന് നയത്തിൽ സംസാരിച്ച് പുറത്തേക്ക് എത്തുന്ന അവൻ അവിടെ കൈയെ കാണുന്നു. ടങ് ഇവിടെ അഡ്മിറ്റ് ആണെന്ന് മനസ്സിലാക്കുന്ന അവൻ നിങ്ങൾക്ക് എന്താ ടങ്ങിനോട് താല്പര്യമുണ്ടോ, അവളെ നിങ്ങൾക്ക് ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് എന്നെ ഇഷ്ട, എനിക്ക് അവളെ ഇഷ്ടമാണെന്ന് ഒരുമാതിരി മറുപടി പറഞ്ഞ് കൈ അവിടെ നിന്ന് പോകുന്നു. ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലാ, നീ അതിന്റെ ഇടയിൽ കയറി വരണ്ടെന്ന് ഒരു ഇൻഡയറക്റ്റ് താക്കീതാണ് ഇവിടെ കൈ നൽകാൻ നോക്കിയത്. എന്തായാലും അതിനുശേഷം ഹോസ്പിറ്റലില് ടങ്സുവിന്റെ റൂമിൽ കൈ ഇരിക്കുകയാണ്. ടങ്സു അവളുടെ അടുത്ത് ഇങ്ങനെ ഇവനുള്ളത് പോലും അറിയുന്നില്ല. ആ ടീം അവിടേക്ക് നേഴ്സ് എത്തുന്നു. നേഴ്സിന്റെ കയ്യിൽ ഒരു പേപ്പറിൽ എഴുതി ഏൽപ്പിക്കുകയാണ് കൈ. അത് പ്രകാരം നേഴ്സ് ടങ്സുവിനോട് ഇതുപോലെ കള്ളനെയൊക്കെ പിടിച്ചു കൊടുക്കാൻ നോക്കി എന്തെങ്കിലും അപകടത്തിൽപ്പെടുന്ന ആളുകളെ ടേക്ക് കെയർ ചെയ്യാനായി ഗവൺമെന്റ് ആളിനെ ഏർപ്പാടാക്കുന്നുള്ള രീതിയിൽ പറയുന്നു. അവൾ അത് വിശ്വസിക്കുന്നുണ്ട്. അവളുടെ അടുത്തേക്ക് അങ്ങനെ വന്ന ആളായി തന്റെ സ്വരമൊക്കെ മാറ്റി സംസാരിച്ച് കൈ ചെല്ലുന്നു. താൻ നേരിട്ട് ഇവളെ കെയർ ചെയ്യാൻ വന്നു എന്നറിഞ്ഞ അവൾ അടുപ്പിച്ചില്ലെങ്കിലോ എന്ന പേടിയാണ് അവന്. അതുകൊണ്ടാണ് അവൻ ശബ്ദം മാറ്റി വേറൊരു ഐഡന്റിറ്റിയിൽ ഇങ്ങനെ സംസാരിക്കുന്നത്. ആദ്യം ഇവൾക്ക് ഒരു ഡൗട്ട് തോന്നുന്നുണ്ട്, പക്ഷെ അത് മനസ്സിലാകാത്ത രീതിയിൽ ഇവൾ ബിഹേവ് ചെയ്യുന്നു. തന്റെ മെയ്ഡായി ഇവള് വന്ന സമയത്ത് ഇവളെ ഇട്ട് പാടുപെടുത്തിയതെല്ലാം ഓർത്തിപ്പോ അവന് വലിയ കുറ്റബോധം. അവളാകട്ടെ അവനെ ഇട്ട് ഊരോന്നൊക്കെ ചെയ്യിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത് കൈ തന്നെയാണെന്ന തോന്നലാണ് അവൾ അങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. അങ്ങനെ പുറത്തു പോയി ഒരു കാറ്റ് കൊള്ളണമെന്നൊക്കെ പറഞ്ഞ് പുറത്തേക്ക് അവള് പോകുന്നു. അവിടെ വെച്ച് ഞാൻ എന്റെ കഥ നിങ്ങളോട് പറയട്ടെ എന്ന് പറഞ്ഞ് അവളിങ്ങനെ കാഷ്വലായി സംസാരിച്ചു തുടങ്ങുന്നു. ഇടയ്ക്ക് ചില പ്രശ്നങ്ങളിൽ പെട്ട് താമസിക്കാൻ ഒരു ഇടം പോലും ഇല്ലാതെ ജോലി ചെയ്ത് വളരെ കഷ്ടപ്പെട്ടിരുന്ന സമയത്ത് എനിക്കൊരു ജോലി കിട്ടി. അതും എന്നെ ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന ഒരാളുടെ അടുത്ത്. ഞാനൊരു സെലിബ്രിറ്റി ആയിരുന്ന സമയത്തെ അയാൾ എന്നെ വെറുത്തതാണ്. പക്ഷെ വേറെ വഴിയില്ലാതെ ഞാൻ അവിടെ ജോലിക്ക് കയറി. വളരെ പേടിച്ചാണ് ഞാൻ അവിടെ നിന്നത്. ഈ സത്യം അറിഞ്ഞാൽ അയാൾ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുമെന്ന പേടി. പറയണമെന്ന് പലതവണ വിചാരിച്ചു, പക്ഷെ അതിനൊരു അവസരം കിട്ടിയില്ല. പക്ഷെ എന്നെ അദ്ദേഹം ആദ്യം കുറച്ചൊക്കെ വട്ട് കളിപ്പിച്ചെങ്കിലും പിന്നീട് പുള്ളി പാവമാണ് എന്നെനിക്ക് പുള്ളിയുടെ കൂടെയുള്ള സഹവാസത്തിൽ നിന്ന് മനസ്സിലായി. ആള് പുറമെയാണ് റഫ് ആൻഡ് ടഫ്, അകത്ത് ഒരുപാട് സോഫ്റ്റ് ആണ്. ഞാൻ അദ്ദേഹത്തെ എന്റെ ഗാർഡിയൻ ഏഞ്ചലിനെ പോലെയാണ് കാണുന്നതെന്നെല്ലാം തന്നെ ബുദ്ധിമുട്ടിൽ സഹായിച്ച കൈയെ പറ്റി അവൾ ഇങ്ങനെ പറയുമ്പോ പെട്ടെന്ന് ഇടിമിന്നൽ അടിക്കുമ്പോ ഇവളെ റൂമിലേക്ക് കൊണ്ടാക്കി അവൻ പുറത്തു പോകുന്നു. കൈ തന്നെ ആയിരുന്നു അത്. ഞാൻ അത്രയും പറഞ്ഞിട്ടും തിരിച്ച് ഒരു റെസ്പോൺസ് തന്നില്ലല്ലോ എന്നെല്ലാം അവൾ ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് കിടക്കുമ്പോ റൂമിലേക്ക് ആരോ എത്തുന്നുണ്ട്. അവള് പെട്ടെന്ന് കൈ ആയിരിക്കുമെന്ന് കരുതി വീണ്ടും ഉറങ്ങുന്ന പോലെ കിടക്കാണ്. പക്ഷെ വന്നിരുന്നത് ലൂ ആണ്. ലൂ അവളെ വന്നു കണ്ട് അവൾക്ക് വേണ്ടി അവിടെ ബൊക്കെ വെച്ച് അവിടെ കൈ വെച്ചിരുന്ന ബൊക്കെ എടുത്ത് വേസ്റ്റ് ബാസ്ക്കറ്റിലിട്ട് നീ ഉറങ്ങുകയാണോ എന്നൊക്കെ കെയറോട് സംസാരിച്ച് നേഴ്സിനെ കാണുമ്പോൾ നേഴ്സിനോട് ഇവളുടെ അപ്ഡേഷൻസ് ചോദിക്കാനായി പുറത്തേക്ക് പോകുന്നു. ലൂവിന്റെ സംസാരം കേട്ട് അവൾക്ക് അത് അവനാണെന്ന് മനസ്സിലാവുന്നു. അവള് പതി ഇറങ്ങി ചെന്ന് ശ്രദ്ധിക്കുമ്പോൾ നേഴ്സും ലൂവും സംസാരിക്കുന്നത് കേൾക്കാം. ലൂ ഇവളെ കാണാനായി എന്നും ഈ ഹോസ്പിറ്റലിൽ വരാറുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്ന അവൾക്ക് അപ്പോ തന്നെ നോക്കിയിരുന്നത് ഇവനാണോ, കൈ അല്ലയോ, കൈ ആണെന്ന് താൻ തെറ്റിദ്ധരിച്ചതാണോ എന്ന തോന്നലുണ്ടാകുന്നു. ലൂ ഇവളെ കാണാനായി എന്നും വരുമായിരുന്നുവെങ്കിലും ഇവളുടെ കൂടെ കെയർ ടേക്കറായി നിന്ന് കാര്യങ്ങളെല്ലാം നോക്കിയത് കൈയാണ്. കൈ ഇവിടെ ഇല്ലാത്ത സമയത്താണ് ലൂ ഇതുപോലെ വന്ന് കാണാറുണ്ടായിരുന്നത്. പക്ഷെ ഇവൾക്ക് അത് അറിയില്ലല്ലോ. ഇവള് ഫുൾ ടൈം തന്റെ കൂടെ നിന്ന് കാര്യങ്ങൾ നോക്കിയത് ലൂ ആണ്, കൈ ആണെന്ന് താൻ തെറ്റിദ്ധരിച്ചതാണെന്ന് ഇപ്പോ കരുതുന്നു. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ റെഡിയായി ബൊക്കയും ഫുഡും ഒക്കെ വാങ്ങി ടങ്ങിനെ കാണാനായി അവളുടെ റൂമിലേക്ക് എത്തുന്ന കൈ അവിടെ ഓൾറെഡി ലൂ ഇരിക്കുന്നത് കാണുന്നു. അത് കണ്ടവൻ ഷോക്കായി പുറത്തു തന്നെ നിൽക്കാണ്. ഈ ടീം അകത്തുള്ള ടങ് നീയല്ലേ എന്റെ കാര്യങ്ങളെല്ലാം നോക്കിയിരുന്ന ആളെന്ന് ചോദിക്കുമ്പോ ഇവൻ അതിന് മറുപടി ഒന്നും പറയുന്നില്ല. ഇപ്പൊ അതാണ് അത്യാവശ്യം എന്ന രീതിയിൽ അവൻ ചോദിക്കുമ്പോ ഇത് കേൾക്കുന്ന കൈക്ക് വളരെ ദേഷ്യം വരുന്നു. അവളെ ആരെങ്കിലും സഹായിച്ചാല് എന്തുകൊണ്ട് അവൾക്കത് ലൂ ആണെന്ന് തോന്നുന്നത്, എന്തുകൊണ്ട് അവൾ എന്റെ പേര് ചിന്തിച്ചില്ല എന്ന് സങ്കടപ്പെട്ട് അവൻ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു. ഈ സമയം അകത്ത് ടങ്സു ലൂവിനോട് നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ, എന്നിട്ട് നീ എന്നെ ഇത്രയും കെയറോട് നോക്കിയല്ലോ, അതിന് ഞാൻ റീപേ ചെയ്തിരിക്കുമെന്ന് അവനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് സംസാരിച്ചൊക്കെ കഴിഞ്ഞ് വീണ്ടും അടുത്ത ദിവസമായി അവളുടെ കണ്ണിലെ കെട്ടൊക്കെ മാറ്റി ഡിസ്ചാർജ് ആക്കാനായി. കെട്ട് മാറ്റുന്ന സമയം നന്നായി തന്നെ ടങ്സുവിനെ കാണാം. പക്ഷെ അവളുടെ മുന്നിൽ അപ്പോഴും ഉണ്ടായിരുന്നത് ലൂ ആണ്, കൈ ആയിരുന്നില്ല. നീ എന്താ ഇവിടെന്ന് അവള് ചോദിക്കുമ്പോ നിന്നെ ഞാൻ ആ വീട്ടിലേക്ക് കൊണ്ടുപോവാ, എന്റെ കൂടെ വന്നേക്കണം എന്ന് പറഞ്ഞ് അവളെ അവൻ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നു. അങ്ങനെ ലഗേജ് ഒക്കെ എടുത്തു വെച്ചോണ്ടിരിക്കുമ്പോ യു എത്തി. ഇനി ഇവളുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ് ടങ്സുവിനെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ ഇരുന്നുകൊണ്ട് ലൂനെ കണ്ടോ എത്ര കെയറോട് കൂടിയാ പെരുമാറുന്നത്, കൈ എന്നെ ഒന്ന് കാണാൻ പോലും വന്നില്ലല്ലോ എന്നെല്ലാം ടങ്സു സങ്കടം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അതിന് യുവിന് എന്തെങ്കിലും പറയാൻ കഴിയും മുന്നേ അവരുടെ ശ്രദ്ധ മറ്റൊരു കാര്യത്തിലേക്ക് പോകുന്നു. അത് മറ്റൊന്നുമല്ല,
ഒരു പ്രസ് കോൺഫറൻസ് മെങ് അടുത്ത ദിവസം നടത്താൻ പോവുകയാണെന്നും അവൾ ടങ്സുവിനോട് ചെയ്ത തെറ്റുകൾക്ക് പരസ്യമായി മാപ്പ് ചോദിക്കാൻ പോവുകയാണെന്നും പറയുന്നു. ആ പ്രസ് കോൺഫറൻസിലേക്ക് ടെങ്സുവും വരണമെന്നാണ് മെങ് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഇതറിയുന്ന ടങ്സു താൻ പോകുന്നില്ലെന്ന് ഇപ്പോഴേ പറയുന്നു. അങ്ങനെ അടുത്ത ദിവസം പ്രസ് കോൺഫറൻസ് മെങ് നടത്താണ്. അവൾ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്നൊക്കെ അവളിങ്ങനെ പ്രസംഗിക്കുമ്പോൾ അത് കേൾക്കാനായി മാസ്ക് ഒക്കെ ധരിച്ച് അവളുടെ മുന്നിൽ പോകാതെ അവിടെ മാറി ടങ്സുവും യുവും നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവരെ അവിടെ കാണുന്ന അവൾ മീഡിയയെ അവളുടെ അടുത്തേക്ക് കൊണ്ടുപോയി പരസ്യമായി അവളോട് മാപ്പ് ചോദിക്കുന്നു. ഇങ്ങനെ ഒരു സീൻ ഇവിടെ ഉണ്ടാക്കാനോ ഇവളോട് മിണ്ടാനോ ടങ്സുവിന് താല്പര്യമില്ലായിരുന്നെങ്കിലും ഇപ്പോ സംസാരിക്കേണ്ടി വരുന്നു. ഇവരവിടെ പോയത് എന്തിനാണെന്ന് വെച്ചാൽ ടങ്സുവിനെ പറ്റി വീണ്ടും ഇവൾ എന്തെങ്കിലും ആരോപണം ഉന്നയിച്ചാൽ അതിന് ചുട്ട മറുപടി കൊടുക്കണ്ടേ, അവള് പറയുന്ന കള്ളങ്ങളൊക്കെ പൊളിച്ചെടുക്കണ്ടേ, അതിനുവേണ്ടിയാണ് പോയത്. പക്ഷെ ഇവളുടെ മുന്നിൽ അവസാനം സംസാരിക്കേണ്ട അവസ്ഥ വരുന്നു. അവളാകട്ടെ മീഡിയക്കാരുടെ മുന്നിൽ വെച്ച് മാപ്പ് ചോദിച്ച പോലെ ആയിരുന്നില്ല ഇപ്പോൾ പ്രൈവറ്റായി സംസാരിക്കുമ്പോൾ പെരുമാറുന്നത്. ഒരിക്കലും നിനക്ക് ഇൻഡസ്ട്രിയിലേക്ക് ഒരു കംബാക്ക് ലഭിക്കാൻ പോകുന്നില്ല, അത് ഞാൻ അനുവദിക്കില്ല, നീ പോയ പോക്ക് അങ്ങ് പോയേക്കണം, തിരിച്ചു വരണ്ട എന്നെല്ലാം മെങ് പറയുമ്പോൾ ഞാൻ തിരിച്ചു വന്ന് പഴയ പ്രതാപത്തിലും കൂടുതലായി ഇനി ഇൻഡസ്ട്രിയിൽ തുടരുന്നതായിരിക്കുമെന്ന് ടങ്സുവും അവളെ വെല്ലുവിളിക്കുന്നു. അങ്ങനെ പിന്നീട് ടങ്സു മുന്നത്തെ അവളുടെ മാനേജർ ആയിരുന്ന ആളിനെ ചെന്ന് കണ്ട് തനിക്ക് വീണ്ടും ഇൻഡസ്ട്രിയിലേക്ക് വരണം, തന്നെ അതിന് സഹായിക്കണമെന്ന് പറയുന്നു. വീണ്ടും ഒരു K-pop താരമായി പരിഗണിക്കാം, പക്ഷെ പണ്ടത്തെ അത്ര ഫെസിലിറ്റീസ് ഇനി നിനക്ക് കിട്ടില്ല, കാരണം പണ്ട് നീ അത്രയും ജ്വലിച്ചു നിന്ന സമയമായിരുന്നു. പക്ഷെ ഇപ്പൊ നീ ഒരു താഴ്ചയിൽ നിന്ന് പതിയെ കയറി വരാൻ ശ്രമിക്കുക, അതുകൊണ്ട് പണ്ടത്തെ ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ഒന്നും പ്രതീക്ഷിക്കേണ്ട എന്ന് അവളോട് പറയുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും കേട്ട് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. ഞാൻ തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെ അവൾ മാനേജറോട് തീർത്തു പറയുന്നു. തന്റെ കരിയറിലേക്ക് തിരിച്ചെത്തിയ ടങ്സു ഒരു ഡ്രാമയിൽ ആക്ട് ചെയ്യാനായി ഗെറ്റപ്പ് ഒക്കെ ചേഞ്ച് ചെയ്ത് അതിന്റെ പ്രാക്ടീസിന് ഇരിക്കുന്നതാണ്. ആ സമയം അവിടേക്ക് ചായ് എത്തുന്നു. ആക്ട് ചെയ്യാൻ വന്നേക്കുവാണോ, കംപ്ലീറ്റ് ആയിട്ട് റിക്കവർ ആയിട്ടില്ലല്ലോ, റെസ്റ്റ് എടുത്തൂടെ എന്നെല്ലാം ചായ് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ടങ്സുവിന്റെ അടുത്തേക്ക് കൈ വന്നിരിക്കുകയാണ്. അവനെ കണ്ടപാടെ ഇവൾ ഒരു അടി മാറിയിരിക്കുന്നു. രണ്ടുപേർക്കിടയിൽ ഇപ്പോഴും പ്രശ്നങ്ങൾ നടക്കല്ലേ, ഇങ്ങനെ റിക്കവർ ആകുന്നതിന് മുന്നേ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് കൈ ചോദിക്കുമ്പോൾ ഞാൻ എവിടെ പോയാൽ നിങ്ങൾക്ക് എന്താ, എനിക്ക് ഇവിടെ റിക്കവർ ആവാതെ അഭിനയിച്ച് അസുഖം കൂടിയാൽ ഞാൻ ഹോസ്പിറ്റലിൽ പോയി കിടക്കും, നിങ്ങൾക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ എന്ന് അവൾ ദേഷ്യപ്പെടുന്നു. അതെനിക്ക് മനസ്സിലായി, നീ ഹോസ്പിറ്റലിൽ പോയി കിടന്ന ആ ലൂ നിനക്ക് ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട് വരുമെന്നാണോ നീ വിചാരിക്കുന്നതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവൾക്ക് ദേഷ്യം വരുന്നു. അങ്ങനെ രണ്ടുപേരും ഒന്നും രണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചായ ഇടയിൽ കയറുന്നു. എപ്പോഴും നിങ്ങൾ ഇങ്ങനെ കണ്ടാ കീരിയും പാമ്പിനെയും പോലെ പെരുമാറിയാൽ എങ്ങനെയാ, ടങ്സുവിന് വേണ്ടി എത്രത്തോളം കൈ കഷ്ടപ്പെടുന്നുണ്ടെന്ന് അറിയാവോ. ടങ്സുവിനെ അന്ന് ആ പ്രശ്നങ്ങളിലെല്ലാം ആക്കിയ ആ ഒരു ആദ്യ റൂമറിലെ അതിൽ ടങ്സുവിന് യാതൊരു പങ്കുമില്ലാന്ന് തെളിയിക്കാനായിട്ടുള്ള തെളിവുകളാണ് ഇപ്പോ കൈ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ടങ്സു വിചാരിക്കുന്നത് പോലെയല്ല കൈ ടങ്സുവിനെ എല്ലാ രീതിയിലും സഹായിക്കാനാണ് നോക്കുന്നതെന്ന് ചായ് പറയുന്നു. എനിക്ക് ആരുടെയും ഹെൽപ്പ് വേണ്ട, നിങ്ങൾ വെറുതെ ടൈം വേസ്റ്റ് ചെയ്യണ്ടെന്ന് പറഞ്ഞ് അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. രണ്ടുപേരും വീണ്ടും വഴക്കുണ്ടാക്കുമ്പോൾ ഒന്ന് നിർത്താവോ എന്ന് ചായ് ചോദിക്കുമ്പോൾ രണ്ടും മുഖം തൂക്കി വെച്ചിരിക്കുകയാണ്. മേലാൽ ഞാൻ നിന്നെ സഹായിക്കില്ല, ഞാൻ നിന്നെ സഹായിക്കുകയോ നിന്റെ പുറകെ നടക്കുകയോ ചെയ്താൽ നീ എന്നെ പട്ടിക്കുട്ടി എന്ന് വിളിച്ചോളാൻ അവൻ പറയുമ്പോൾ ഞാനും നിങ്ങളോട് ഇനി മിണ്ടാനില്ല, അങ്ങനെ ഞാൻ ചെയ്താൽ നിങ്ങൾ എന്നെ വേണമെങ്കിൽ പന്നിക്കുട്ടി എന്ന് വിളിച്ചോ എന്ന് പറഞ്ഞ് അവളും പിടങ്ങുന്നു. അങ്ങനെ പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇരിക്കുന്ന ടങ്സു അവിടെ മെങ്ങിനെ കാണുന്നു. മെങ്ങും ഈ ഒരു ഡ്രാമയിൽ അഭിനയിക്കുന്നുണ്ട്. മെങ് ഇവളോട് സംസാരിക്കാനായി വരുമ്പോ ടങ്സു മിണ്ടാതെ എഴുന്നേറ്റ് പോകുന്നു. ഈ ടീം മെങ് അവളുടെ അസിസ്റ്റൻസുമായി ചേർന്ന് ടങ്സുവിനിട്ട് എന്തോ ഒന്ന് പ്ലാൻ ചെയ്യുന്നു. അതുപ്രകാരം ടങ്സു രാത്രി ഒറ്റയ്ക്ക് ഷൂട്ടിംഗ് കഴിഞ്ഞ് റൂമിലേക്ക് പോകുന്ന സമയം അവളുടെ അസിസ്റ്റൻസ് ടങ്സുവിനെ പേടിപ്പിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവിടെ മറിഞ്ഞിരുന്ന് കൈ അവരെ പേടിപ്പിച്ച് ഓടിക്കാണ്. കൂടാതെ അവൻ ടങ്സുവിന്റെ അടുത്തേക്ക് ചെല്ലാൻ നോക്കുമ്പോൾ അവൾ ഇത് അവനാണെന്ന് മനസ്സിലാക്കാതെ പെട്ടെന്ന് തട്ടിയിട്ട് അവിടെ നിന്ന് ഓടുന്നു. അപ്പൊ അവന്റെ ഫോൺ വെള്ളത്തിൽ വീണ് ആകെ ഡാമേജ് ആകുന്നു. അടുത്ത ദിവസം ഷൂട്ടിംഗ് വീണ്ടും ആരംഭിക്കുമ്പോൾ ടങ്സു വെടിയേറ്റ് വീഴുന്ന ഒരു സീനുണ്ട്. ആ സീൻ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം ടേക്ക് പോയിട്ടും അത് പെർഫെക്റ്റ് ആകുന്നില്ല എന്ന് പറഞ്ഞ് ഡയറക്ടർ അത് വീണ്ടും വീണ്ടും റീടേക്ക് എടുപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഈ കൂട്ടത്തിൽ ടങ്സുവിനെ അവൾ അറിയാതെ സഹായിക്കാനായി കിം വേഷം മാറിയ ഒരു ജൂനിയർ ആർട്ടിസ്റ്റായി വന്ന് നിൽപ്പുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. ടങ്സു റീടേക്ക് എടുത്തെടുത്ത് വീണ് അവൾക്ക് കാലുവേദനയൊക്കെ എടുക്കുന്നുണ്ട്. അവള് പൂർണ്ണമായും റിക്കവർ ആയിട്ടില്ലായിരുന്നല്ലോ. ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയി ഉടനെ തന്നെ ഈ ഡ്രാമയുടെ ഷൂട്ടിങ്ങിന് കയറിയില്ലേ. ഇത് അവിടെ ഉണ്ടായിരുന്ന ലൂവും ശ്രദ്ധിക്കുന്നു. ലൂ ആക്ച്വലി ഇവിടേക്ക് എത്തിയത് ടങ്സുവിനെ കാണാനായിട്ടാണ്. പക്ഷെ ലൂവിനെ കണ്ടപാടെ മെങ് നീ എന്നെ കാണാനാണ് വന്നതെന്ന് ചോദിച്ച് അവന്റെ അടുത്ത് പോയി വർത്താനം പറയുന്നു. ലൂ ആകട്ടെ ഡയറക്ടറോട് സാർ നമുക്കൊരു ബ്രേക്ക് എടുത്തിട്ട് വീണ്ടും ഷൂട്ടിംഗ് നടത്തിയാലോ എന്ന് ഒരു സജഷൻ പറയുന്നു. ലൂ പറയുന്നത് ഡയറക്ടർ കേൾക്കാണ്. അങ്ങനെ ബ്രേക്ക് ആകുമ്പോൾ നടക്കാനേ വയ്യാത്ത രീതിയിൽ നടന്നാണ് ടങ്സു അവിടെ നിന്ന് പോകുന്നത്. ആ ടീം ലൂ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. എന്തു പറ്റി നിനക്കെന്ന് ലൂ ചോദിക്കുമ്പോൾ ഒന്നുമില്ല, നിങ്ങൾ ഓൾറെഡി എന്നെ കുറെ കെയർ ചെയ്തു, ഇനി ഇതിന്റെ ആവശ്യമില്ലെന്ന് അവള് പറയുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്തു എന്നാ നീ പറയുന്നതെന്ന് അവൻ ചോദിക്കുന്നു. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാകുന്നത് ഇവൻ ആയിരുന്നില്ല തന്നെ കെയർ ടേക്കറായി നോക്കിയതെന്ന്. ഉടനെ അവൾക്ക് വല്ലാത്ത സങ്കടമാകുന്നു. കയ്യെ താൻ തിരിച്ചറിഞ്ഞില്ലല്ലോ, തെറ്റിദ്ധരിച്ചല്ലോ എന്നവൾ സങ്കടപ്പെടുമ്പോ നീ എന്തിനാ എപ്പോഴും അയാളുടെ കാര്യം പറയുന്നത്, അയാളെക്കാളും നന്നായി ഞാൻ നിന്നെ നോക്കും, എനിക്ക് ഓൾറെഡി നിന്നെ ഇഷ്ടമായിരുന്നു, അതൊക്കെ നീ മറന്നു എന്നെല്ലാം അവൻ ചോദിക്കുമ്പോൾ എനിക്ക് നിങ്ങളോട് യാതൊരു താല്പര്യമില്ല, വെറുതെ ഇനി എന്നെ ശല്യം ചെയ്യരുതെന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പോകുന്നു. ഈ നടന്ന സംഭാഷണം എല്ലാം മെങ്
കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നീട് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ലഞ്ച് ബ്രേക്ക് ആകുന്ന സമയത്താണ് അവിടെയുള്ള ഡയറക്ടറിന്റെ അസിസ്റ്റന്റ് വഴി കൈ ഈ ഒരു ഡ്രാമയിൽ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിക്കുന്നുണ്ട്. കൈ ടങ്സുവിന് വേണ്ടിയാണ് അങ്ങനെ അഭിനയിക്കുന്നത് എന്ന കാര്യം ആളുകൾക്കിടയിൽ സംസാരമായി ഉണ്ടെന്ന് അവൾ അറിയുന്നത്. അപ്പോഴാണ് കൈ ഇവിടെ ഉള്ള കാര്യം തന്നെ അവൾ ആദ്യമായി അറിയുന്നത്. അവൾ പെട്ടെന്ന് തന്നെ കൈയെ കാണാനായി എവിടെയെല്ലാം തിരക്കുന്നു. പക്ഷെ എവിടെയും കണ്ടില്ല. കൈ ഈ സമയത്ത് ഒരു റൂമിലാകെ സങ്കടപ്പെട്ടിരിക്കുകയായിരുന്നു. അവൻ ഇതൊക്കെ പരിചയമില്ലാത്ത കാര്യമല്ലേ, ടങ്സുവിന് വേണ്ടിയാണ് ഇത്രയും കഷ്ടപ്പെടുന്നത്, എന്നിട്ട് അവളോടൊന്ന് സംസാരിക്കാൻ കഴിയുന്നില്ലല്ലോ എന്ന് അവൻ സങ്കടപ്പെട്ടിരിക്കുന്ന അതേ മുറിയിലേക്ക് അവിടെയെല്ലാം കൈയെ അന്വേഷിച്ച് നടന്ന് തളർന്ന് ടങ്സു വരുന്നു. അവൾ അവിടെ ക്ഷീണിച്ചിരുന്ന് ഇവന്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കുകയാണ്, എവിടെയാണ്, എനിക്ക് ഇപ്പൊ തന്നെ കാണണം, ഒന്ന് സംസാരിക്കാനുണ്ടെന്നൊക്കെ പറഞ്ഞു. ഈ ടീം ആരോ വന്ന ഡോർ അടയ്ക്കുന്നതും ഇവരകത്ത് പെട്ടുപോകുന്നതും നമുക്ക് കാണാം. പക്ഷെ ഡോർ അടച്ചൊന്നും അറിയാതെ അവിടെ ഇരിക്കുന്ന ടങ്സുവിന്റെ അടുത്തേക്ക് കൈ ചെല്ലുന്നു. ഇവനെ കാണണമെന്ന് കരുതി അന്വേഷിച്ച് നടക്കായിരുന്നേലും പെട്ടെന്ന് അവനെ കണ്ടപ്പോ അവൾ ആകെ ഷോക്കാവുകയാണ്. പെട്ടെന്ന് അവളൊന്ന് പരുങ്ങുന്നു. അങ്ങനെ ടങ്സുവിന്റെ അടുത്തെത്തി കൈ സംസാരിക്കുകയാണ്. നീ എന്ത് പറയാനാ എന്നെ കാണണമെന്ന് മെസ്സേജ് അയച്ചതെന്ന് അവൻ ചോദിക്കുമ്പോൾ ഇവൾ ആദ്യം ഒന്നും പറയുന്നില്ല. പിന്നീട് ഹോസ്പിറ്റലിൽ വെച്ച് കൈ വന്ന് ടേക്ക് കെയർ ചെയ്തതിനെ ലൂ ആണെന്ന് തെറ്റിദ്ധരിച്ചതിനെ പറ്റിയാണെന്ന് അവള് പറയുമ്പോൾ അന്നൊന്നും ആലോചിക്കാൻ അന്വേഷിക്കുകയും ചെയ്യാതെ നീ അത് അവനാണെന്ന് കരുതിയതല്ലേ, ഇപ്പോഴെങ്കിലും മനസ്സിലായില്ലെന്ന് ചോദിച്ച് അവൻ അവളെ കിസ് ചെയ്യുന്നു. പക്ഷെ ആ സമയത്ത് അവൾക്ക് തലകറക്കം വരാണ്. ഓൾറെഡി ബോഡി വീക്കായി ഇതുപോലെ റെസ്റ്റ് ഇല്ലാതെ ഷൂട്ടിങ്ങിനൊക്കെ നടക്കുന്നത് കൊണ്ട് വയ്യാണ്ടാവുന്നു. പെട്ടെന്ന് അവൻ പേടിച്ച് അവളെ എടുത്തുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങാനായി നോക്കുമ്പോൾ ഡോർ ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. പുറത്തുനിന്ന് ലോക്ക് ചെയ്ത ഡോറ് ഇനി എങ്ങനെ അഴിക്കുമെന്നോർത്ത് അവൻ അവിടെ കിടന്ന് തട്ടി വിളിച്ചോണ്ടിരിക്കുമ്പോൾ ആ ശബ്ദം കേട്ട് ചായ എത്തി ഡോർ ഓപ്പൺ ആക്കുന്നു. അങ്ങനെ അവളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നു. ടങ്ങിന് വേണ്ടി ഷൂട്ടിംഗ് ലൊക്കേഷനിലെ രാപ്പകലില്ലാതെ ജൂനിയർ ആർട്ടിസ്റ്റായി അഭിനയിച്ച് കൈയും ആകെ ടയേർഡായിരിക്കല്ലേ, അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്നോളാന്ന് ചായ പറയുന്നുണ്ടെങ്കിലും അവൻ കേൾക്കുന്നേയില്ല. കൂടാതെ ആരാണ് ഈ ഡോർ ലോക്ക് ചെയ്തത്, എന്തായാലും അത് ടങ്സുവിനെതിരെ നടന്ന ഒരു അറ്റാക്കാണ്, അത് ആരാണെന്ന് കണ്ടുപിടിക്കണമെന്ന് കൈ പറഞ്ഞതിനെ തുടർന്ന് ചായ അത് അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നു. CCTV വിഷ്വൽസ് ഒക്കെ പരിശോധിച്ച് ആളെ കൈയോടെ പൊക്കാണ്. അങ്ങനെ അവരെ അടുത്ത ദിവസം ടങ്സുവിന്റെ അടുത്തേക്ക് കൊണ്ടുവരുന്നു. അത് മറ്റാരുമല്ല, മെങ്ങിന്റെ അസിസ്റ്റൻസ് ആണ്. അവരറിയാതെ ലോക്ക് ചെയ്തതാണ്, ഒന്നും തോന്നരുത്, ക്ഷമിക്കണമെന്നൊക്കെ പറഞ്ഞ് ഒരുപാട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ ടങ്സു അവരെ പറഞ്ഞു വിടുന്നു. അങ്ങനെ പിന്നീട് ടങ്സുവിന്റെ അടുത്ത് കൈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയം പുറത്തിരിക്കുന്ന ചായയുടെ അടുത്തേക്ക് യു എത്തുന്നു. അവര് രണ്ടുപേരും ടങ്സുവിന്റെ കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് നിന്ന് നിലവിളിച്ചുകൊണ്ട് കൈ പുറത്തേക്ക് ഓടി വരികയാണ്. എന്താ കാര്യമെന്ന് യുവും ചായയും ചോദിക്കുന്ന സമയത്താണ് ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത്. ഹോസ്പിറ്റലിൽ വെച്ച് ടങ്സുവിനോട് നമുക്ക് ഗേൾ ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ആയാലോ എന്ന് കൈ ചോദിക്കുമ്പോൾ അവൾ അവനോട് ദേഷ്യപ്പെടുന്നു. അപ്പൊ നീ ഇന്നലെ ഞാൻ കിസ് ചെയ്തൊക്കെ മറന്നോന്ന് അവൻ ചോദിക്കുമ്പോഴാണ് അവൾക്ക് ആ കാര്യമേ ഓർമ്മ വരുന്നത്. കാരണം അവൾ തീരെ വയ്യാതിരിക്കായിരുന്നല്ലോ. അവൾ പെട്ടെന്ന് അങ്ങനെയൊന്നും ഇല്ലാത്ത രീതിയിൽ സംസാരിക്കുമ്പോൾ ശരി നിനക്ക് ഓർമ്മയില്ലെങ്കിൽ ഇപ്പൊ ഞാൻ കിസ് ചെയ്യാന്നും പറഞ്ഞ് അവൻ അവളെ കിസ് ചെയ്യാണ്. പെട്ടെന്ന് അവൾ അവനെ തടുക്കാനായി തൊഴിക്കുന്നു. ആ തൊഴി കേട്ടതിന്റെ നിലവിളിയായിരുന്നു മുന്നേ കേട്ടത്. പിന്നീട് ഹോസ്പിറ്റലിൽ നിന്ന് അവൾ ഡിസ്ചാർജ് ആകുന്ന ദിവസം കൈ അവളുടെ അടുത്ത് കൊണ്ടുപോയി അവരുടെ സ്ഥാപനം പുതുതായി തുടങ്ങാൻ പോകുന്ന ചില ഡ്രാമാസിന്റെ കോൺട്രാക്ട് പേപ്പർ കാണിക്കുന്നു. അതിലെല്ലാം പ്രധാന റോളിൽ ടങ്സുവിനെയാണ് അവൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഇങ്ങനെ തനിക്ക് കൈയുടെ കെയർ ഓഫില് റോളൊന്നും കിട്ടേണ്ട ആവശ്യമില്ല, താൻ തന്റെ കഴിവിന്റെ പുറത്ത് ഡ്രാമകളിൽ അഭിനയിച്ചോളാമെന്ന് അവള് പറയുമ്പോ കൈ അത് സമ്മതിക്കുന്നേയില്ല. നീ എന്റെ ഗേൾ ഫ്രണ്ടാ, നീ എത്ര കഷ്ടപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞവൻ അവൾക്ക് ഇവിടെ അടുത്ത് തന്നെ സ്റ്റേ ചെയ്യാൻ ഒരു വീടും കാറും ഡ്രൈവറും എല്ലാം അറേഞ്ച് ചെയ്യുന്നു. അവൾ എത്ര വേണ്ടെന്ന് പറഞ്ഞ് റിജക്ട് ചെയ്തിട്ടും സമ്മതിക്കാതെ അതെല്ലാം നിർബന്ധിച്ചു കൊടുക്കാണ്. അങ്ങനെ അവൻ കൊടുത്ത വീട്ടിൽ അവൾ ഉള്ള സമയം കോളിംഗ് ബെൽ അടിക്കുന്നു. ചെന്ന് നോക്കുമ്പോൾ ഡെലിവറി മാൻ ആദ്യം ഒരു ബൊക്കെ കൊടുക്കുന്നു. അത് വാങ്ങി ഡോർ ക്ലോസ് ചെയ്യുമ്പോൾ അടുത്ത ഗിഫ്റ്റ്. അങ്ങനെ ഓരോ തവണ ഓരോ ഗിഫ്റ്റ് വാങ്ങുമ്പോഴും അടുത്ത ഗിഫ്റ്റ് വന്നുകൊണ്ടേ ഇടുന്നു. ഒടുക്കം അവള് സഹിയിട്ട് എന്റെ പേര് ടങ്സു എന്നല്ല, അപ്പുറത്തെ വീട്ടിലെ ടങ്സു താമസിക്കുന്നത്, അവിടെ കൊണ്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നു. എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പോകണം, ആ ഡ്രൈവറിനെ പറഞ്ഞിട്ട് കാറും തിരിച്ചു കൊടുക്കണമെന്നൊക്കെ അവള് പ്ലാൻ ചെയ്ത് ഒന്ന് പുറത്തേക്ക് നടക്കാനായി ഇറങ്ങുന്നു. ആ സമയം അവിടെ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ട് ഉണ്ടായിരുന്നു. അവിടെ പോയി ഇത്തിരി നേരം ഇരിക്കാന്ന് കരുതി അവൾ അവിടെ പോയി ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ബോൾ വന്നടിക്കുന്നു. അപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ലൂവിനെ അവൾ കാണുന്നത്. ലൂവും ഇവളാണെന്ന് കണ്ടുകൊണ്ട് വന്നതല്ല, ബോൾ അടിച്ചതിന് സോറി പറയാനായി വന്നപ്പോഴാണ് ഇവളെ കാണുന്നത്. ഇവളെ കണ്ടപാടെ അവൻ അടുത്തിരുന്ന് സംസാരിക്കുന്നു. നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യമാണോ? പക്ഷെ ഞാൻ ഒന്നും അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല, അറിയാലോ എനിക്ക് നിന്നെ ഇഷ്ടമായിരുന്നു, ഞാനത് തുറന്ന് പറഞ്ഞിട്ടില്ലെങ്കിലും നിനക്കത് മനസ്സിലായിട്ടുണ്ടാവാം. അതുപോലെ തന്നെ നിനക്ക് എന്നെ ഇഷ്ടമാണെന്നുമാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ ഇഷ്ടം തുറന്നു പറയാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോ ഒന്നും നടന്നതേയില്ല. ഒടുക്കം ഞാൻ അതിനെ ശ്രമിച്ച് ഞാൻ ഇന്ന് പറഞ്ഞേ തീരൂ എന്നുള്ള രീതിയിൽ വന്നപ്പോഴാണ് അന്ന് ആ റൂമറിന്റെ പ്രശ്നങ്ങളൊക്കെ നടന്നത്. അതുകൊണ്ട് എനിക്കത് പറയാൻ കഴിഞ്ഞില്ല. പിന്നെ എന്തുകൊണ്ടോ ഞാൻ ആ റൂമർ വിശ്വസിച്ച് നിന്നെ പിന്നീട് അവോയ്ഡ് ചെയ്തു. നിനക്ക് വേണ്ടി സത്യം അന്വേഷിക്കാൻ പോലും ഞാൻ മെനക്കെട്ടില്ല. പിന്നീട് നീയും കാണാതായി. അതിനുശേഷം ഞാൻ നിന്നെ ഒരുപാട് അന്വേഷിച്ചിരുന്നു, പക്ഷെ കണ്ടു കിട്ടിയതേയില്ല. നിനക്ക് എന്നോട് ക്ഷമിച്ചുകൂടെ എന്ന് അവൻ ചോദിക്കുന്ന സമയം എനിക്കതിന് ദേഷ്യമുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവനോട് മറുപടി പറയാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ തിരിച്ച് താമസ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാണ് തന്റെ കയ്യിൽ കിടന്ന് ചെയിൻ കാണാത്ത കാര്യം അവൾ മനസ്സിലാക്കുന്നത്. ആ ചെയിൻ പണ്ടത്തെ ഇവളുടെ ബ്രേസ്ലെറ്റ് കളഞ്ഞതിന് പകരമായി കൈ അവൾക്ക് ഗിഫ്റ്റ് ചെയ്തതാണ്. അതാണിപ്പോ കാണാതായിരിക്കുന്നത്. ഒരുപക്ഷെ ബോൾ വന്നിടിച്ച സമയത്ത് ആ ഒരു ബാസ്കറ്റ് ബോൾ കോർട്ടിൽ വീണതാകാമെന്ന് അവൾ കണക്ക് കൂട്ടുന്നു. അവൾ വേഗം തന്നെ അത് അന്വേഷിച്ച് പോകാൻ ഒരുങ്ങുന്നു.
അപ്പോഴേക്കും സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. പിന്നീട് രാത്രി ഇവളെ കാണാനായി അങ്ങോട്ടേക്ക് കൈ എത്തുന്ന സമയം അവിടേക്ക് ഇവളെ അന്വേഷിച്ച് ലൂവും എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ രണ്ടുപേരും അവിടെ വെച്ച് കണ്ടുമുട്ടി വഴക്കുണ്ടാക്കുന്നു. ടങ്സു എന്റേതാണെന്ന കാര്യം പറഞ്ഞാണ് വഴക്ക് രണ്ടുപേരും ഇടുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുമ്പോ ഞാൻ നിന്റെ ബോസാ, അതുകൊണ്ട് നിന്നെ ഇനി ഞാൻ ജോലിയിൽ നിന്ന് ഈ കാരണത്തിന് പിരിച്ചുവിടാൻ പോവുകയാണെന്ന് കൈ പറയുന്ന സമയത്ത് നിങ്ങളായിട്ട് വിടണ്ട, ഞാൻ തന്നെ പൊക്കോളാന്ന് പറഞ്ഞ് അവൻ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് തിരിഞ്ഞു പോകുന്നുണ്ടെങ്കിലും പിന്നീട് പാവം തോന്നി അവന്റെ അടിയേറ്റ് താഴെ കിടക്കുന്ന കൈയെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. അകത്തെത്തുന്ന ഇവർക്ക് അകത്ത് ടങ്സു ഇല്ലാന്ന് മനസ്സിലാവുന്നു. അവളുടെ മൊബൈൽ അവിടെ ഇരിപ്പുണ്ട്. അവളിപ്പോ എവിടെ പോയി കാണും, എന്തെങ്കിലും ആപത്ത് പറ്റിയോന്ന് കൈ ആകെ പേടിക്കുമ്പോ നമുക്ക് പോയി അന്വേഷിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ലൂ കൈയും കൂട്ടി പുറത്തേക്ക് പോകുന്നു. ഇതേ ടീം നല്ല മഴയായിട്ട് പോലും ആ ഒരു കളഞ്ഞു പോയ ചെയിൻ അന്വേഷിച്ച് ബാസ്കറ്റ് ബോൾ കോർട്ടിന്റെ അവിടെയായിരുന്നു ടങ്സു ഉണ്ടായിരുന്നത്. അവൾ അവിടെ അത് തപ്പിട്ട് കിട്ടുന്നേയില്ല. മഴ ശക്തിയിൽ പെയ്യുന്നത് കൊണ്ട് തന്നെ അവൾക്ക് നന്നായി കാണാനും കഴിയുന്നില്ല. ആ സമയം ഒരുപാട് സ്ഥലത്ത് ഇവളെ അന്വേഷിച്ച് ഒടുക്കം അങ്ങോട്ടേക്ക് കൈയും ലൂവും വന്നെത്തുന്നു. കൈ ഇവളെ കണ്ടപാടെ എന്തിനെങ്ങനെ മഴ നനയുന്നതെന്ന് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴാണ് അവള് ബ്രേസ്ലെറ്റ് തപ്പാൻ വന്ന കാര്യം പറയുന്നത്. അത് കിട്ടിയില്ലെങ്കിലും സാരില്ലാന്നും പറഞ്ഞ് അവൻ അവളെ വിളിക്കുമ്പോ ലൂ ഡോറ് തുറക്കാനായി നോക്കുന്നു. പക്ഷെ അത് ലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇവൾ അകത്തുള്ളത് ശ്രദ്ധിക്കാതെ മഴയത്ത് പെട്ടെന്ന് സ്റ്റാഫ് വന്ന് ലോക്ക് ചെയ്തിട്ട് പോയതായിരുന്നു. ഇവരത് പൊട്ടിക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. ഞാൻ എന്തേലും എടുത്തോണ്ട് വരാമെന്നും പറഞ്ഞ് ലൂ അവിടെ നിന്ന് പോകുന്ന സമയം ടങ്സുവിന്റെ അടുത്തെത്താനായി അത് വലിഞ്ഞു കയറുകയാണ് കൈ. അവനാണെങ്കിൽ മുന്നേ അടി കൊണ്ട് കാലൊന്നും വയ്യ. അതുകൊണ്ട് തന്നെ വലിഞ്ഞു കയറി ഇറങ്ങാൻ നോക്കുമ്പോ ബാലൻസ് തെറ്റി താഴെ വീഴുന്നു. പക്ഷെ അവന്റെ കൈ ചെന്ന് പിടിക്കുന്നിടത്ത് ആ ബ്രേസ്ലെറ്റ് കിടപ്പുണ്ടായിരുന്നു. അവൻ അതെടുത്ത് അവളെ ഏൽപ്പിക്കുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷാവുന്നു. ഇതിന് പകരം ഞാൻ മറ്റൊരെണ്ണം വാങ്ങിച്ചു തരായിരുന്നല്ലോ, എന്തിനാ ഇതിനു വേണ്ടി ഇത്രയും റിസ്ക് എടുത്തതെന്ന് അവൻ ചോദിക്കുമ്പോ ഏതൊക്കെ വാങ്ങിച്ചെന്നാലും ആദ്യം വാങ്ങിച്ചു തരുന്നത് പോലെ ആവില്ലല്ലോ എന്ന് അവള് പറയുന്നു. കൂടാതെ ആ സമയം ഇവന്റെ തല പൊട്ടി രക്തം വരുന്നത് അപ്പോഴാണ് അവര് കാണുന്നത്. രണ്ടുപേർക്കും ആകെ പട ടെൻഷൻ ആവുന്നു. പ്രത്യേകിച്ച് ടെൻഷൻ ആവുന്നത് ടങ്സു ആയിരുന്നു. കൈക്ക് പതിയെ പതിയെ തല കറങ്ങുന്നത് പോലെയും കാഴ്ച മങ്ങുന്നത് പോലെയും തോന്നുന്നുണ്ട്. ആകെ പട പേടിക്കുന്ന ടങ്സു കൈയോട് സേഫ് ആയിട്ടും ധൈര്യമായിട്ട് ഇരിക്കെ എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണെന്ന് അവളുടെ ഇഷ്ടം തുറന്നു പറയുന്നു. അത് കൈ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യമാണെങ്കിൽ പോലും അത് കേട്ടതിന്റെ സന്തോഷം അവനിപ്പോ ആസ്വദിക്കാനായി കഴിയുന്നില്ല. കാരണം പതിയെ കാഴ്ച മങ്ങി കണ്ണടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ടങ്സു ആകെ പേടിച്ചിരിക്കുന്ന ആ സമയത്ത് ലൂ സഹായത്തിന് വിളിച്ചത് പ്രകാരം ചായയും യുവും കൂടി അങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരൊന്നിച്ച് ചായ കൊണ്ടുവന്ന ടൂൾസ് എടുത്ത് ആ ലോക്ക് തുറന്ന് അകത്തേക്ക് കയറുന്നു. ഇവരെ കാണുമ്പോ കൈയെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാലോ എന്ന സന്തോഷത്തിലായിരുന്നു ടങ്സു എങ്കിലും അപ്പോഴേക്കും കൈയുടെ ബോധം പൂർണ്ണമായും മറിഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും കൈയെ നോക്കി പേടിച്ചു നിൽക്കുന്നിടത്ത് നമ്മൾ കാണുന്നത് പതിയെ കണ്ണു തുറക്കുന്ന ടങ്സുവിനെയാണ്. അവൾക്ക് ബോധം പോയിട്ടുണ്ടായിരുന്നു. ബോധം മറയുന്നതിന് മുന്നേ അവൾ അവസാനമായി കണ്ടത് തലയ്ക്കടിയേറ്റ് കൈയുടെ ബോധം പോകുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇപ്പൊ കണ്ണു തുറക്കുന്നവൾ മുന്നിൽ നിൽക്കുന്ന യുവിനോട് കൈയെ പറ്റി തിരക്കുമ്പോ ആ റൂമിലുണ്ടെന്ന് അവൾ പറയുന്നു. ഇതിപ്പോ ഹോസ്പിറ്റലാണ്. അങ്ങനെ അവനുള്ള റൂമിലേക്ക് അവൾ ഓടി ചെല്ലുമ്പോ ബെഡിൽ ഒരാളെ പൊതച്ചു കിടത്തിയിരിക്കുന്നത് പോലെയാണ് അവൾ കാണുന്നത്. അവൾ വേഗം തന്നെ കൈക്ക് എന്തോ അത്യാഹിതം സംഭവിച്ചു എന്ന പേടിയിൽ എന്നെ വിട്ടിട്ട് നിങ്ങൾ പോയോ, എന്തിനിങ്ങനെ ചെയ്തത്, എനിക്കിനി ആരുണ്ട്, ഇഷ്ടം തുറന്നു പറഞ്ഞ് നന്നായി ഒന്ന് സ്നേഹിക്കാൻ പോലും നമുക്ക് അവസരം കിട്ടിയില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടെ ഇരുന്ന് കരയുമ്പോ ടോയ്ലറ്റിൽ നിന്ന് കൈ പല്ല് തേച്ചുകൊണ്ട് ഇറങ്ങി വരുന്നു. അവൻ ഇവളുടെ അടുത്ത് വന്ന് തട്ടുമ്പോ ഇവൾ അവനെ മൈൻഡ് പോലും ചെയ്യാതെ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. കൂടെ അവനും കരയാൻ തുടങ്ങുമ്പോഴാണ് കരച്ചിൽ നിർത്തി നോക്കുന്ന അവൾ അവനെ കാണുന്നത്. അപ്പോഴാണ് ഇവൾക്ക് ശ്വാസം നേരെ വീഴുന്നത്. സമാധാനത്തിൽ അവൾ അവനെ കെട്ടിപ്പിടിക്കുന്നു. എന്തിനെങ്ങനെ ചെയ്തത്, ഞാൻ ആകെ പേടിച്ചു പോയല്ലോ, ഹെൽത്ത് ഒക്കെ നോക്കണ്ടേന്ന് പറഞ്ഞ് അവൾ സങ്കടപ്പെടുമ്പോ അങ്ങോട്ടേക്ക് ചായയും യുവും എത്തുന്നു. ഇന്നലെ ആ സംഭവത്തില് ഇവരുടെ രണ്ടുപേരുടെയും ബോധം പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതിന് താങ്ക്സ് എന്ന് അവർ ചായയോട് പറയുമ്പോ താങ്ക്സ് എന്നോടല്ല പറയേണ്ടത് ലൂവിനോടാ. ലൂവാ ഞങ്ങൾ അങ്ങോട്ട് വിളിച്ചു വരുത്തിയതും കൂടാതെ കൈയെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്നതെന്നെല്ലാം ചായ പറയുമ്പോ ഇവരെ കാണാനായി ഇങ്ങോട്ടേക്ക് എത്തിയ ലൂ അവിടെ നിന്ന് മടങ്ങുന്നത് നമുക്ക് കാണാം. അവൻ ഇത്രയും നേരം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവരെ കാണാനായിട്ട് വന്നപ്പോഴാണ് അവർ തന്നെ പറ്റി സംസാരിക്കുന്നത് അവൻ കേട്ടത്. എന്തായാലും ഇപ്പൊ അവരുടെ മുന്നിൽ പോണ്ട, അതൊരു ഇമോഷണൽ മൊമെന്റ് ആയിരിക്കും. കാരണം താൻ ഇഷ്ടപ്പെടുന്ന ടങ്സു ഇപ്പൊ കൈയെ ഇഷ്ടപ്പെടുന്നു. അതുകൊണ്ട് ഇനി അവളെ താൻ ഡിസ്റ്റർബ് ചെയ്യണ്ട, അവളിപ്പോ വളരെ സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള കൈകളിലാണ് വന്ന് പെട്ടിരിക്കുന്നതെന്ന് അവൻ സ്വയം ഓർത്ത് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ തിരിച്ച് വീട്ടിലേക്ക് എത്തുന്ന ടങ്സു അവളുടെ വെയിറ്റ് നോക്കുമ്പോ മുന്നത്തേനേക്കാളും വെയിറ്റ് കുറച്ച് കൂടിയിട്ടുണ്ട്. അവൾക്ക് ആകെ ടെൻഷൻ ആവുകയാണ്. കാരണം വെയിറ്റ് കൺട്രോൾ ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ പഴയ രീതിയിലേക്ക് പോയാലോ എന്ന്. അതുകൊണ്ട് അവൾ വർക്കൗട്ട് ഒക്കെ ചെയ്യാൻ തുടങ്ങുന്നു. അവിടേക്ക് അവളെ കാണാനായി എത്തുന്ന കൈ അവളെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഫുഡൊക്കെ വാങ്ങി നിർബന്ധിച്ച് കഴിപ്പിക്കുമ്പോ ഞാൻ ഇതൊന്നും കഴിക്കില്ല, ഇതൊക്കെ വെയിറ്റ് കൂടുന്ന ഫുഡാണെന്ന് അവൾ പറയുമ്പോ നീ ചബ്ബി ആയിട്ടിരുന്നാലും ക്യൂട്ടാണെന്ന് അവൻ പറയുന്നു. അതൊന്നും ശരിയാവത്തില്ല, നാളെ ഒരു ഇവന്റ് ഉണ്ട്, അതിൽ ഞാൻ പങ്കെടുക്കാൻ പോകുന്നുണ്ട്, കൂടെ മെങ്ങും ഉണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് അടിപൊളിയായിട്ട് ഇരിക്കണ്ടേന്നൊക്കെ അവൾ പറയുമ്പോ ഞാനും ആ ഇവന്റിന് വരാമെന്ന് കൈ പറയുന്നു. വേണ്ട, നമ്മൾ രണ്ടുപേരും കൂടി ഒന്നിച്ച് പോയി നമ്മുടെ റിലേഷൻ ഇപ്പോഴും ഒഫീഷ്യൽ ആക്കണ്ട. അറിയാലോ, എനിക്ക് നിങ്ങളുടെ കെയർ ഓഫില് ഒരു അറിയപ്പെടുന്ന ആളാകാൻ താല്പര്യമില്ല. എന്റെ കഴിവിന്റെ പുറത്ത് സെലിബ്രിറ്റി ആകാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അതുകൊണ്ട് ഇപ്പൊ നമ്മളുടെ റിലേഷൻ ആരും അറിയണ്ട എന്ന് അവൾ തീർത്തു പറയുന്നു. അങ്ങനെ ഒരു പ്രോഗ്രാം നടക്കുന്ന സ്ഥലം കാണിക്കുന്നു. അത് ഈ ഒരു സ്മോൾ ബിസിനസ് ഒക്കെ പ്രൊമോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഇവന്റ് ആണ്. അവിടെ ആദ്യം പെർഫോം ചെയ്യുന്നത് മെങ്ങാണ്. പക്ഷെ അവളുടെ പാട്ട് ആർക്കും തന്നെ ഇഷ്ടപ്പെടുന്നില്ല. അവരൊക്കെ കേൾക്കാൻ നിൽക്കാതെ എഴുന്നേറ്റ് പോകുന്നു. അങ്ങനെ അവൾ പാടി അവസാനിപ്പിക്കുമ്പോ ആകെപ്പാടെ ഒരേ ഒരാളെ ഓഡിയൻസ് ആയിരുന്ന് അവൾക്ക് കൈ തട്ടാനായി ഉണ്ടായിരുന്നു.
ഉണ്ടായിരുന്നുള്ളൂ. അതിനുശേഷം പെർഫോം ചെയ്യാനായി എത്തുന്നത് ടങ്സു ആണ്. ടങ്സു സ്റ്റേജിലേക്ക് കയറുമ്പോൾ ആരും തന്നെ അവളുടെ പാട്ട് കേൾക്കാനായി അവിടെ ഇല്ല. അവിടെയുള്ള കുട്ടി സ്റ്റോൾസിലൊക്കെ അവിടെ ഉണ്ടായിരുന്ന ആളുകൾ കറങ്ങി നടക്കാണ്. പക്ഷെ അതിൽ യാതൊരു പ്രശ്നവുമില്ലാതെ ടങ്സു പാട്ട് പാടാനായി തുടങ്ങുന്നു. അവൾ സ്റ്റേജിൽ നിന്ന് പാട്ട് പാടുന്നത് കേൾക്കുന്ന ഓരോ പ്രേക്ഷകരും അവളുടെ അടുത്തേക്ക് എത്താണ്. ആ പാട്ട് അവരെല്ലാം ആസ്വദിച്ച് കേൾക്കുന്നു. ഇവളാകട്ടെ സ്റ്റേജിൽ നിന്ന് തന്നെ പാടാതെ ഓഡിയൻസിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരെ വളരെയധികം എന്റർടൈൻ ചെയ്തുകൊണ്ടാണ് പെർഫോം ചെയ്യുന്നത്. അങ്ങനെ അവൾ പാടുമ്പോൾ ഓഡിയൻസ് വളരെ എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. ഒരുപാട് പേർ അവളുടെ പാട്ട് കേൾക്കാനായി ഒത്തുകൂടുന്നു. ഇതെല്ലാം കണ്ട് മെങ് അവിടെ നിന്ന് ആകെ കാലി തുള്ളുന്നു. ഇവളെ പുറത്താക്കി ഇൻഡസ്ട്രിയിൽ ഒരു റാണിയായി വാഴുക എന്നതായിരുന്നല്ലോ മെങ്ങിന്റെ ലക്ഷ്യം. അതിനുവേണ്ടി മെങ് എന്തൊക്കെയോ കാണിച്ചു കൂട്ടി. എന്തായാലും ഇപ്പോൾ അത് നടക്കുന്നില്ല. ഇവൾ തിരിച്ചെത്തിയതോടെ തന്റെ പഴയ പ്രതാപം പോയെന്ന് മനസ്സിലാക്കുന്ന മെങ് പെർഫോമൻസ് കഴിഞ്ഞ് ടങ്സു എത്തുമ്പോൾ അവളുടെ അടുത്തേക്ക് ചെല്ലുന്നു. മനഃപൂർവ്വം അവളെ പ്രൊവോക്ക് ചെയ്ത് അവിടെ സീൻ ഉണ്ടാക്കാനായി നോക്കുമ്പോൾ നടക്കാത്തത് കൊണ്ട് തന്നെ ഇവൾ തന്നെ അടിച്ചതുപോലെ അവിടെ വീണ് കിടക്കുകയാണ് മെങ്. നീ എന്തിനാ എന്നെ അടിച്ചത്? ഞാൻ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു എന്നെല്ലാം ഒരു സീനും അവിടെ ഉണ്ടാക്കുന്നു. ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് എത്തുന്ന ലൂവിന്റെ അടുത്ത് അവൾ ലൂ ഇവൾ എന്നെ ഉപദ്രവിച്ചത് കണ്ടു എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യുമ്പോൾ അവളുടെ കൈ തട്ടി മാറ്റി ലൂ, നീ കൂടുതൽ അഭിനയിക്കേണ്ട, എല്ലാം ഞാൻ കണ്ടു, ഞാൻ മാറി നിൽക്കുകയായിരുന്നു. കൂടാതെ നീ ഇതിന് മുന്നേയും ടങ്സുവിനോട് ചെയ്ത കാര്യങ്ങൾ എനിക്കറിയാം. അതുകൊണ്ട് ഇനി കൂടുതൽ അഭിനയം എന്റെ അടുത്ത് വേണ്ടെന്ന് അതുകൊണ്ട് കൂടുതൽ അഭിനയം ഇനി എന്റെ അടുത്ത് വേണ്ട എന്ന് അവൻ പറഞ്ഞ് അവളെ നോസ് കട്ട് ചെയ്ത് വിടുന്നു. അങ്ങനെ അവിടെ അവർ നിൽക്കുന്ന സമയം ലൂവിന്റെയും ടങ്സുവിന്റെയും അടുത്തേക്ക് ഒരുപാട് ആരാധകർ ഓട്ടോഗ്രാഫ് ഒക്കെ വാങ്ങാനെത്തുന്നു. അങ്ങനെ അവിടെ നിന്ന് തിരിച്ച് പ്രോഗ്രാം ഒക്കെ കഴിഞ്ഞ് തന്റെ താമസ സ്ഥലത്തേക്ക് ടങ്സു ചെല്ലുമ്പോൾ അതിന്റെ ഹൗസ് ഓണർ ഇത് വിറ്റു, അതുകൊണ്ട് ഇനി ഇവിടുന്ന് താമസം മാറ്റണമെന്ന് അവളോട് പറയുന്നു. അവൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ കൈയെ വിളിച്ചു വരുത്തുന്നു. ആക്ച്വലി കൈ ഈ ഹൗസ് ഓണറെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നതാണ്. അത് പക്ഷെ ടങ്സുവിന് അറിയില്ലല്ലോ. ഇവനും ഈ കാര്യമായി യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ ഒരു ഓസ്കാർ അഭിനയം കൂടി അങ്ങ് നടത്തുമ്പോൾ അവൾ അത് വിശ്വസിക്കുന്നു. നിനക്ക് താമസിക്കാൻ ഇടവില്ലെന്ന് ആരാ പറഞ്ഞത്? നീ എന്റെ വീട്ടിലേക്ക് വന്നു പറഞ്ഞ് അവളെ അവൻ കൂടെ കൂട്ടിക്കൊണ്ട് പോവാണ്. അല്ലാതെ വിളിച്ചാൽ ഇവള് വരില്ല എന്ന് അവന് നന്നായി അറിയാം. അങ്ങനെ ബോസും മെയ്ഡുമായി കഴിഞ്ഞിരുന്ന സ്ഥലത്ത് ഇവരിപ്പോ ലവേഴ്സ് ആയി താമസിച്ചു. അങ്ങനെ ഹാപ്പിയായി എല്ലാം പോകുന്ന സമയത്താണ് പെട്ടെന്നൊരു ദിവസം രാവിലെ എങ്ങോട്ടോ ധൃതിയിലെ ചായയുടെ കൂടെ കൈ പോകുന്നത് നമ്മൾ കാണുന്നത്. ടങ്സു താമസ സ്ഥലത്തുള്ള സമയം അങ്ങോട്ടേക്ക് വെപ്രാളത്തിൽ യു എത്തുന്നു. ചായ എന്നോട് കള്ളം പറഞ്ഞു. അവനൊരു ബിസിനസ് ട്രിപ്പിന് പോവാണെന്ന് പറഞ്ഞിട്ട് അവൻ ഇവിടെ തന്നെയുള്ള ഒരു ഹോട്ടലിൽ പോയതായിട്ട് എനിക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. വാ നമുക്ക് വേഗം പോകാന്നും പറഞ്ഞു. വാ നമുക്ക് വേഗം പോവാം, എനിക്ക് അന്വേഷിക്കണമെന്നും പറഞ്ഞു യു ടങ്സുവിനെയും കൂട്ടിക്കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നു. അവരങ്ങനെ അവരെ തിരിച്ചറിയാതിരിക്കാനായി മാസ്കും ഗ്ലാസും ഒക്കെ വെച്ച് അവിടെ തിരക്കുന്ന ഇതേ സമയം അവിടെ ഒരു പെൺകുട്ടിയെ കണ്ട് സംസാരിക്കാനായി നിൽക്കുകയായിരുന്നു കൈ. ആ പെൺകുട്ടിയോട് ആ പെണ്ണിനോട് എനിക്ക് ടങ്സുവിനെ പറ്റി സംസാരിക്കാനുണ്ടെന്ന് കൈ പറയുമ്പോൾ അവൾ ഒഴിഞ്ഞു മാറാനായി നോക്കുന്നു. പക്ഷെ കൈ വിടുന്ന മട്ടില്ല. വർഷങ്ങൾക്ക് മുന്നേ ടങ്സുവിനെയും ഒരു ഡയറക്ടറെയും ചേർത്ത് റൂമർ വന്നിരുന്നല്ലോ. ആ ഡയറക്ടറിന്റെ അന്നത്തെ ഗേൾ ഫ്രണ്ട് ആയിരുന്നു നീ. നീ ടങ്സുവിനെ പോലെ ഗെറ്റപ്പില് അയാളുമായി ക്ലോസ് ആയ ചിത്രങ്ങളാണ് അന്ന് പ്രചരിച്ചതെന്ന് എനിക്കിപ്പോ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് നീ അതൊക്കെ ഏറ്റു പറഞ്ഞ ടങ്സുവിന് അന്ന് ഏറ്റ കളങ്കം മാറ്റണമെന്ന് കൈ ആവശ്യപ്പെടുമ്പോൾ അതൊക്കെ വർഷങ്ങൾ കഴിഞ്ഞ കാര്യമല്ലേ, ഇനി എന്തിനാ അതൊക്കെ കുത്തിപ്പൊക്കുന്നതെന്ന് ഇവള് ചോദിക്കുന്നു. ഇവളിപ്പോ ഡയറക്ടറെ കല്യാണം കഴിച്ച് ജീവിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇവളിപ്പോ അത് വെളിപ്പെടുത്തിയാലും ഇവളുടെ ലൈഫിന് ഇനി ബാധിക്കില്ല. അന്ന് മെങ് പറഞ്ഞിട്ട് ഇവർ ആ ചെയ്ത കാര്യങ്ങളെ പറ്റി ഏറ്റു പറയണമെന്ന് തന്നെ കൈ വാശി പിടിക്കുന്നു. അല്ലെങ്കിൽ ആ ഡയറക്ടറിന്റെ ഇൻഡസ്ട്രിയിലെ ഭാവി തന്നെ ഇല്ലാതാക്കുമെന്ന് കൈ അവളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ സമയം ചായയെ ഇവിടെ അന്വേഷിക്കാനായി ഇവിടേക്ക് എത്തുന്ന യുവും ടങ്സുവും രണ്ടു വഴിക്കായി പിരിയുന്നു. യു അവിടെ എല്ലാം ചായ അന്വേഷിച്ച് നടക്കുന്ന സമയം ചായ ഒരു റൂം വളരെ റൊമാൻറ്റിക് ആയി ഡെക്കറേറ്റ് ചെയ്തിട്ട് വേഗം തന്നെ യുവിനെ വിളിക്കുന്നു. അവന്റെ കോള് കണ്ടപാടെ അവൻ കള്ളനാണെന്നും പറഞ്ഞ് അവൾ ദേഷ്യപ്പെടുമ്പോ നീ എന്നെ അന്വേഷിച്ച് നടക്കാണെന്ന് എനിക്കറിയാം, റൂം നമ്പർ 308 വന്ന ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ടേക്ക് അവളെ വിളിക്കുന്നു. അവൾ അങ്ങോട്ടേക്ക് എത്തുമ്പോൾ കണ്ണ് പൊത്തിപ്പിടിച്ച് ബെഡ് അലങ്കരിച്ച് വെച്ചിരിക്കുന്നത് അവളെ കാണിക്കാണ്. അവിടെയൊക്കെ ലവേഴ്സ് സ്നേഹത്തില് നമ്മളിവിടെ പഞ്ചാരയെന്ന് വിളിക്കുന്ന പോലെ ഷുഗർ എന്ന് വിളിക്കാറുണ്ട്. അതുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ എഴുതിയാണ് ബെഡ് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അത് കണ്ട് അവളാകെ സർപ്രൈസ്ഡ് ആവുന്നു. ഇവനിവിടെ വേറെ ആരെങ്കിലുമായി ഡേറ്റ് ചെയ്യാൻ വന്നാണോ എന്ന് പേടിച്ചാണ് അവൾ വേഗം തന്നെ വാലിന് തീ പിടിച്ച പോലെ ഇവൻ അന്വേഷിച്ച് ഇങ്ങോട്ടേക്ക് വന്നത്. പക്ഷെ അതല്ല, ഇവൻ തനിക്ക് സർപ്രൈസ് തരായിരുന്നു എന്ന് കാണുമ്പോൾ അവൾ വളരെ ഹാപ്പി. ആ സമയത്താണ് കൈ എവിടെയെന്ന് യു ചോദിക്കുന്നത്. കൈ ഇവിടെ ഒരു പെണ്ണുമായി സംസാരിക്കാണ്, അതിന്റെ കാര്യങ്ങളാണെന്ന് ചായ പറയുമ്പോഴേക്കും എന്റെ ദൈവമേ, ഇതറിയാതെ ടങ്സു എങ്ങാനും കൈ ആ പെണ്ണുമായി സംസാരിക്കുന്നത് കണ്ട ആകെപ്പാട ഗുലുമാലാകുമല്ലോ എന്ന് പെട്ടെന്ന് പേടിക്കുന്ന അവൾ ചായയുടെ കൂടെ ടങ്സുവിനെ തിരക്കി ഇറങ്ങുന്നു. അപ്പോഴേക്കും കൈ ഒരു പെണ്ണിനോട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നതും ടങ്സുവിനെ കണ്ടപാടെ ആ പെണ്ണ് എഴുന്നേറ്റ് പോകുന്നതും ടങ്സു കാണുന്നു. കൈയും ഇവളിവിടെ പ്രതീക്ഷിക്കാഞ്ഞതുകൊണ്ട് ഇവളെ കണ്ടപാടെ ഷോക്കാവുന്നു. കൈക്ക് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാൻ സാധിക്കും മുന്നേ ഇവളാകെ കാലി പിടിച്ച് അവിടെ നിന്ന് പിണങ്ങി പോകുമ്പോ കൈ പുറകെ പോകുന്നുണ്ട്. പക്ഷെ കേൾക്കുന്ന മട്ടില്ല. ഭാഗ്യവശാൽ ആ സമയത്തേക്ക് അവിടെ യുവും ചായയും എത്തുന്നു. യു അവളെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൈ ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതാ, കൂടാതെ നിനക്ക് ഇവിടെ ഒരു സർപ്രൈസും ഉണ്ടെന്ന് പറഞ്ഞ് ചായ് യുവിന് വേണ്ടി നൽകിയ സർപ്രൈസ് യുവും ചായയും കൂടി ചേർന്ന് കൈ ടങ്സുവിന് നൽകുന്നത് പോലെ കാണിക്കുന്നു. എന്തായാലും ടങ്സുവും അത് കണ്ട് വളരെ ഹാപ്പി ആകുന്നു. അങ്ങനെ രണ്ടുപേരും കൂടി അല്പനേരം ഓരോന്നും സംസാരിച്ചിരിക്കുന്നു. വിഷയം പ്രണയമാണ്. രണ്ടുപേർക്കും പരസ്പരം ഒരുപാട് ഇഷ്ടമാണല്ലോ. പക്ഷെ ആ ഒരു ഇഷ്ടമൊന്നും ടങ്സു അവളോട് കൈ ക്ലോസ് ആവാൻ നോക്കുമ്പോ
പ്രകടിപ്പിക്കുന്നേയില്ല. അവൾ ദൂരേക്ക് മാറിപ്പോകുമ്പോ അവൻ അടുത്തേക്ക് എത്തി ബലമായി ഒരു കിസ് അടിക്കുന്നു. പക്ഷെ അപ്പോഴേക്കും യുവിന്റെ കോളത്താണ്. തുടർന്ന് യുവിന്റെ കൂടെ ചായും കൈയും തങ്സുവും യുവിന്റെ അമ്മയെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെടുന്നു. സംഭവം എന്താണെന്ന് വെച്ചാൽ അമ്മ വളരെ സീരിയസ് ആയി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കുകയാണ്. അമ്മയ്ക്ക് വലിയ മാരകമായ പ്രശ്നമാണെന്ന പേടിയിൽ യു ആകെ സങ്കടപ്പെടുമ്പോ അമ്മ അവളോട് അമ്മയുടെ കാലം കഴിയാറായി, മോള് പെട്ടെന്ന് ഒരു കല്യാണം കഴിച്ച് കാണണമെന്ന് അമ്മയ്ക്കുള്ളത്, മോൾ ആരെങ്കിലും ഡേറ്റ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞ് അമ്മ ഒരു കൂട്ടം ആൺകുട്ടികളുടെ ഫോട്ടോസ് ബ്രോക്കർമാര് കൊടുക്കുന്നത് പോലെ കൊടുക്കുമ്പോ അമ്മ പേടിക്കണ്ട, എനിക്കുള്ള ആളിനെ ഞാൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ചായയുടെ കയ്യിലേക്ക് യു പിടിക്കുന്നു. സന്തോഷം മോളെ, ആരാ ഈ പയ്യൻ, ഒന്നമ്മയെ പരിചയപ്പെടുത്തിയെന്ന് വയ്യാതെ കിടക്കുന്ന അമ്മ ആ വയ്യാഴികയിലും പറയുന്ന സമയം ഇത് ചായയാണ്, അദ്ദേഹം അസിസ്റ്റന്റ് ആയി വർക്ക് ചെയ്യുന്നുവെന്ന് യു പറഞ്ഞ് തീരുമ്പോഴേക്കും അമ്മയുടെ ഭാവം മാറുന്നു. അത്രയും നേരം വയ്യാഴികയോടെ ഇരുന്ന അമ്മ നല്ല ഉഷാറോടെ ദേഷ്യപ്പെടാണ്. അസിസ്റ്റന്റോ, നിന്നെ ഒരു സിഇഒയെ ഡേറ്റ് ചെയ്യാനായിട്ടല്ലേ അന്ന് ഞാൻ കൈയുടെ ഓഫീസിലേക്ക് പറഞ്ഞു വിട്ടത്, എന്നിട്ട് നീ അവിടുത്തെ അസിസ്റ്റന്റിനെ ഡേറ്റ് ചെയ്തേക്കുന്നോ? ഇവനെ ഒന്നും നമ്മുടെ ഫാമിലിയിൽ അടുപ്പിക്കാൻ പറ്റത്തില്ല, എന്ത് യോഗ്യതയുണ്ട് ഇവന് നമ്മുടെ ഫാമിലിയിലേക്ക് വരാനെന്നെല്ലാം അമ്മ പൊട്ടിത്തെറിക്കുന്നു. അപ്പോഴാണ് ഇവർക്ക് മനസ്സിലാകുന്നത് ആക്ച്വലി അമ്മയ്ക്ക് യാതൊരു കുഴപ്പമില്ല, അമ്മ വേറൊരു ആക്ടിംഗ് ആയിരുന്നു. ചില സിനിമയിലൊക്കെ നമ്മൾ കണ്ടിട്ടില്ല, ഇതുപോലെ വിവാഹം വേണ്ടാന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളെ വിവാഹത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാനായി പഠിച്ച പണി 18 പറ്റിയിട്ടും പറ്റിയില്ലെങ്കിൽ ഇതുപോലെ ഒരു ഹോസ്പിറ്റൽ സീൻ അവരുടെ വീട്ടുകാർ ഇറക്കുന്നത്, അതുപോലെ ഒരു സംഭവം. കൂടാതെ അവിടെ കൊണ്ട് സംസാരം നിർത്തിയെങ്കിൽ സാരമില്ല, ചായ ഒരു അസിസ്റ്റന്റ് ആണെന്ന് പറഞ്ഞ് അമ്മ വല്ലാതെ ആക്ഷേപിക്കുമ്പോ അമ്മയുടെ ഈ പൊറോട്ട നാടകവും ഈ ആക്ഷേപ വർത്തമാനവും കേട്ടു നിൽക്കാൻ യുവിന് കഴിഞ്ഞില്ല. അവൾ അമ്മയോട് ദേഷ്യപ്പെട്ട് ചായയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് ഇറങ്ങുന്നു. അങ്ങനെ പിന്നീട് കൈയുടെ വീട്ടിലിരുന്ന് 4 പേരും സംസാരിക്കുകയാണ്. അമ്മയുമായി പിണങ്ങിയതുകൊണ്ട് തന്നെ ഇനി വീട്ടിലേക്ക് താമസിക്കാൻ പോകാൻ പറ്റില്ല, ഇനി തന്നെ എവിടെ താമസിക്കുമെന്ന് യു ആകെ ടെൻഷൻ ആകുമ്പോ എന്തുകൊണ്ട് തങ്സുവിന്റെ കൂടെ താമസിച്ചൂടാ എന്ന് തോന്നുന്നു. പക്ഷെ അപ്പോ കൈ അതിലിടയിൽ കയറാണ്. നിനക്ക് എന്താ, നീ സ്വർഗത്തിലെ കട്ടുറുമ്പാകാൻ ഇരിക്കുകയാണോ എന്ന് കൈ ദേഷ്യപ്പെടുമ്പോ ഈ സ്വർഗം ഞാൻ കാരണം ഉണ്ടായത്, ഞാനാ നിങ്ങൾ തമ്മിൽ ഒന്നിക്കാൻ വലിയൊരു കാരണം എന്നുള്ളത് മറക്കരുതെന്നൊക്കെ യു പറയുമ്പോ അത് ശരിയായതുകൊണ്ട് തന്നെ കൈ മനസ്സില്ലാ മനസ്സോടെ സമ്മതിക്കുന്നു. അങ്ങനെ പിന്നീട് തങ്സുവിന്റെ കൂടെ യു ഷോപ്പിങ്ങിന് പോകുന്നു. ആ സമയം ഇവരെ രണ്ടുപേരും കാണുന്ന അവിടെ വന്ന ചില ആളുകൾ തങ്സുവിനെ അറിയാം, മറ്റു കൂടെയുള്ള പെണ്ണാരാ, അവളിപ്പോ വളരെ പോപ്പുലർ ആണോ, കണ്ടങ്ങനെ ഓർമ്മയില്ലല്ലോ എന്നൊക്കെ കമന്റ് അടിക്കുമ്പോ ഇവൾക്ക് ആകെ ദേഷ്യം വരുന്നു. ഇവളൊന്ന് പൊങ്ങച്ചം കാണിക്കാനായിട്ട് അവര് നോക്കിക്കൊണ്ടിരുന്ന ബാഗൊക്കെ എടുത്ത് മൊത്തത്തോടെ ബില്ലടിക്കാനായി കൊണ്ടുപോകുന്നു. പേ ചെയ്യാനായി കാർഡ് കൊടുക്കുമ്പോ അവളുടെ കാർഡ് എല്ലാം ബ്ലോക്കാണ്. അമ്മ തന്റെ കാർഡെല്ലാം ഫ്രീസ് ചെയ്തു നമുക്ക് മനസ്സിലാവുന്നു. ആ സമയം തങ്സു ആണ് അവൾക്ക് വേണ്ടി ബിൽ പേ ചെയ്യുന്നത്. ആകെ അവള് നാണം കെടുന്നു. ഒന്ന് ഷോ കാണിക്കാൻ നോക്കി വല്ലാത്തൊരു നാണക്കേട്ടിലാണ് നിന്നത്. അവൾ ആകെ സങ്കടത്തിലാകുന്നു. അങ്ങനെ ആ ഒരു സങ്കടത്തിൽ തന്നെ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോ അവിടെ അവളെ കൂട്ടിക്കൊണ്ടു പോകാനായി അമ്മ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അവിടെ വെച്ച് അമ്മ വീണ്ടും ചായയെ കണ്ട് അവനെ ആക്ഷേപിച്ച് സംസാരിക്കുന്നു. അമ്മ ചായയോട് അങ്ങനെ ഇൻസൾട്ട് ആയി സംസാരിക്കുന്നത് യുവിന് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അമ്മയ്ക്ക് എപ്പോഴും കാശെന്നൊരു ചിന്തയുള്ളോ, എന്റെ മനസ്സെന്താ അമ്മ മനസ്സിലാക്കാത്തത്, അമ്മയ്ക്ക് ഇത്ര ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ അറിയുള്ളൂ എന്നെല്ലാം അവൾ ഷൗട്ട് ചെയ്യുന്നുണ്ടെങ്കിലും അമ്മ അത് കാര്യമാക്കാതെ അമ്മ അവൾ അവിടെ നിന്ന് ബലമായി കൂട്ടിക്കൊണ്ടു പോകാൻ നോക്കുന്നുണ്ടെങ്കിലും ഇവൾ കൂടെ പോകാതെ വാശി പിടിച്ചു തന്നെ നിൽക്കുന്നു. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ഇവന്റ് നടക്കുന്നതാണ്. ആ ഇവന്റിന്റെ വേദിയിൽ വെച്ച് വീണ്ടും മെങ്ങും യുവും തങ്സുവും കണ്ടുമുട്ടുന്നു. അവിടെ വെച്ച് തങ്സുവിനേക്കാളും ഒന്ന് ഡോമിനേറ്റ് ചെയ്യാനായി മെങ് ആവുന്നത് ശ്രമിക്കുന്നുണ്ടെങ്കിലും കൂടുതലും അറ്റൻഷൻ തന്റെ മോട്ടിവേഷണൽ ആയ വാക്കുകളിലൂടെ ആളുകളെ ആകർഷിക്കുന്ന ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡിലൂടെ തങ്സ് തന്നെയാണ് നേടിയെടുക്കുന്നത്. അവിടെ ഓഡിയൻസിന്റെ കൂട്ടത്തിൽ കയ്യും ഉണ്ടായിരുന്നു. അവൻ ഇത് കണ്ട് ഒരുപാട് സന്തോഷിക്കുന്നു. അങ്ങനെ പിന്നീട് ഇവരൊക്കെ ഒന്നിച്ച് അഭിനയിച്ച ആ ഒരു ഡ്രാമയുടെ പ്രൊമോഷൻ ഇവന്റ് നടക്കുന്നു. അതിലെ ലീഡ് റോള് മെങ്ങിനാണ്. സെക്കൻഡ് ഹീറോയിൻ റോളായിരുന്നു തങ്സുവിന് ഉണ്ടായിരുന്നത്. കാരണം അവളുടെ ഫസ്റ്റ് കംബാക്ക് ഡ്രാമയായിരുന്നല്ലോ അത്. അവിടെ വെച്ച് ഒരു റിപ്പോർട്ടർ ഈ കംബാക്കിൽ തന്നെ ഇത്ര ശക്തമായ ഒരു റോള് നിങ്ങൾക്ക് എങ്ങനെ ലഭിച്ചു, ടൈം എന്റർടൈൻമെന്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡ്രാമ ആയതുകൊണ്ടാണോ എന്ന് കൈയുടെ കാര്യം എടുത്തിടുമ്പോ ഒരിക്കലും അല്ല, ഇത് എന്റെ കഴിവിന്റെ പുറത്ത് ഡയറക്ടർ എന്നെ സെലക്ട് ചെയ്തതാണെന്ന് തങ്സ് പറയുമ്പോൾ ഡയറക്ടറും അതിനെ അനുകൂലിക്കുന്നു. പക്ഷെ അവിടെ വെച്ച് ഇവളുടെ പേരായി അഭിനയിച്ച ആക്ടറും ഇവളും നല്ല കോമ്പിനേഷൻ ആണ്, നല്ല കെമിസ്ട്രിയാണ് അവർക്കിടയിൽ എന്ന് പറഞ്ഞ് ആളുകൾ അവരുടെ പേരിനെ പ്രശംസിച്ച് ഒന്നിച്ചു നിർത്തി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഇത് ലൈവായി കാണുന്ന കൈക്ക് അത് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അവന് നല്ല കുശുമ്പ് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് താമസ സ്ഥലത്തേക്ക് തങ്സ് എത്തുമ്പോൾ ഇവൻ പിണങ്ങിയിരിക്കുകയാണ്. ആർക്കും എന്നോട് പിണക്കമുള്ളതുപോലെ തോന്നല്ലോ എന്നൊക്കെ അവള് പറയുമ്പോഴും അവൻ മൈൻഡ് ആക്കുന്നില്ല. പക്ഷെ കാര്യം നന്നായി മനസ്സിലാക്കിയിട്ടുള്ള അവൾ നമുക്കൊന്ന് സിനിമ കാണാൻ പോയാലോ എന്ന് ചോദിച്ച് അവന്റെ കൂടെ ഹാപ്പിയായി സിനിമ കാണാൻ പോകുന്നു. പക്ഷെ ഇവരെ ഒന്നിച്ച് മനസ്സിലാവാതിരിക്കാനായി മാസ്കും ഒക്കെ വെക്കുന്നുണ്ടെങ്കിലും ഇടയ്ക്ക് വെച്ച് മാസ്ക് മാറ്റി ഇവരെ ചിലര് കാണുന്നു. അങ്ങനെ അവിടെ നിന്ന് വേഗം തന്നെ ഒരു റൂമർ ഉണ്ടാക്കാതിരിക്കാനായി അവർ തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തുന്നു. ഒരു സിനിമ പോലും നമുക്ക് പോയി കാണാൻ പറ്റുന്നില്ലല്ലോ എന്ന് അവരാകെ സങ്കടപ്പെടാണ്. അടുത്ത ദിവസം ആ ഒരു ഡ്രാമയുടെ തന്നെ ചില സീൻസ് ഷൂട്ട് ചെയ്യാനുണ്ടായിരുന്നു. അതിനുവേണ്ടി ലൊക്കേഷനിലേക്ക് എത്തുന്ന സമയം ബ്രേക്ക് ടൈമിൽ ആ ഒരു നടന്റെ കൂടെ ഒന്നിച്ചിരുന്നാണ് തങ്സു ഫുഡ് കഴിക്കുന്നത്. തങ്സു പണ്ട് ഒരു താരമായിരുന്ന സമയത്ത് ഇവൻ ബാക്ക് ക്യാമറയിൽ വർക്ക് ചെയ്ത
ചെയ്ത ഒരാളാണ്. അന്നത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് രണ്ടുപേരും വളരെ ജോളിയായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് കൈ എത്തുന്നത്. കൈക്ക് ഇത് കണ്ട് വീണ്ടും അസൂയ. അവൻ ദേഷിച്ചു പോകുന്നത് കണ്ട് അവൾ പുറകെ ചെല്ലുന്നു. ഞാൻ നീ ഷൂട്ടിംഗ് ചെയ്യുമ്പോൾ ആ സ്ഥലത്തൊന്നും വരാൻ പാടില്ല, നീ പ്രോഗ്രാം നടത്തുമ്പോൾ അവിടെ ഞാൻ വരാൻ പാടില്ല എന്ന് നിന്റെ കണ്ടീഷൻ കാരണം ഞാൻ ഈ സ്ഥലത്തെല്ലാം ഒളിച്ചും പാത്തുക ഇത്രയും നാൾ വന്നുകൊണ്ടിരുന്നത്. ഞാനുമായി റൂമർ വരുമോന്നാ നിനക്ക് പേടി. പക്ഷെ നീ ഇപ്പൊ അവന്റെ കൂടെ ചിരിച്ചു കളിച്ചിരുന്നില്ലേ? ഓൾറെഡി അവന് നീ നല്ല ജോഡിയാണെന്നൊക്കെ റൂമർ പോകുന്നുണ്ട്, അതിൽ നിനക്ക് കുഴപ്പമൊന്നുമില്ല എന്നെല്ലാം കൈ ദേഷ്യപ്പെടുത്തു. നീ എന്റെ ഗേൾഫ്രണ്ടാ, എനിക്ക് നിന്റെ കൈ പിടിച്ച് പബ്ലിക്കായി നടക്കാൻ പറ്റാത്തടത്തോളം അതെനിക്ക് എന്നും സങ്കടമുള്ള ഒരു കാര്യമാണെന്നെല്ലാം അവൻ വളരെ ഇമോഷണൽ ആകുമ്പോൾ ഇതെന്റെ ജോലിയുടെ ഭാഗമല്ലേ എന്നൊക്കെ അവൾ പറയുന്നുണ്ട്. അതൊക്കെ എനിക്കറിയാം, പക്ഷെ എനിക്കത് സഹിക്കാൻ പറ്റാത്ത ഒരു വല്ലാത്ത സങ്കടമാണെന്ന് അവൻ വീണ്ടും ആവർത്തിക്കുമ്പോൾ എങ്കിൽ എന്റെ കൂടെ വാന്ന് പറഞ്ഞ് അവന്റെ കൈ പിടിച്ച് വലിച്ചവൾ ആ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എല്ലാരും നിൽക്കുന്ന ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയി സ്പീക്കർ വഴി എല്ലാവരോടുമായി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയുന്നു. ഇത്രയും നാള് ഞാൻ ആരെയും ഡേറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഇപ്പോ ഞാൻ ഒഫീഷ്യലി പ്രഖ്യാപിക്കാൻ പോവാ. ഇദ്ദേഹം എന്റെ ബോയ് ഫ്രണ്ട് ആണ്, ഞാൻ ഇദ്ദേഹത്തിന്റെ ഗേൾ ഫ്രണ്ടും. ഞങ്ങൾ ഡേറ്റ് ചെയ്യുകയാണ്. ഇനി മുതൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല, എന്റെ സന്തോഷത്തിലും ദുഃഖത്തിലുമെല്ലാം ഇദ്ദേഹം എന്റെ കൂടെ കാണുമെന്ന് പറഞ്ഞ് അവരുടെ റിലേഷൻ അവൾ ഒഫീഷ്യലി പ്രഖ്യാപിക്കുന്നു. അതിനുശേഷം എല്ലാവരുടെ മുന്നിൽ വെച്ച് അവരുടെ റിലേഷന്റെ ആ ഒരു സ്നേഹത്തിന്റെ ഭാഗമായി അവർ കിസ് ചെയ്യുന്നു. കൈയുടെ വീട്ടില് കൈയും തങ്സുവും യുവും ഉള്ള സമയത്ത് കൈയുടെ അമ്മ അങ്ങോട്ടേക്ക് വരാൻ പോകുന്നു എന്ന മെസ്സേജ് വരുന്നു. അത് കണ്ടപാട് യു ആകെ ഷോക്കാവുന്നു. യുവിന് ഓൾറെഡി കൈയുടെ അമ്മയെ പരിചയമുണ്ട്, കാരണം യുവിന്റെ അമ്മയും കൈയുടെ അമ്മയും കൂടി ചേർന്നാണല്ലോ യുവിനെ ഡേറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു വിട്ടത്. അമ്മ ഒരു പ്രത്യേക സ്വഭാവക്കാരിയാണ്, അതുകൊണ്ട് തന്നെ അമ്മയുടെ കൺമുന്നിൽ പെട്ടാല് ചിലപ്പോൾ താൻ പെട്ടുപോകുമെന്ന് തോന്നുന്നു. അവൾ പെട്ടെന്ന് അവിടെ നിന്ന് പോകാനായി തുടങ്ങുമ്പോ അങ്ങനെ പോകാതെ, എനിക്ക് കൈയുടെ അമ്മയെ പറ്റി ഒന്നും അറിയില്ലല്ലോ, അമ്മയെ പറ്റിയുള്ള എന്തെങ്കിലും കാര്യമൊന്നും പറഞ്ഞു തന്നിട്ട് പോ, എന്നാൽ അമ്മ വരുമ്പോ എനിക്ക് ആ രീതിയിൽ ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമെന്ന് തങ്സു പറയുമ്പോ അമ്മ വളരെ ട്രഡീഷണൽ ആയ ഒരാളാണ്, അമ്മയ്ക്ക് അടക്കം ഒതുക്കമുള്ള പെൺകുട്ടികളെയാണ് ഇഷ്ടം എന്നിങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞ് അവിടെ നിന്ന് അവള് പെട്ടെന്ന് പോകാനായി ഒരുങ്ങുമ്പോഴേക്കും അതിന് മുന്നേ അമ്മ ഇങ്ങോട്ടേക്ക് വരുന്നു. കൈ വലിയ കോഴ്സിലില്ലാതിരിക്കുകയാണ്, പക്ഷെ തങ്സുവും യുവും അമ്മയെ കണ്ടൊന്ന് സ്റ്റക്ക് ആവുന്നു. വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഇവരിങ്ങനെ ഒന്നിച്ച് സ്റ്റേ ചെയ്യുന്നു എന്ന് അമ്മയ്ക്ക് മനസ്സിലാവുമ്പോഴേ അമ്മയ്ക്കത് കലിപ്പാകുമെന്ന് യുവിനും തങ്സുവിനും മനസ്സിലാവുന്നുണ്ട്. കൈ ആകട്ടെ ഇവളെന്റെ ഗേൾഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അമ്മയെ നേരിട്ട് പരിചയപ്പെടുത്തുകയും ചെയ്യുന്നു. അമ്മ അവിടെ വെച്ച് തങ്സുവിനെ മൈൻഡാക്കാതെ യുവിനോട് കൂടുതൽ കെയർ കാണിക്കാൻ നോക്കുമ്പോ സംഗതി വശപ്പിശകാകുന്ന തോന്നുന്ന യു പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എസ്കേപ്പ് ആകുന്നു. അവിടെ വെച്ച് തങ്സുവിന്റെ കയ്യിലെ ചെയിൻ അമ്മ കാണുന്നു. അത് കണ്ട് അമ്മ ദേഷിച്ച് അവളുടെ കയ്യിൽ നിന്ന് ആ ചെയിൻ ഊരുമ്പോ അമ്മ ഇത് എന്തേ ചെയ്യുന്നതെന്ന് കൈ അമ്മയോട് ചോദിക്കുന്നു. എന്താണെന്ന് നിനക്ക് മനസ്സിലായില്ലെന്ന് അവനോട് ഷൗട്ട് ചെയ്ത് അമ്മ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. പിന്നീട് ആ ചെയിൻ അമ്മയുടേതാണ് എന്ന് മനസ്സിലാക്കുന്ന തങ്സു അമ്മയുടെ താമസ സ്ഥലത്തെത്തി അത് അമ്മയെ തന്നെ ഏൽപ്പിക്കുന്നു. അമ്മയ്ക്ക് ഇത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് എന്ന് എനിക്ക് അറിയില്ലായിരുന്നു, അറിയാതെ ഞാൻ ഇത് ധരിച്ചുപോയി, സോറി എന്ന് പറഞ്ഞത് തിരിച്ചേൽപ്പിച്ച് അവൾ നേരെ പോകുന്നത് ചായയും യുവിനെയും കാണാനാണ്. കൈയുടെയും അമ്മയുടെയും ഇടയിൽ ഇപ്പൊ പണ്ടത്തെ പോലെ ആ ഒരു ബോണ്ടിങ് ഇല്ല. അങ്ങനെ അവരുടെ ഫാമിലി കാര്യങ്ങളെല്ലാം തങ്സു ചോദിക്കുമ്പോ കൈയുടെ അമ്മ വളരെ സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു, കൈയുടെ അച്ഛനാകട്ടെ ഒരു പാവപ്പെട്ട വീട്ടിലെ ചെറുപ്പക്കാരനും. അങ്ങനെ ഇവർ പ്രണയിച്ചപ്പോൾ കുടുംബത്തിന്റെ എതിർപ്പുണ്ടായിട്ടും അത് അവഗണിച്ച് കൈയുടെ അച്ഛനെ അമ്മ വിവാഹം കഴിച്ചു. അങ്ങനെ കൈയുണ്ടായി ഇവർ ഹാപ്പിയായി ജീവിക്കുകയായിരുന്നു. പക്ഷെ കൈയുടെ അച്ഛൻ ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ട ശേഷം ഇവരുടെ ജീവിതത്തിന്റെ താളം തെറ്റി. അമ്മ പിന്നീട് ഹാപ്പിയായി ജീവിച്ചിട്ടേ ഇല്ല എന്നെല്ലാം ചായ വഴി തങ്സു അറിയുന്നു. കൂടാതെ ആ ബ്രേസ്ലെറ്റ് അമ്മയ്ക്ക് വേണ്ടി അച്ഛൻ ഡിസൈൻ ചെയ്ത് നൽകിയ ഒന്നായിരുന്നു. അതാണ് അമ്മ അറിയാതെ കൈയെടുത്ത് ഇവന് കൊണ്ട് കൊടുത്തതും. അത് കണ്ട് അമ്മ ആകെ കലിപ്പിലായി. എന്തായാലും ഇവർക്കിടയിൽ ഇപ്പോൾ ഉള്ള വിഷയം കോംപ്രമൈസ് ആക്കാനായി തങ്സു തീരുമാനിക്കുന്നു. അവൾ അതിനുവേണ്ടി അടുത്ത ദിവസം ഓഫീസിലേക്ക് ഒരേ സമയത്ത് കൈയും അമ്മയും എത്തുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നു. അങ്ങനെ അവർ ലിഫ്റ്റിലേക്ക് കയറുമ്പോൾ തങ്സു തന്നെ ഇടപെട്ട് ലിഫ്റ്റും വർക്കിംഗ് അല്ലാത്ത രീതിയിലാക്കാണ്. അങ്ങനെ ലിഫ്റ്റിൽ കയറി കഴിഞ്ഞ് അത് വർക്ക് ചെയ്യാത്ത രീതിയിൽ കറണ്ട് പോയി അകത്ത് പെട്ടുപോകുന്ന ഇവർ അവിടെ ഇരുന്ന് സംസാരിക്കാൻ തുടങ്ങുന്നു. അങ്ങനെ സംസാരിച്ച് രണ്ടുപേർക്കിടയിലെ പ്രശ്നങ്ങൾ മാറുകയാണ്. തുടർന്ന് അകത്തേക്ക് പോയതുപോലെ ആയിരുന്നില്ല അവർ പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ അവർക്കിടയിൽ യാതൊരു വഴക്കുമില്ല. എനിക്കറിയാം അമ്മയോട് ചോദിക്കാതെ അമ്മയ്ക്ക് അച്ഛൻ തന്ന ബ്രേസ്ലെറ്റ് ഞാൻ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിക്ക് എടുത്തു കൊടുത്തത് തെറ്റാണെന്ന്. പക്ഷെ അമ്മയുടെയും അച്ഛന്റെയും സ്നേഹം കണ്ടല്ലേ ഞാൻ വളർന്നത്, അത് എത്രത്തോളം പ്രഷ്യസ് ആണെന്ന് എനിക്കറിയാം. അതേപോലെ നിങ്ങളെ റോൾ മോഡൽ ആക്കി വേണം ഞാൻ ജീവിക്കാനെന്ന് കരുതുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ പോലെ നല്ല സ്നേഹത്തിന്റെ പ്രതീകമായിരിക്കാനായി ഞാൻ ഇഷ്ടപ്പെടുന്ന ആ പെൺകുട്ടിക്ക് ഞാൻ അത് നൽകിയതെന്നെല്ലാം അവൻ പറയുമ്പോ അവനോട് അമ്മ ക്ഷമിക്കുകയാണ്. അങ്ങനെ അവിടെ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ച പ്രകാരം ഇവർ ക്യാബിനിലേക്ക് എത്തുമ്പോൾ അവിടെ കുട്ടിക്കാലത്ത് കൈയുടെയും ഫാമിലിയുടെയും ഒക്കെ ഹാപ്പി മൊമെന്റ്സിന്റെ വീഡിയോ ചായയും തങ്സും ഒക്കെ പ്ലേ ചെയ്യുന്നു. അപ്രതീക്ഷിതമായി അതും കൂടി കാണുന്ന അമ്മ വളരെ ഇമോഷണൽ ആവുന്നു. ഓൾറെഡി കൈയോട് സംസാരിച്ച അമ്മ വളരെ ഇമോഷണൽ ആയിരുന്നല്ലോ. അമ്മയ്ക്ക് ഇപ്പൊ ആകെപ്പാടെ സങ്കടം വരുന്നു. അല്പം കഴിഞ്ഞ മൈൻഡ് ഒന്ന് ഫ്രീ ആയി കഴിയുമ്പോൾ അമ്മ തങ്സുവിനെ കാണാനായി വിളിപ്പിക്കുന്നു. അവൾക്ക് ആ ബ്രേസ്ലെറ്റ് അമ്മ തിരിച്ചു കൊടുത്തിട്ട് ഇത് നിനക്ക് അവകാശപ്പെട്ടതാണെന്ന് തന്നെ അവളോട് പറയുന്നു. ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നിന്നെ ഞാൻ കൈയുടെ ഭാര്യയായിട്ടൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അവൻ നിന്നെ ഗേൾ ഫ്രണ്ട് ആയി കണ്ടു തന്നു, അതുകൊണ്ട് മാത്രം ഞാനും ഇത് തന്നു എന്നേ ഉള്ളൂ എന്ന് അമ്മ പറയുമ്പോ അവള് ചിരിച്ചുകൊണ്ട് ഞാൻ ഗീവ് അപ്പ് ചെയ്യില്ലമ്മ, അമ്മയുടെ മനസ്സിൽ ഇടം നേടാനായി ഞാൻ പരമാവധി ശ്രമിക്കുമെന്ന് അവളും പറയുന്നു. പിന്നീട് അടുത്ത ദിവസം കൈ അമ്മയോട് തങ്സുവിന്റെ കാര്യം സംസാരിക്കാനായി ശ്രമിക്കുമ്പോൾ അമ്മ മൈൻഡാക്കാതെ വിഷയം മാറ്റിവിടുന്നു. അങ്ങനെ പിന്നീട് യു അവരുടെ ഏജൻസിയുടെ മാനേജറുമായി സംസാരിക്കാൻ
ഇരിക്കുകയാണ്. ഫുഡ് കഴിച്ചവര് സംസാരിച്ചോണ്ടിരിക്കുന്നിടത്തേക്ക് കൈയുടെ ഒരു കസിൻ എത്തുന്നു. അവനാകട്ടെ ഡ്രിങ്ക്സ് കൊണ്ടെന്ന് നിർബന്ധിച്ച് യുവിനെ കൊണ്ട് കുടിപ്പിക്കുകയാണ്. അവള് കുടിച്ചൊരു പരുവാകുമ്പോ അവളെ കൊണ്ട് തങ്സുവിനെ അവിടേക്ക് വിളിച്ചു വരുത്തിക്കുന്നു. തങ്സു ഇത്തിരി ലേറ്റ് ആയതുകൊണ്ട് കൈ ഇപ്പൊ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിച്ചതുകൊണ്ടും യുവിനെ പിക്ക് ചെയ്യാനായി അങ്ങോട്ടേക്ക് ഒറ്റയ്ക്കാണ് പോകുന്നത്. അവിടേക്ക് എത്തുന്ന തങ്സു ഇവരെ രണ്ടുപേരെയും പുറത്ത് കാണുന്നുണ്ടെങ്കിലും അവളത് കാര്യമാക്കാതെ അകത്തേക്ക് ചെന്ന് യുവിനെ നോക്കുമ്പോൾ അവൾ ആകെ ഡ്രിങ്ക്സ് അടിച്ച് ലെക്കായിട്ട് ഉറങ്ങാണ്. തങ്സു യുവിനെ എഴുന്നേൽപ്പിക്കാൻ നോക്കുമ്പോൾ മാനേജർ അകത്തേക്ക് കടന്നു വന്ന് അവളെ ആക്രമിക്കാനായി നോക്കുന്നു. ഭാഗ്യവശാൽ അയാൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കും മുന്നേ തങ്സുവിനെ ഫോളോ ചെയ്ത് പുറപ്പെട്ട കൈ അവിടേക്ക് എത്തുന്നു. അവൻ മാനേജറെ അടിച്ച് വെള്ളത്തിലേക്കിട്ട് തങ്സുവിനെ സേഫ് ആക്കുന്നു. അടുത്ത ദിവസം രാവിലെ ഒരു പ്രധാനപ്പെട്ട മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി കൈക്കുണ്ടായിരുന്നെങ്കിലും അവൻ ഇപ്പോഴും അതിന് പോകാതെ ഈ മാനേജറെ എന്തിനാണ് താൻ ഇങ്ങനെ ചെയ്തതെന്ന് ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മാനേജർ ആകട്ടെ മനഃപൂർവ്വം തന്നെ കൈയുടെ കസിനുമായി ചേർന്ന് ഇവനെ ആ ഒരു മീറ്റിംഗിന് വിടാതിരിക്കാനായി ഉത്തരമൊന്നും പറയാതെ ഉഴപ്പിക്കൊണ്ടിരിക്കുന്നു. ആ ഒരു മീറ്റിംഗിന് വേണ്ടി എല്ലാവരും വന്നിട്ടുണ്ട്. കൈയുടെ അമ്മയടക്കം ആ കസിനും മറ്റ് പ്രധാനപ്പെട്ട ആളുകളും എല്ലാം ഉണ്ട്. കൈ മാത്രം വന്നിട്ടില്ല. ഇതേ ടീം കൈക്കെതിരെ ഒരു ന്യൂസും സ്പ്രെഡ് ആകുന്നു. ടൈം എന്റർടൈൻമെന്റിന്റെ ഒരു മാനേജറെ കൈ അടിച്ച് വെള്ളത്തിലിടുന്ന വീഡിയോ സഹിതമാണ് ആ ന്യൂസ് സ്പ്രെഡ് ആകുന്നത്. അവന് ഇനി വരുമെന്ന് തോന്നുന്നില്ല. ഇത്രയും പ്രധാനപ്പെട്ട മീറ്റിംഗ് ഉണ്ടായിരുന്നപ്പോ അതിനെപ്പറ്റി ആലോചിക്കാതെ ഇങ്ങനെ അടിപിടി ഉണ്ടാക്കാൻ പോകുന്നവനെ പുതിയ പ്രോജക്ട് ഏൽപ്പിച്ചാൽ എങ്ങനെ ശരിയാകുമെന്ന് അവസരം മുതലെടുത്ത് ആ ഒരു കസിൻ പറയുന്നു. കൈയാണ് ആ പ്രോജക്ട് ഞാൻ ഏൽപ്പിക്കാനിരിക്കുന്നത്, അതുകൊണ്ട് അവനില്ലാതെ ഇതിന്റെ ഡിസ്കഷൻ നടക്കില്ല. അവൻ വന്ന ശേഷം നാളെ ഈ മീറ്റിംഗ് നടത്താമെന്ന് അമ്മ പറയുമ്പോൾ കസിൻ അതിന് സമ്മതിക്കുന്നില്ല. അവനില്ലെങ്കിൽ ഞാൻ ഈ പ്രോജക്ട് ഏറ്റെടുത്ത് നടത്തിക്കോളാം, എന്തായാലും അവനെ പോലെ ഞാൻ തല്ലിപ്പൊളിയൊന്നും അല്ലല്ലോ എന്ന് കസിൻ പറയുന്നു. അങ്ങനെ പിന്നീട് കൈ മാനേജറുടെ അടുത്തുള്ളപ്പോ ചായ് കൈ അന്വേഷിച്ചു വരുന്നു. ചായ് അങ്ങനെ കൈയെ കൂട്ടിക്കൊണ്ട് ഓഫീസിലേക്ക് എത്തുമ്പോഴേക്കും മീറ്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നീ വലിയ തെറ്റാ ചെയ്തതെന്ന് അവനോട് ദേഷ്യപ്പെട്ട് അമ്മ പോകുമ്പോഴാണ് ഈ നടന്ന കാര്യങ്ങൾക്ക് പിന്നിൽ കസിന്റെ കുബുദ്ധിയാണെന്ന് ടങ്സുവിന് മനസ്സിലാവുന്നത്. കസിൻ ആ മാനേജറുടെ കൂടെ ചേർന്ന് താൻ വഴി കൈയെ ട്രാപ്പിലാക്കുകയായിരുന്നു. താൻ ഉള്ളതാണല്ലോ കൈക്ക് ഇപ്പൊ പ്രശ്നമായി മാറിയതെന്ന് തോന്നുന്ന അവൾ കൈയുടെ അമ്മയിന് ഒരു രീതിയിലും തന്നെ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന തോന്നലുകൊണ്ട് ആ ബ്രേസ്ലെറ്റ് അവിടെ ഊരിവെച്ച് അവിടെ നിന്ന് മാറിപ്പോകുന്നു. പിന്നീട് അവൾ യുവിന്റെയും മെങ്ങിന്റെയും കൂടെ ഏജൻസിയിലെ പ്രാക്ടീസിലുള്ള സമയം കൈ ഇവൾക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. അവൾ ആ കാര്യത്തെ പറ്റി യുവിനോട് സംസാരിക്കുന്നതെല്ലാം മെങ് ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. പിന്നീട് ഇവരുടെ പുതിയ ക്ലോത്ത്സ് വന്നത് പരിശോധിക്കാനായി യുവും തങ്സുവും പോകുന്ന സമയം അവിടെ വെച്ചിരുന്ന തങ്സുവിന്റെ ഫോൺ എടുത്ത് മെങ് കൈക്ക് മെസ്സേജ് അയക്കുന്നു. ഒരു ഹോട്ടലിലേക്ക് വരാൻ പറഞ്ഞുള്ള മെസ്സേജ് ആയിരുന്നു അത്. അത് പ്രകാരം അത് അയച്ചത് തങ്സു ആണെന്ന് വിചാരിച്ച് അവൻ അങ്ങോട്ടേക്ക് ചെല്ലുന്നു. അങ്ങനെ അവിടേക്ക് എത്തുന്ന കൈ അവിടെ ഫുഡ് കാണുന്നു. ഇത് അവന് വേണ്ടി തങ്സു സർപ്രൈസ് നൽകിയതാണെന്ന് കരുതി അവൻ അതെടുത്ത് കഴിക്കുമ്പോൾ പതി അവന് മയക്കം അനുഭവപ്പെടുന്നു. അവിടെ തങ്സു ആയിരുന്നില്ല ഉണ്ടായിരുന്നത് മെങ്ങായിരുന്നു. അവൾ പാതി മയക്കത്തിലായിരിക്കുന്ന കൈയുടെ കൂടെ ക്ലോസ് ആകാനായി ശ്രമിക്കുമ്പോൾ അപ്പോഴും പൂർണ്ണമായി ബോധം നഷ്ടപ്പെട്ടിട്ടില്ലാത്ത കൈ അവളെ തട്ടിമാറ്റാനായി നോക്കുന്നു. ഇതേസമയം യുവിനെ കാണാനായി എത്തുന്ന ചായ് അവിടെ തങ്സുവിനെ കാണുമ്പോൾ നിങ്ങൾ എന്താ ഇവിടെ, നിങ്ങളെ കാണാനല്ലേ കൈ അങ്ങോട്ട് പുറപ്പെട്ടതെന്ന് ചോദിക്കുമ്പോഴാണ് എന്തോ പന്തികേട് അവർക്ക് മനസ്സിലാവുന്നത്. ഉടനെ 3 പേരും ആ ഹോട്ടൽ റൂമിലേക്ക് പുറപ്പെടുന്നു. അവരവിടേക്ക് എത്തുമ്പോൾ കാണുന്ന കാഴ്ച മെങ്ങിനെ കൈയും കാലും കെട്ടിയിട്ടിരിക്കുന്നതാണ്. കൈ ആ സമയം ടോയ്ലറ്റില് തലവഴി വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവന്റെ ആ ഒരു മയക്കം പൂർണ്ണമായി മാറാനായി. ഇത് കണ്ട് തങ്സ് ഓടിച്ചെന്ന് അവനെ കെട്ടിപ്പിടിച്ച് എനിക്ക് എല്ലാം അറിയാം, എന്നോട് ഒന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ടെന്ന് പറഞ്ഞു അവനെ ഓർത്ത് വളരെ പ്രൗഡ് ആകുന്നു. അടുത്ത ദിവസം കൈ തങ്സുവിന്റെ മാനേജറെ കാണുന്നു. ഈ മാനേജറുമായിട്ടുള്ള അവളുടെ കോൺട്രാക്ട് ക്യാൻസൽ ചെയ്യാനായി കൈ ആവശ്യപ്പെടുകയാണ്. കാരണം ഇയാൾ കാശിന് വേണ്ടി അവളെ അപായപ്പെടുത്താൻ ശ്രമിച്ചതാണെന്ന് അവൻ അറിയാലോ. പക്ഷെ അയാൾ അതിന് സമ്മതിക്കാതെ പകരം ഡിമാൻഡ് വെക്കുന്നു. കൈയുടെ കമ്പനി ഷെയർസ് കൊടുക്കണമെന്ന അയാളുടെ ആവശ്യം കൈ അംഗീകരിക്കുന്നു. തുടർന്ന് ഈ പറഞ്ഞ തങ്സു വളരെ ഷോക്കായി കൈയുടെ അടുത്ത് ചെന്ന് എന്തിനിങ്ങനെ ചെയ്തെന്ന് ചോദിച്ച് ബഹളം വെക്കുമ്പോൾ അവൻ അവളെ അടുത്ത് പിടിച്ചിരുത്തി അവൾ ഊരിക്കളഞ്ഞ ബ്രേസ്ലെറ്റ് അവളുടെ കയ്യിൽ ഇട്ടുകൊടുത്ത് ഇനി ഇത് മേലാൽ ഊരിക്കളയരുത്, കൂടാതെ എന്നെ ഇട്ട് എവിടെയും പോവുകയും ചെയ്യരുതെന്ന് പറഞ്ഞ് ആ ഷെയർസിനെക്കാളും തനിക്ക് വല്ലത് തങ്സു ആണെന്ന് തീർത്തു പറയുന്നു. ഇതേ ടീം കൈയെ മയക്കി അവന്റെ കൂടെ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നു മെങ്. അവൾ ആ വീഡിയോ ഒക്കെ ലാപ്ടോപ്പിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവളുടെ മുത്തശ്ശിയുടെ ഫോൺ കോൾ വരുന്നു. അവൾക്ക് മുത്തശ്ശി എന്ന് പറഞ്ഞാൽ ജീവനാണ്. മുത്തശ്ശി ഇങ്ങനെ പെട്ടെന്ന് വിളിച്ച് പെട്ടെന്ന് വയ്യാഴിക പോലെ സംസാരിക്കുമ്പോൾ അവൾ വെപ്രാളത്തിൽ അവിടെ നിന്ന് പുറപ്പെടുന്നു. അപ്പോഴേക്കും ലാപ്ടോപ്പിൽ ഈ വീഡിയോ കിടക്കുന്നത് മെങ്ങിന്റെ അസിസ്റ്റന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. അവള് വേഗം തന്നെ ഇത് കോപ്പി ചെയ്യുന്നു. അടുത്ത ദിവസം കൈയുടെ ഓഫീസിൽ മീറ്റിംഗ് നടക്കാണ്. ബോർഡ് മീറ്റിംഗിൽ തന്റെ ഷെയർസ് എല്ലാം മറ്റൊരാൾക്ക് കൊടുത്ത കൈ ഇനി സിഇഒ ആയി തുടരാൻ സാധിക്കില്ലെന്ന് മറ്റ് ബോർഡ് മെമ്പേഴ്സ് ആരോപണം ഉന്നയിക്കുമ്പോൾ അതിന്റെ നേതൃസ്ഥാനത്ത് നിന്ന് ആ കസിൻ ഒരു വീഡിയോയും കൂടി പ്ലേ ചെയ്യുന്നു. അത് മെങ്ങിന്റെ ലാപ്ടോപ്പിൽ നിന്ന് മെങ്ങിന്റെ അസിസ്റ്റന്റ് കോപ്പി ചെയ്ത വീഡിയോ ആയിരുന്നു. ആ വീഡിയോയും കൂടി കണ്ടപാടെ ഇനി ഇത്തരത്തിലുള്ള ഒരാൾക്ക് ഈ കമ്പനിയുടെ സിഇഒ ആയി തുടരാൻ യാതൊരു യോഗ്യതയില്ലെന്ന് മറ്റ് ബോർഡ് മെമ്പേഴ്സ് പ്രശ്നം ഉണ്ടാക്കുമ്പോൾ കൈയുടെ അമ്മയ്ക്ക് അതിന് സമ്മതിക്കേണ്ടി വരുന്നു. അങ്ങനെ സിഇഒ സ്ഥാനം ഒഴിയേണ്ടി വരുന്ന കൈ അത്രയും നാൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ അവൻ ഇല്ലാതാകുന്നു. വണ്ടി, താമസിച്ചിരുന്ന വീട്, ബാങ്ക് അക്കൗണ്ട്, അങ്ങനെ എല്ലാം തന്നെ അവന് നഷ്ടപ്പെടുകയാണ്. അവനിപ്പോ താമസിക്കുന്നത് ടങ്സുവിന്റെ ഇടയ്ക്ക് അവൻ താമസിക്കാനായി വാങ്ങിക്കൊടുത്ത വീട്ടിലാണ്. അത് ഇവന്റെ സ്വന്തം പേരിലുള്ള വീടായിരുന്നു. ടങ്സുവും ഈ കാര്യം പറഞ്ഞ് ആകെ സങ്കടത്തിലാവുന്നുണ്ട്. അവനാകട്ടെ അവളെ സങ്കടപ്പെടുത്തണ്ടെന്ന് കരുതി ഇവന്റെ സങ്കടങ്ങൾ പ്രകടിപ്പിക്കുന്നില്ല. എങ്ങനെങ്കിലും എവിഡൻസ് ഒക്കെ കളക്ട് ചെയ്ത് നിങ്ങളുടെ ഭാഗത്ത് തെറ്റില്ലാന്ന് നമുക്ക് പ്രൂവ് ചെയ്യാന്ന് ടങ്സു അവനെ മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ സാര
സാരമില്ല, എനിക്ക് ഈ ഒരു ലൈഫ് ഇഷ്ടമാണെന്ന് പറഞ്ഞ് അവൻ ഹാപ്പി ആയി ഇതുപോലെ ഇരിക്കുന്നു. അടുത്ത ദിവസം അവൾക്ക് ഷൂട്ടിങ്ങിന് 3 ദിവസത്തേക്കും ഇവിടെ നിന്ന് മാറി നിൽക്കണം. താൻ ഇവിടെ ഇല്ലാത്തപ്പോ ചെലവിന് പോലും കൈയുടെ കയ്യിൽ ക്യാഷ് കാണില്ല, കൊടുത്താ വാങ്ങില്ല എന്നറിയാവുന്ന അവൾ നിങ്ങളുടെ വീട്ടിലല്ല ഞാനിപ്പോ താമസിക്കുന്നത്, അതുകൊണ്ട് റെന്റ് ഇന്നാന്ന് പറഞ്ഞ് ബലമായി അത് അവനെ ഏൽപ്പിച്ച് മറുപടി കേൾക്കാൻ നിൽക്കാതെ അവിടെ നിന്ന് പുറപ്പെടുന്നു. അവനാകട്ടെ ആ കാശ് ഉപയോഗിക്കാതെ തന്റെ ചിലവിന് വേണ്ടി പാർട്ട് ടൈം ജോലിക്ക് ചേരുന്നു. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം അവനെ കാണാനായി അമ്മ എത്തുന്നു. അവൻ അമ്മയുടെ മുന്നിലും വളരെ ഹാപ്പി ആയതുപോലെയാണ് ഇരിക്കുന്നത്. അമ്മ അവനോട് നിനക്ക് കമ്പനിയിലേക്ക് മടങ്ങി വരണമെന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടെന്ന് അവൻ മറുപടി പറയുന്നു. എങ്കിലും ഞാൻ നിന്നെ അതിന് സഹായിക്കാം, പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടെന്ന് അമ്മ പറയുമ്പോൾ എന്താണതെന്ന് ആകാംക്ഷയിൽ നോക്കുന്ന കൈയോട് തങ്സുവിനെ ബ്രേക്കപ്പ് ചെയ്യണമെന്ന കണ്ടീഷനാണ് അമ്മ മുന്നോട്ട് വെക്കുന്നത്. അത് കേട്ട് ഇവൻ ആകെ ഞെട്ടുന്നു. അങ്ങനെ തങ്സുവിനെ വേണ്ടെന്ന് വെച്ച് കൈ ആ കമ്പനിയിലേക്ക് തിരിച്ചു പോകുമോ, അതോ കമ്പനി വേണ്ടെന്ന് വെച്ച് തങ്സുവിനെ തന്നെ മതിയെന്ന് പറയുമോ? മുന്നേ കൈ ഇടപെട്ടത് കൊണ്ട് തന്നെ തങ്സുവിനെ തകർക്കാനായി മെങ് അവളുടെ മേലിൽ കെട്ടിവെച്ച ആ ഒരു ഡയറക്ടറുമായിട്ടുള്ള ബന്ധത്തിന്റെ റൂമർ ഉണ്ടല്ലോ, അതിൽ നിന്ന് തങ്സു തെറ്റുകാരിയല്ല എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താൻ സാധിക്കുന്നു. കാരണം ആ ഡയറക്ടറുമായി അന്ന് ക്ലോസ് ആയിട്ട് ഉണ്ടായിരുന്നത് അയാളുടെ ഗേൾ ഫ്രണ്ട് ആണ്, ഇന്ന് അവർ അയാളുടെ ഭാര്യയാണ്. ആ പെൺകുട്ടിയെ പെട്ടെന്ന് കണ്ടാൽ തങ്സുവിനെ പോലെ തോന്നി. അങ്ങനെ തങ്സുവിന്റെ മേലിൽ റൂമർ വന്നതാണ്. അവളെ ആരും തന്നെ വിശ്വസിച്ചിരുന്നില്ല. ഈ ഡയറക്ടറും അന്നൊരു ക്ലാരിറ്റി നൽകാനായി ശ്രമിച്ചിരുന്നില്ല എന്ന കാരണങ്ങളൊക്കെ മനസ്സിലാക്കി കൈ അതിൽ ഇടപെട്ട് ആ ഡയറക്ടറെയും അയാളുടെ വൈഫിനെയും കൊണ്ട് സത്യാവസ്ഥ വീഡിയോ ആയി ടെലികാസ്റ്റ് ചെയ്യിപ്പിച്ചു. അങ്ങനെ എല്ലാവരും അതിൽ നിന്ന് സത്യം മനസ്സിലാക്കി തങ്സു തെറ്റുകാരിയല്ല എന്ന് മനസ്സിലാക്കുന്നു. ഇതേ ടീം മെങ് കൈക്ക് ലഹരി മരുന്ന് കൊടുത്ത് അവനെ മയക്കി വീഡിയോ ഷൂട്ട് ചെയ്തിരുന്നല്ലോ. അന്ന് യഥാർത്ഥത്തിൽ പാതി മയക്കത്തിലായിരുന്നെങ്കിൽ പോലും ബോധത്തോടെ കൈ സമയോചിതമായി ഇടപെട്ടതുകൊണ്ട് അവന് ഒന്നും തന്നെ അവിടെ നഷ്ടമായിരുന്നില്ല. പക്ഷേ ആ വീഡിയോ കാണുന്ന ആളുകൾക്ക് അതിൽ തെറ്റായി എന്തൊക്കെയോ നടന്നു എന്നതേ തോന്നൂ. അതുകൊണ്ട് തന്നെ ആ വീഡിയോ കൈയുടെ ആ കസിൻ കമ്പനി ബോർഡ് മീറ്റിംഗിൽ പ്രചരിപ്പിക്കുകയും അത് എല്ലാവരും കണ്ട് കൈയെ ഇങ്ങനൊരു സ്ത്രീ വിഷയത്തിൽ വളരെ തെറ്റുകാരനാക്കി ചിത്രീകരിച്ച് ഒപ്പം തന്നെ മാനേജർ മുഖേന ആ കസിൻ കൈയുടെ ഷെയർസ് എല്ലാം തട്ടിയെടുത്ത് കൈ അങ്ങനെ അടപടലം പൂട്ടി അവനെ സിഇഒ സ്ഥാനത്ത് നിന്ന് പുറത്താക്കി. അങ്ങനെ വീട്ടിൽ തങ്സു ഇല്ലാത്ത സമയം തന്റെ ചിലവുകൾക്ക് വേണ്ടി തങ്സു കൊടുത്ത കാശ് ഉപയോഗിക്കാതെ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് കൈ കഴിയുന്ന ടീം അവനെ കാണാനായി അമ്മ എത്തുന്നു. അമ്മ കമ്പനിയിലേക്ക് തിരിച്ചവനെ കൊണ്ടുവരാൻ സഹായിക്കാമെന്നും പകരം തങ്സുവിനെ ബ്രേക്കപ്പ് ചെയ്യണമെന്നും പറഞ്ഞ് ഒരു എഗ്രിമെന്റ് ഏൽപ്പിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ഷൂട്ടിങ്ങിന് പുറത്തു പോയിരുന്ന തങ്സു തിരിച്ചെത്തുന്നതാണ്. അവൾ എത്തുമ്പോഴേ ന്യൂസിലൊക്കെ വീണ്ടും അവള് വൈറലാവുന്നു. കാരണം ഇവൾക്ക് വേണ്ടിയാണ് കൈ ഷെയർസ് വിറ്റതെന്നും മറുവശത്ത് ഇപ്പോൾ മെങ്ങുമായി കൈ ക്ലോസ് ആണ്, അതുകൊണ്ട് തങ്സുമായി ബ്രേക്കപ്പ് ചെയ്യാൻ പോവാണ് എന്നിങ്ങനെ പല റൂമേഴ്സ് വരുന്നു. തങ്സു അവളുടെ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോഴേ പുറത്ത് റിപ്പോർട്ടേഴ്സ് കാത്തു തീർപ്പുണ്ട്. പക്ഷെ അവർക്ക് ഒരു എക്സ്പ്ലനേഷൻ നൽകി മെനക്കെടാതെ തങ്സുവിനെ അകത്തേക്ക് പറഞ്ഞു വിടുന്നു. അങ്ങനെ അവൾ അകത്തേക്ക് എത്തുമ്പോൾ അവിടെ കൈ വളരെ വീടൊക്കെ മോശമായി മെയിൻറ്റെയിൻ ചെയ്ത് ഒരു ഉന്മേഷമില്ലാതെ വളരെ തളർന്നിരിക്കുന്നതാണ് കാണുന്നത്. എന്താ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത്, പോയി വേഗം റെഡിയാവെന്നൊക്കെ പറഞ്ഞവൾ അവനെ ഉണർത്തുന്ന സമയത്ത് അവിടെ നിന്ന് ആ കോൺട്രാക്ട് പേപ്പർ അവൾക്ക് ലഭിക്കുന്നു. എന്തേത്, നിങ്ങൾ എന്നെ ഉപേക്ഷിക്കാൻ പോവാണോ എന്ന് അവൾ ചോദിക്കുമ്പോൾ അത് പിന്നെ നീ ആഗ്രഹിച്ച ആ ഒരു ലെവലിൽ എത്തിയിരിക്കല്ലേ, വെറുതെ ഞാൻ നിനക്കൊരു ബാധ്യതയാകണമെന്നല്ല കൈ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് കമ്പനിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് അമ്മ തന്ന ഓഫർ ആയിരിക്കല്ലേ ഇത്. ശരി, കമ്പനി തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ എന്നെ ഉപേക്ഷിച്ചോ, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ എനിക്ക് വേണ്ടി എന്റെ നന്മയ്ക്ക് വേണ്ടി എന്നെ ഉപേക്ഷിക്കുന്നു എന്ന് പറയരുത്. നിങ്ങൾ കൂടെ ഉള്ളതാ എന്റെ സന്തോഷം, അത് ഏത് സാഹചര്യത്തിലാണെങ്കിലും അത് അങ്ങനെ തന്നെയാണെന്നെല്ലാം അവള് പറയുമ്പോൾ കൈക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. തങ്സു ഒട്ടും സമയം കളയാതെ കൈയുടെ മറുപടി കേൾക്കാൻ നിൽക്കാതെ പുറത്തേക്ക് ചെല്ലുന്നു. കാരണം പുറത്ത് ആ റിപ്പോർട്ടേഴ്സുമായി സംസാരിച്ച് നിൽക്കുന്നത് അവൾ കണ്ടിട്ടുണ്ട്. അവൾ വേഗം തന്നെ അവിടേക്ക് ചെന്ന് റിപ്പോർട്ടേഴ്സിനോട് എനിക്കും കൈക്കും ഇടയിൽ നല്ലൊരു റിലേഷനാണ് മുന്നോട്ട് പോകുന്നത്, അതിൽ യാതൊരുവിധ വിള്ളലോ പ്രശ്നങ്ങളോ ഇല്ല എന്നവർക്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നത് അകത്ത് നിന്ന് കൈ കേൾക്കുന്നു. അവൻ അത്രയും നേരം താൻ കാരണം തങ്സുവിന്റെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, ആഷിക്കി 2 നായികയ്ക്ക് വേണ്ടി അവളുടെ കരിയറിൽ താൻ മൂലം തന്റെ ദുശീലങ്ങൾ മൂലമൊക്കെ പ്രശ്നം ഉണ്ടാകാതിരിക്കാനായിട്ട് ആത്മഹത്യ ചെയ്യുന്ന ആ ഒരു കാര്യം പോലെ ഇവിടെ ഒഴിഞ്ഞു മാറാന്നാണ് ഇവൻ കരുതിയത്. പക്ഷെ വേണ്ട, അവൾ തന്നെ ഇപ്പോഴും ചേർത്ത് പിടിക്കുന്നു. അവൾക്ക് തന്നെ അത്രയും ഇഷ്ടമാണ്, തനിക്കും അവൾ അതിലേറെ ഇഷ്ടമാണെന്ന് അറിയാവുന്നത് കൊണ്ട് റിപ്പോർട്ടേഴ്സിന്റെ അടുത്ത് ചെന്ന് അവളെ ചേർത്ത് നിർത്തി ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നമില്ല, ഞങ്ങൾ ഹാപ്പി കപ്പിൾസ് ആണെന്ന് പറയുന്നു. ഇത് ലൈവായി ടെലികാസ്റ്റ് ചെയ്യുന്നത് കൈയുടെ അമ്മ കേൾക്കുന്നുണ്ട്. അവൻ ഇത്രയായിട്ടും അവളെ ഉപേക്ഷിക്കുന്നില്ലല്ലോ എന്ന് ചിന്തിച്ച് അമ്മ ആരെയോ ഫോൺ വിളിക്കുന്നു. അങ്ങനെ പിന്നീട് കൈ തങ്സുവിനോട് സംസാരിക്കുന്നു. ഇപ്പോ ചെയ്യുന്ന ഈ ഡെലിവറി പാർട്ട് ടൈം ജോലികൾക്ക് പുറമെ നല്ലൊരു ഓഫീസ് ജോലിക്ക് വേണ്ടി താൻ ഒരു ശ്രമം നടത്തുന്നുണ്ട്, അടുത്ത ദിവസം ഒരു സ്ഥലത്തേക്ക് പോകുന്നുണ്ടെന്നൊക്കെ അവൻ ഇങ്ങനെ സംസാരിക്കുമ്പോൾ അവൾ അവന് നൂഡിൽസ് പാചകം ചെയ്തു കൊടുക്കുന്നു. കുറച്ച് നാളായി നല്ല ഭക്ഷണം കഴിച്ചിട്ടെന്ന് തോന്നുന്നു. അവൻ അത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് കൈയും ചായയും സംസാരിക്കുന്നതാണ്. എന്തിനിങ്ങനെ വെറുതെ കമ്പനിയിൽ കയറി ഇറങ്ങി നടന്ന് ജോലിക്ക് ശ്രമിക്കുന്നത്, സാറിന്റെ കയ്യിൽ ഇനിയും ഷെയർസ് ഉണ്ടല്ലോ, മറ്റാർക്കും അത് അറിയത്തില്ലെങ്കിലും സാറിന് അത് ഉപയോഗിച്ച് വീണ്ടും കമ്പനിയിലേക്ക് തിരിച്ചെത്താവുന്നതല്ലേ ഉള്ളൂ എന്ന് ചായ പറയുമ്പോ ഇപ്പൊ അതാരും അറിയണ്ട, കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ പോകട്ടെ, അതിന്റെ ഇടയിൽ കുറച്ച് പണിയൊക്കെ ഉണ്ടെന്ന് കൈ ചായയോട് പറയുന്നു. കാര്യങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ കൈയുടെ അമ്മ തങ്സുവിനെ ഫോൺ വിളിക്കുന്നു. ആ ഒരു വീഡിയോ സ്പ്രെഡ് ആയതിനു ശേഷം മെങ്ങിനെ പറ്റി യാതൊരു വിവരവും ഇല്ല, അവൾ ഒളിവിലാണെന്നാണ് എല്ലാവരും കരുതുന്നത്. എന്തായാലും
അവളുള്ള ലൊക്കേഷൻ കൈയുടെ അമ്മ കണ്ടെത്തി അത് തങ്സുവിന് പറഞ്ഞു കൊടുക്കുന്നു. തങ്സു അവിടേക്ക് ചെല്ലുമ്പോൾ അത് മെങ്ങിന്റെ മുത്തശ്ശിയുടെ വീടാണ്. മെങ്ങിന്റെ മുത്തശ്ശിക്ക് വയ്യ എന്ന കാര്യം അറിഞ്ഞ് അവൾ വേഗം തന്നെ അവളുടെ താമസ സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നതായിരുന്നു നമ്മൾ മുന്നേ കണ്ടത്. ഇപ്പോ ആ മുത്തശ്ശി മരിച്ചിരിക്കുന്നു. ഇവൾക്ക് വളരെ ക്ലോസ് ആയിട്ടുള്ള മുത്തശ്ശിയായിരുന്നു. അതുകൊണ്ട് തന്നെ അവൾ വളരെ സങ്കടത്തിലാണ്. തങ്സുവിനെ കണ്ടപ്പോൾ തന്നെ ഈ നടക്കുന്ന പ്രശ്നങ്ങൾക്ക് താൻ ഉത്തരവാദിയല്ല, ഞാനല്ല വീഡിയോ ലീക്ക് ആക്കിയതെന്ന് മെങ് എക്സ്പ്ലെയിൻ ചെയ്യുന്നു. പിന്നെ ആരത് ചെയ്തതെന്ന് തങ്സുവിന്റെ ചോദ്യത്തിന് എന്റെ അസിസ്റ്റന്റ് ആയിരിക്കും, കാരണം അവളായിരുന്നു ആ സമയത്ത് എന്റെ കൂടെ വീട്ടിലുണ്ടായിരുന്നത്, അവളായിരിക്കും ഇത് ലീക്ക് ആക്കിയതെന്ന് മെങ് പറയുമ്പോൾ നിന്റെ അസിസ്റ്റന്റ് എന്തിനും നിന്നോട് ഇങ്ങനെ ചെയ്യണം, നീ അവരെ അസിസ്റ്റന്റ് എന്ന ഒരു പരിഗണന പോലും കൊടുക്കാതെ നന്നായി ദ്രോഹിച്ചതിന്റെ പ്രതികാരമായിരിക്കുമല്ലേ എന്ന് തങ്സു പറയുമ്പോൾ അത് എന്ന മട്ടിൽ എന്ത് ചെയ്യണമെന്നറിയാതെ മെങ് നിൽക്കുന്നു. ഇത് കാരണം കൈക്ക് എന്തോരം ബുദ്ധിമുട്ടുണ്ടായെന്ന് നിനക്കറിയാമോ എന്ന് തങ്സു ദേഷ്യപ്പെടുമ്പോൾ ഞാൻ സോറി പറയാമെന്ന് മെങ് പറയുമ്പോൾ ഒരു സോറിക്കൊന്നും ഇതിൽ ഒരു പരിഹാരവും കണ്ടെത്താൻ സാധിക്കില്ലെന്ന് തങ്സു തീർത്തു പറയുന്നു. പിന്നെ ഞാൻ എന്താ പറയേണ്ടത്, തെറ്റെല്ലാം എല്ലാവരുടെ മുന്നിൽ ഏറ്റു പറയണോ? കൈക്ക് ഇതിൽ യാതൊരു പങ്കുമില്ല, ഞാൻ കൈയെ സെഡ്യൂസ് ചെയ്ത് അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ വീഡിയോ എടുത്തതാണെന്ന് എല്ലാവരോടും പറയണോ എന്ന് മെങ് ചോദിക്കുന്നു. ഇതേ സമയം കൈയും ചായയും കൂടി വളരെ സീരിയസ് ആയ ചില കാര്യങ്ങളെ പറ്റി സംസാരിക്കുകയാണ്. അവരുടെ സംസാരം ആ കസിൻ കമ്പനിയിൽ നടത്തുന്ന അഴിമതികളെ പറ്റിയാണ്. ഒരു പുതിയ പ്രോജക്റ്റ് കൈയെ ഏൽപ്പിക്കാനായി അമ്മ ഇരിക്കുകയായിരുന്നല്ലോ, പക്ഷെ കൈയെ അവിടെ മീറ്റിംഗിൽ എത്തിക്കാതെ ആ പ്രോജക്റ്റ് ഈ കസിൻ നേടിയെടുത്തു. ആ പ്രോജക്റ്റ് കൊണ്ട് ഇവൻ വലിയ അഴിമതി കാണിക്കാൻ പോകുന്നു, അവനത് ചെയ്യുന്നുണ്ടെന്ന കാര്യങ്ങൾ കൈക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പക്ഷെ രഹസ്യമായി അതിനെപ്പറ്റി വാലിഡ് ആയിട്ടുള്ള സോളിഡ് ആയിട്ടുള്ള എവിഡൻസുകൾ കളക്ട് ചെയ്യാനായിട്ടാണ് കൈ തനിക്ക് പോയി കമ്പനിയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത രീതിയിൽ മാറി നിന്നത്. അല്ലാതെ തങ്സുവിനെ കൂടുതൽ നേരം കെയർ ചെയ്യണം എന്ന ആ ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം ആയിരുന്നില്ല. ഇങ്ങനെ മാറി നിൽക്കുമ്പോൾ കസിൻ എന്റെ പുറകെ ഇനി അവൻ അന്വേഷിച്ചു വരത്തില്ല എന്ന ധൈര്യത്തിൽ കൂടുതൽ അഴിമതികൾ ചെയ്യുമല്ലോ. അങ്ങനെ അതിനുള്ള തെളിവുകളെല്ലാം കൈ ചായയുടെ സഹായത്തോടെ കളക്ട് ചെയ്യുന്നു. അങ്ങനെ ചായ കണ്ടു കഴിഞ്ഞ് കൈ താമസ സ്ഥലത്തെത്തുമ്പോൾ അവിടെ തങ്സു ഇവനെ കാത്തിരിപ്പുണ്ടായിരുന്നു. നിങ്ങളിപ്പോ വളരെ ഹാപ്പിയായി ഞാൻ കണ്ടിട്ട് കുറച്ച് നാളുകളായി, നമുക്കൊരു കോട്ടേജിലേക്ക് ട്രിപ്പ് പോയല്ലോ എന്ന് പറഞ്ഞ് അവൾ ചില പ്ലാൻസ് ഒക്കെ പറയുമ്പോൾ ഇവൻ അതെല്ലാം കേട്ടിരിക്കുന്നു. പിന്നീട് അവളെ ഉറക്കി കഴിഞ്ഞ് മാസ്കും ഹാറ്റും ഒക്കെ ധരിച്ച് മുന്നേ പറഞ്ഞ ആ ഒരു അഴിമതികൾക്കുള്ള തെളിവുകൾ ആരെയോ കണ്ട് കളക്ട് ചെയ്യാനായി കൈ പോവുകയാണ്. അടുത്ത ദിവസം തങ്സു കൈയെ കാണുന്നില്ല. പോകാനായിട്ട് അവളെ ഒരുങ്ങിയിരുന്നിട്ടും ഇവൻ വരുന്നില്ല. മെസ്സേജ് അയച്ചിട്ട് റിപ്ലൈ ഇല്ല, വിളിച്ചിട്ട് കിട്ടുന്നില്ല. അങ്ങനെ ടോട്ടലി ഇവളെ അവോയ്ഡ് ചെയ്ത് പോയതുപോലെ ഒരു പോക്ക് അങ്ങ് പോകുന്നു. കൈയാകട്ടെ ആ തെളിവുകൾ തന്റെ അമ്മയുടെ സഹായത്തോടെ പ്രസ് മീറ്റിൽ പുറത്താക്കുന്നു. അങ്ങനെ അത് എല്ലാവരും അറിയാണ്. തുടർന്ന് കസിനും അയാളുടെ കൂടെ കൂട്ടുനിന്ന് ഈ കമ്പനിയിലെ മാനേജറും നടത്തിയ അഴിമതികൾ എല്ലാവരും അറിഞ്ഞ് കസിനെ കമ്പനിയുടെ ചെയർമാനായ കൈയുടെ മുത്തശ്ശൻ കമ്പനിയിൽ നിന്ന് പുറത്താക്കുന്നു. കൈയെ പൂർവാധികം പവറോടെ തിരിച്ചെടുക്കുകയും ചെയ്യുന്നു. തങ്സു ആദ്യം കൈ എവിടെ പോയെന്ന് അവനെ കാണാതെ വളരെ ടെൻഷനായെങ്കിലും പിന്നീടാണ് അവൾ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ അറിഞ്ഞത്. അവൾക്ക് വലിയ ദേഷ്യവും സങ്കടവും വരുന്നു. കാരണം ഇത്രയധികം താനുമായി ക്ലോസ് ആയിരുന്ന കൈ എന്തുകൊണ്ട് തന്നോട് ഈ ഒരു കാര്യം പറഞ്ഞില്ല? അവൻ തന്നിൽ നിന്ന് അകലുകയാണോ? അവന്റെ അമ്മ ആവശ്യപ്പെട്ടതുപോലെ അവൻ എന്നെ ഉപേക്ഷിച്ചു പോവാണോ എന്നൊക്കെ അവൾക്ക് വല്ലാത്ത തോന്നലുകൾ ഉണ്ടാവുന്നു. അവൾ ദേഷിച്ച് കൈയെ കാണാനായി ചെല്ലുന്നു. അവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ നോക്കുന്നുണ്ട്. ഇത് വളരെ രഹസ്യമായിട്ട് പ്രൊസീഡ് ചെയ്ത ഒരു കാര്യമാണ്, നിന്നോട് പറയാതിരുന്നത് വിശ്വാസക്കുറവ് ഉണ്ടായിട്ടൊന്നുമല്ല, പക്ഷെ എല്ലാം നല്ലതായിട്ട് നടന്നിട്ട് പറയാമെന്ന് കരുതിയെന്നില്ല. പക്ഷെ അവൾ അത് കണക്കിലെടുക്കുന്നേ ഇല്ല. എന്നോട് ഒരു ബേസിക് ആയിട്ടുള്ള വിശ്വാസം പോലും കാണിക്കാത്ത നീ, എന്നോട് കള്ളങ്ങൾ പറഞ്ഞ് സത്യങ്ങൾ മറച്ചു വെച്ച നീ എന്നെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? എനിക്കിനി ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്ന് പിണങ്ങി പോകുന്നു. അങ്ങനെ പിന്നീട് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നമ്മൾ കാണുമ്പോൾ കൈ അവന്റെ ആ ഒരു പഴയ താമസ സ്ഥലത്ത്, ആ ഒരു പോഷായ ആ ഒരു ആഡംബര താമസ സ്ഥലത്ത് തന്നെയാണുള്ളത്. അവൻ അമ്മയെ വീഡിയോ കോൾ ചെയ്യുമ്പോൾ അമ്മ ഇപ്പോഴും അവനോട് പണ്ടത്തെ പോലെ കല്യാണത്തിന്റെ കാര്യം പറയുന്നു. അമ്മ ഞാൻ കല്യാണമൊക്കെ കഴിച്ചോളാം, സമയമാട്ടെ എന്ന് പറഞ്ഞ് അവൻ കോള് കട്ട് ചെയ്യുന്നു. ആ ടീം അവിടേക്ക് ചായ എത്താണ്. ചായ ഇപ്പൊ പണ്ടത്തെ പോലെ അസിസ്റ്റന്റ് അല്ല, കൈ ഇപ്പൊ പണ്ടത്തെ പോലെ സിഇഒ അല്ല. കമ്പനിയുടെ ചെയർമാൻ ആയിരുന്ന മുത്തശ്ശൻ സ്ഥാനം മാറിയ ശേഷം കൈയാണ് ഇപ്പോൾ കമ്പനി ചെയർമാൻ. അസിസ്റ്റന്റ് ആയിരുന്ന ചായയെ സിഇഒ ആയി നിയമിച്ചിരിക്കുന്നു. സുഹൃത്ത് എന്ന ഒരു എലമെന്റ് കൊണ്ടേ ആയിരുന്നില്ല, മറിച്ച് ചായയുടെ കഴിവ് കൊണ്ടാണ് അവന് ഈ പ്രൊമോഷൻ നൽകിയിരിക്കുന്നത്. അങ്ങനെ ചായ് കൈയോട് തങ്സുവിനെ പറ്റി പറയുന്നു. എന്ത് ചെയ്യാനാ, ഇത്രയും നാളായിട്ടും ഞാൻ അവളോട് എന്തോ ഒരു മാപ്പ് ചോദിച്ചിട്ടും അവൾ എന്നോട് ക്ഷമിക്കുന്നേ ഇല്ലല്ലോ എന്ന് കൈ ആകെ സങ്കടപ്പെടുന്നു. ഞാൻ എന്തൊക്കെ ഗിഫ്റ്റ് അവൾക്ക് കൊടുത്തു, ഒന്നും തന്നെ അവൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, എല്ലാം റിട്ടേൺ അയക്കുക എന്നിങ്ങനെ കൈ സങ്കടപ്പെട്ടിരിക്കുമ്പോ എന്റെ കല്യാണത്തിന്റെ ഡേറ്റ് എടുത്തു, ഇതാ കല്യാണക്കുറി വരണേന്ന് പറഞ്ഞ് തന്റെ മ്യൂവിന്റെ കല്യാണത്തിന്റെ ക്ഷണക്കത്ത് ചായ് കൈക്ക് കൊടുക്കുന്നു. ഞാനിവിടെ സങ്കടപ്പെട്ടിരിക്കുമ്പോ തന്നെ നിനക്ക് അവിടെ ഇരുന്ന് കല്യാണം കഴിക്കണോ അല്ലേടാന്ന് പറഞ്ഞ് കൈ ദേഷ്യപ്പെടുമ്പോ നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തു നോക്കിയിട്ടും തങ്സ് ഇതുവരെ പണക്കം മാറ്റിയില്ലല്ലോ, ഇനി ഞാനൊരു ഐഡിയ പറഞ്ഞു തരാമെന്നും പറഞ്ഞ് ചായ ഒരു ഐഡിയ പറഞ്ഞു കൊടുക്കുന്നു. ഇതേ സമയം യുവിന്റെ കൂടെ അവളുടെ വെഡിങ് ഡ്രസ്സ് പർച്ചേസ് ചെയ്യാനായി തങ്സു പോയിരിക്കായിരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ തമ്മിൽ ഒരു പിണക്കുണ്ടായ സമയം ഈ റിംഗ് ഇട്ട് അവൻ എന്നെ പ്രൊപ്പോസ് ചെയ്തപ്പോ എനിക്ക് ആ പിണക്കൊക്കെ മറന്ന് കല്യാണത്തിന് കണ്ണും പൊട്ടി സമ്മതിക്കേണ്ടി വന്നു എന്ന് യു പറയുമ്പോ ഇതുപോലൊരു റിംഗ് പ്രപ്പോസലാ ഞാനും പിണക്കൊക്കെ മറന്ന് വീണ്ടും ഒന്നു ചേരാനായിട്ട് കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ
മണ്ടനത് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞ് അവൾ അവിടെ മാറി നിന്ന് പുറത്തേക്ക് പോകുമ്പോ പെട്ടെന്ന് ഒരു കാർ അങ്ങോട്ടേക്ക് വന്ന് അതിൽ നിന്ന് കൈ ഇറങ്ങി അവളെ എടുത്തുകൊണ്ട് പോകുന്നു. അവൻ അവളെ നേരെ അവന്റെ താമസ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന് നിർത്തി ഒരു ജ്വല്ലറി ബോക്സ് എടുക്കുന്നു. അത് കാണുമ്പോൾ താൻ ആഗ്രഹിച്ചതുപോലെ റിംഗ് ഇട്ട് പ്രപ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് ടങ്സു എക്സൈറ്റഡ് ആകുമ്പോ ബോക്സിനകത്ത് ഒരു തടിയുടെ പലകയായിരുന്നു. അത് താഴെ വെച്ച് അതിൽ മുട്ടുകുത്തി നിന്ന് എന്നോട് ക്ഷമിക്കുന്ന ഇവൻ വളരെ റിക്വസ്റ്റ് ചെയ്യുന്നു. ആ ടീം ഈ തടി കഷ്ണം വെക്കാൻ എന്തിനാടോ ജ്വല്ലറി ബോക്സ് എന്ന് ദേഷ്യപ്പെട്ട് അവൾ അങ്ങ് പോകുമ്പോ ജ്വല്ലറി ബോക്സോ അപ്പൊ ജ്വല്ലറി കിട്ടിയ പിണക്കം മാറുമായിരിക്കും തോന്നി അവൻ അവളെ ഒരു ജ്വല്ലറി ഷോപ്പിലേക്ക് കൊണ്ടുവന്നു. അവിടെ ഇപ്പൊ റിങ് കിട്ടും, നല്ലൊരു പ്രപ്പോസൽ നടക്കുന്നു അവള് പ്രതീക്ഷിക്കുമ്പോ അവൻ അവിടെ ക്രൗണ്, ചെയിന്, അങ്ങനെ പല ടൈപ്പ് ഓർണമെന്റ്സ് കാണിക്കുന്നുണ്ടെങ്കിലും റിങ്ങേ ഇല്ല. എനിക്കിതൊന്നും സെറ്റ് ആവില്ല എന്ന് ദേഷ്യപ്പെട്ട് അവൾ എഴുന്നേറ്റ് പോകുമ്പോ ഇതൊക്കെ പിന്നെ എന്തിനായിരിക്കും സെറ്റ് ആവാന്ന് അവൻ അവിടെ സ്വയം പുറപ്പെടുക്കുന്നു. ഇത് കേൾക്കുന്ന അവിടുത്തെ ഒരു സ്റ്റാഫ് സാർ ഇതൊക്കെ വെഡിങ് ഡ്രസ്സിന് ചേരുന്ന ഓർണമെന്റ്സ് ആണെന്ന് പറയുമ്പോൾ അടുത്ത ബൾബ് അവന് കത്തുന്നു. അവൻ വേഗം തന്നെ അടുത്തതായി അവളെ ഒരു വെഡിങ് ഡ്രസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ഡ്രസ്സ് കൊടുക്കാനായി നോക്കുമ്പോ അപ്പോഴും മോതിരം കിട്ടുമെന്ന് വിചാരിച്ചിരുന്ന അവൾക്ക് ആകെ നിരാശ. അവൾ ആകെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോകുന്നു. പിന്നീട് അവൾക്ക് ഇവനായിട്ട് തന്നെ നല്ല രീതിയിൽ റിങ്ങിട്ട് പ്രപ്പോസ് ചെയ്യുന്ന പ്രതീക്ഷിക്കേണ്ട അത്രയ്ക്ക് റൊമാൻറ്റിക് ഐഡിയ ഒന്നും ഈ മരമണ്ടന്റെ തലയിലില്ലെന്ന് തോന്നി താനായിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കണമെന്ന് അവൾ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ യുവിന്റെയും ചായയുടെയും വിവാഹ ദിവസം വന്നെത്തുന്നു. അവിടെ എന്തോ ഒന്ന് മനസ്സിൽ പ്ലാൻ ചെയ്ത് ടങ്സു നിൽക്കാണ്. കൈയാകട്ടെ ചായയുടെ കൂടെ ചേർന്ന് എന്തോ ഒന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ട്. എല്ലാം പ്ലാനിങ് പോലെ തന്നെ നടക്കുമല്ലോ അല്ലേന്ന് അവർ പരസ്പരം സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാം. ഇതേ ടീം ആ വിവാഹത്തിൽ പങ്കെടുക്കാനായി ലൂവും മെങ്ങും എത്തുന്നു. അന്ന് ടങ്സു ആവശ്യപ്പെട്ടതുപോലെ തന്റെ തെറ്റുകളൊക്കെ ഏറ്റു പറഞ്ഞ് താൻ ടങ്സുവിനോട് ചെയ്ത തെറ്റും കൈയോട് ചെയ്ത തെറ്റും അങ്ങനെ എല്ലാ തെറ്റുകളും ഏറ്റു പറഞ്ഞ് ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനുശേഷം അവൾ വളരെ സങ്കടത്തിലേക്കും ഡിപ്രഷനിലേക്കും പോയി ആളുകളെ ഫേസ് ചെയ്യാൻ വലിയ നാണക്കേടിലേക്കും മടിയിലേക്കും ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. ആ ടീം അവളുടെ സിറ്റുവേഷൻ മനസ്സിലാക്കി ലൂ അവൾക്ക് സപ്പോർട്ടായി നിന്നു. മറ്റൊന്നുമല്ല, ടങ്സുവിന് ഒരിക്കൽ ഇതുപോലെ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ ഉണ്ടായ സമയത്ത് ടങ്സുവിനെ മനസ്സിലാക്കിയില്ല, അവൾക്ക് വേണ്ട സപ്പോർട്ട് നൽകിയില്ല എന്നൊരു കുറ്റബോധം ഇവന്റെ ഉള്ളിലുണ്ടായിരുന്നു. ഇത് മെങ് അവളുടെ കയ്യിലിരിപ്പ് മൂലം വരുത്തിയതാണെങ്കിലും അവൾ ഇതിൽ നിന്ന് റിക്കവർ ആക്കാൻ ഒരു കൈ തനിക്ക് സഹായിക്കാൻ കഴിഞ്ഞാൽ നല്ലതായിരിക്കുമല്ലോ എന്ന് തോന്നി അവൻ അങ്ങനെ അവൾക്ക് താങ്ങായും തണലായും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് അങ്ങനെ രണ്ടുപേരും ഇപ്പോ ഹാപ്പിയായി ഒരു റിലേഷനിലായിരിക്കുകയാണ്. അങ്ങനെ ഇവരും ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കുന്നു. വേദിയിൽ ഹാപ്പിയായി യുവിന്റെയും ചായയുടെയും വിവാഹവും നടക്കുന്നു. അങ്ങനെ എല്ലാവരും പാർട്ടി എൻജോയ് ചെയ്ത് നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് അവിടെ ലൈറ്റ് ഒക്കെ ഓഫായി സ്ക്രീനിൽ ഒരു വീഡിയോ പ്ലേ ആകുന്നു. ഒരു അനിമായിരുന്നു അത്. എല്ലാവരും എന്തിതെന്ന് മനസ്സിലാവാതെ നിൽക്കുമ്പോൾ അതിലെ വിഷ്വൽസ് കണ്ട് ടങ്സു വളരെ ഹാപ്പി ആകുന്നു. കാരണം അതിൽ അനിമായി കാണിക്കുന്നത് അവളുടെയും കൈയുടെയും ജീവിതത്തിൽ നടന്ന കണ്ടുമുട്ടലും തുടർന്നുള്ള പരിചയപ്പെടലും കാര്യങ്ങളും പ്രണയവും ഒക്കെയാണ്. അവളത് വളരെ ആസ്വദിച്ച് കണ്ടു നിൽക്കുമ്പോൾ അങ്ങോട്ടേക്ക് കൈയെത്തുന്നു. അവൻ എല്ലാവരെയും സാക്ഷിയാക്കി ടങ്സുവിനെ പ്രപ്പോസ് ചെയ്യുമ്പോൾ അവൾ അവനെ അതിന് യെസ് കൊടുത്ത് സമ്മതിക്കാതെ വെള്ളത്തിലേക്കാണ് ആദ്യം തള്ളിയിടുന്നത്. ഇതെന്താണെന്ന് എല്ലാവരും മിഴിച്ചിരിക്കുമ്പോൾ എത്രയാണെന്ന് വെച്ചാൽ കാത്തിരിക്കുന്നത്, ഇത് ആദ്യം അങ്ങ് ചെയ്താൽ പോരായിരുന്നു എന്ന് ചോദിച്ച് അവള് ചിരിച്ചുകൊണ്ട് അവനോട് സമ്മതം അറിയിക്കുകയും രണ്ടുപേരും കിസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ ഇവർ വിവാഹിതരായി വളരെ ഹാപ്പിയായി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഇവരുടെ ഈ ഒരു ഫസ്റ്റ് മീറ്റും തുടർന്നുള്ള റിലേഷനും കാര്യങ്ങളും എല്ലാം ഒരു മാഗ്ന സീരീസ് ആയി ടൈം എന്റർടൈൻമെന്റ്, അതായത് നമ്മുടെ കൈയുടെ സ്ഥാപനം തന്നെ റിലീസ് ആക്കിയിട്ടുണ്ടായിരുന്നു. അത് ആ നാട്ടിലെ ബെസ്റ്റ് സെല്ലറായി പൊക്കൊണ്ടിരിക്കുകയാണ്. തങ്ങളുടെ ലൈഫ് ഒരുപാട് പേരെ ഹാപ്പി ആക്കുന്നു, ഒരുപാട് പേർക്ക് അത് ഇൻസ്പിറേഷൻ ആകുന്നു എന്നതെല്ലാം ഇവരെയും വളരെ ഹാപ്പി ആക്കുന്നു. അങ്ങനെ ഒരു ഹാപ്പി എൻഡിങ്ങോട് കൂടി ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോയിലേക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.